Welcome back to Learners Hub. Myself Ritika and Matthew. ഞാൻ Learners Hubലെ കോസ്റ്റിംഗ് FM MA ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കോസ്റ്റിങ്ങിൻ്റെ ഒരു മാരത്തൺ സെഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ FM മാരത്തൺ സെഷൻ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കോസ്റ്റിംഗ് നമ്മൾ സെറ്റ് ആക്കിയതുപോലെ FM-നും ഒരു കംപ്ലീറ്റ് റിവിഷൻ തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഇൻ ടോട്ടൽ 100 സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ദാ ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, എല്ലാ മെയിൻ ടോപ്പിക്സിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു 100 കിടിലം ക്വസ്റ്റ്യൻസ്, മെയിൻലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസും ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാരത്തൺ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുന്നേ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് പേപ്പർ പാറ്റേൺ, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്ന് റിപ്പിറ്റേറ്റീവ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നമുക്ക് ABC അനാലിസിസ് ചെയ്യാം. അതായത് നമ്മൾ കംപ്ലീറ്റ് ഫുൾ ഫോക്കസ് ഈ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാണ്ട് പോവരുത്. അങ്ങനെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ സെക്ഷൻ എയിൽ 15 MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. സോ ടോട്ടൽ 30 മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മുടെ 70 മാർക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. അതിൽ 2 ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇൻ ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് വരും. ഈച്ച് ക്യാരീസ് 14 മാർക്ക്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതിയോ. അതിൽ അറൌണ്ട് 3 ക്വസ്റ്റ്യൻസ് വരുന്നത് BDA എന്നാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് അല്ല, 2 ക്വസ്റ്റ്യൻസ്, 2 സ്ലോട്ട് BDA എന്ന് വരും. മേ ബി ചിലപ്പോൾ ഒരു എക്സ്ട്രാ സ്ലോട്ട്, അതായത് 2A ആൻഡ് B. 2A എന്തായാലും FM-ലെ തിയറി ആയിരിക്കും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 2B BDA-യുടെ തിയറിയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേസമയം FM-ലെ തിയറി തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്ലോട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഏതായിരിക്കും വരാം, നമ്മുടെ BDA-യുടെ തിയറി ആയിരിക്കും വരാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കാം. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്ന്. സോ 2A എന്ന് പറയുന്നത് തിയറിയാണ്, നമ്മുടെ FM തിയറി ഞാൻ പറഞ്ഞു. ഇനി 2B മിക്കപ്പോഴും BDA-യുടെ തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഏതോ 1-2 അറ്റംപ്റ്റിൽ FM-ന്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. 3A എല്ലാ അറ്റംപ്റ്റിലും കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേഷ്യോ അനാലിസിസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും, എല്ലാ 2022 സിലബസ് തുടങ്ങിയതിന് ശേഷം എല്ലാ അറ്റംപ്റ്റിലും റേഷ്യോസിന്റെ ക്വസ്റ്റ്യൻ ആണ്. 3Bയിൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ. ആൻഡ് 4Aയിൽ 100% കമ്പാരിറ്റീവ് കോമൺ സൈസ് അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് 4B കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ചിലപ്പോൾ 4B തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആവണം നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് സെക്ഷനിലോട്ട് വരുമ്പം 5A ആൻഡ് 5B ഷുവർ ഷോർട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്കിന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും NPV-യുടെ ആണ്. ഓക്കെ, ഇനി 6A വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, ഇത് ഓൾസോ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, എന്തായാലും വരും വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. ദെൻ 6B വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, അതായത് റിസീവബിൾസ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, ഏതിൽ നിന്ന് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത്രയും സ്ലോട്ട് ഈ 7A ആൻഡ് 7B നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ മാറി മാറി വരും. നമുക്ക് പെൻഡിങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ലിവറേജസ്, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്, ആ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ 2 സ്ലോട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി ലാസ്റ്റ് 2 8A ആൻഡ് 8B എന്ന് പറയുന്നത് BDA-യുടെ തിയറി ക്വസ്റ്റ്യൻ ആണ്. ഡൺ. സോ അറൌണ്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് 2B 8A 8B ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് 21 മാർക്സോളം BDA-ന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ആകെ 4 ചാപ്റ്ററേ ഉള്ളൂ. സോ ആ 4 ചാപ്റ്ററിലുള്ള ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കി അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ മതിയാവും. റിപ്പറ്റേറ്റീവ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻസ് ആണ് BDA-ക്ക് ചോദിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് FM-ലെ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഞാൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. കാരണം അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ, ഇത് മാരത്തൺ സെഷൻ അല്ലേ. സോ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേഗം റിവൈസ് ചെയ്ത് തരാം. സോ ജനറലി പറയാണ്, വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദി മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എന്തായാലും വേണം.
ഈ ക്യാപിറ്റൽ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന റിട്ടേൺ. അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യുമ്പോൾ അതിന് ഇൻകർ ആവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. നമ്മൾ ക്യാപിറ്റൽ ഏതൊക്കെ സോഴ്സസ് നിന്നാണ് റേസ് ചെയ്യുക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡെപ്റ്റ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ്. So cost of equity share capital, cost of preference share capital, cost of debt, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ്സ്. ഇത്രയാണ് മെയിൻലി ഈ ചാപ്റ്ററിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻസ് നോക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ 7 മാർക്ക് ചോദിക്കുന്നത് WACC, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പം ഈ 4 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? WACC കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമുക്ക് KD അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് നോക്കാം. ഡെറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് റെഡീമബിൾ ഡെറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഇറെഡീമബിൾ ഡെറ്റ്. നമ്മൾ ഡെപ്റ്റ് റേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും റിട്ടേൺ കൊടുക്കുക? ഇൻട്രസ്റ്റ് ആണ് റിട്ടേൺ കൊടുക്കുക. സോ കോസ്റ്റ് ഓഫ് ഡെറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് ബൈ നെറ്റ് പ്രൊസീഡ്. സോ ഈ 1 മൈനസ് ടാക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൾവേസ് ഹാവ് ടാക്സ് ബെനിഫിറ്റ്, അത് ഓർത്ത് വെക്കാം. സോ ഇൻട്രസ്റ്റിന് നമ്മൾ എപ്പോഴും ടാക്സ് കുറച്ച് വേണം കാണിക്കാൻ. ഇനി നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. നമുക്ക് ഫൈനലി എന്താണ് റിസീവ് ചെയ്യുന്നത്? നമ്മൾ ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയാം. സോ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോ, നെറ്റ് പ്രൊസീഡ്സ് ഇസ് ഈക്വൽ ടു ഇഷ്യൂ പ്രൈസ് മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇനി കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ്. ക്വസ്റ്റ്യൻ തന്നാൽ എങ്ങനെയാണ് ഇറെഡീമബിൾ ഡെറ്റ് ആണോ റെഡീമബിൾ ഡെറ്റ് ആണോ നമ്മൾ മനസ്സിലാക്കുക? നമ്പർ ഓഫ് ഇയേഴ്സ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് റെഡീമബിൾ ഡെറ്റ്. റെഡീമബിൾ ഡെറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ n, ദ ഹോൾ ഡിവൈഡഡ് ബൈ റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്, റിഡംഷൻ വാല്യൂ എത്രയാണ്, ഇതൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ 100 ആണ് ഫേസ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ ആണോ? എത്രയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രയാണ് റിഡംഷൻ വാല്യൂ എന്ന് പറയുന്നില്ലെങ്കിൽ ഫേസ് വാല്യൂ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് 100. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ദാറ്റ് ഇസ് പ്രിഫറൻസ് ഷെയർസ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ KPയുടെ കമ്പ്യൂട്ടേഷൻസ് നോക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ കോൺസെപ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഏത് ഫാക്കൽറ്റിയുടെ കോൺസെപ്റ്റ് ബുക്കാണോ യൂസ് ചെയ്യുന്നത് അത് റെഫർ ചെയ്ത് നോക്കിയാൽ മതി, അതിനൊന്നും പ്രശ്നമില്ല. സോ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇവിടെയും 2 കേസ് ഉണ്ട്. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്, അതുപോലെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ KP is equal to പ്രിഫറൻസ് ഡിവിഡൻറ്റ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. അവിടെ ഇൻട്രസ്റ്റ് ആണ്. ഡെപ്റ്റിന്റെ കേസ് അല്ലെങ്കിൽ ഡിബഞ്ചറിന്റെ കേസിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻറ്റിന് ടാക്സ് ബെനിഫിറ്റ് ഇല്ല. സോ അവിടെ 1 മൈനസ് ടി കാണിച്ചു, ഇവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ KP is equal to പ്രിഫറൻസ് ഡിവിഡൻറ്റ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇനി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ KP is equal to സെയിം ഇൻട്രസ്റ്റിന് പകരം പ്രിഫറൻസ് ഡിവിഡൻറ്റ് കാണിക്കുക, ടാക്സ് ബെനിഫിറ്റ് കാണിക്കാണ്ടിരിക്കുക. So preference dividend plus redemption value minus net proceeds by n, the whole divided by redemption value plus net proceeds by 2 എന്ന് വരും. ക്ലിയർ? ഇനി ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കിപ്പോവാം. ഇൻ കേസ് കോർപ്പറേറ്റ് ടാക്സ് അല്ല, ഡിവിഡൻഡ് ടാക്സ്, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് അഡീഷണൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി, ഇൻ കേസ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ടാക്സ് റേറ്റ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ബൈ n, the whole divided by redemption value plus net proceeds by 2. ഇനി irredeemable preference shares ആണെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ് ഇൻറ്റു 1 പ്ലസ് ടി ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് വരും. ഒന്നുമില്ല, ഈ പ്രിഫറൻസ് ഡിവിഡൻറ്റിന് ശേഷം ഈ ടാക്സും കൂടെ നമ്മളൊന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, KE. KEക്ക് അറിയാം ഒരൊറ്റ സിംഗിൾ ഇക്വേഷൻ അല്ല വരുന്നത്, 4 ടൈപ്പ് ഓഫ് ഇക്വേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് CAPM മോഡലും അതുപോലെ ഡിവിഡൻറ്റ് ഗ്രോത്ത് മോഡൽ അപ്രോച്ചുമാണ്. CAPM മോഡലിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ KE is equal to
ആർ എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ്. ഓക്കെ, ഈ ആർ എം മൈനസ് ആർ എഫിനെ നമ്മൾ വിളിക്കുന്നതാണ് റിസ്ക് പ്രീമിയം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസിൽ ആർ എം തരാതെ ആർ എം മൈനസ് ആർ എഫ്, അതായത് റിസ്ക് പ്രീമിയം എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ആർ എം മൈനസ് ആർ എഫ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ഇസ് ബോണ്ട് ഈൽഡ് പ്ലസ് റിസ്ക് പ്രീമിയം അപ്രോച്ച്. ഈ ഇക്വേഷൻ അങ്ങനെ 7 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. മേ ബി നമുക്ക് എന്ത് ചെയ്യാം, MCQ ക്വസ്റ്റ്യനിൽ കാണാം. ഓക്കെ, so cost of equity is equal to yield on long term bonds plus risk premium ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇസ് ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ അപ്രോച്ച്. സോ KE is equal to D1 by P0 plus growth percentage. ഓക്കെ, D1 by P0 plus growth percentage ആണ് വരാം. D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് അറ്റ് ദി എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ. ഓക്കെ, എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലെ ഡിവിഡൻഡിനെയാണ് D1 എന്ന് പറയുക. D0 അല്ല, കറണ്ട് ഇയർ ഡിവിഡൻഡ് അല്ല, നെക്സ്റ്റ് ഇയർസ് ഡിവിഡൻഡ് വേണം നമ്മൾ കാണിക്കാൻ. ഇൻ കേസ് ഇനി ക്വസ്റ്റ്യനിൽ D0 ആണ് തരുന്നതെങ്കിൽ നിങ്ങൾ അത് D1 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ D1 ആയിട്ട് കൺവേർട്ട് ചെയ്യും? ഇപ്പൊ D0 നമ്മുടെ ഗ്രോത്ത് പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്താൽ വി ഗെറ്റ് D1 കിട്ടും. ക്ലിയർ ആണോ? ഇനി ഏർണിങ്സ് പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ KE is equal to EPS divided by MP എന്ന് വരും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദാറ്റ് ഇസ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് 90% ഓഫ് ദ കേസിലും KR is equal to KE ആണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെയാണ്. പക്ഷെ രണ്ട് എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ, നമ്മൾ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യാണ്. ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കാം, നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ചിലപ്പോൾ വരും അല്ലേ. നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പൈസയാണ്. അപ്പൊ ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സിൽ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യണം. പക്ഷേ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കേസിൽ നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യാൻ പാടില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വെൻ ദർ ഇസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ആ കേസിൽ നമ്മുടെ KRും KEയും ഈക്വൽ അല്ല. നെറ്റ് പ്രൊസീഡ്സിൽ, റീറ്റെയിൻഡ് ഏർണിങ്സ് നെറ്റ് പ്രൊസീഡ്സിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ലെസ് ചെയ്യാൻ പാടില്ല. ഇനി രണ്ടാമത്തെ എക്സെപ്ഷണൽ കേസ്, നമുക്ക് ടാക്സ് റേറ്റും ബ്രോക്കറേജ് റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ KR is equal to KE into 1 minus tax rate into 1 minus brokerage rate. ഇത് അങ്ങനെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. പിന്നെയും ഈ ഒരു പോയിന്റ് ആണ് എക്സാമിന് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 4 കോസ്റ്റും, ഓക്കെ, KD, KP, KE, KR, ഇതെല്ലാം ബിഫോർ ടാക്സ് ആണ്. ഓക്കെ, നമ്മൾ ഈ കണ്ടുപിടിച്ചതെല്ലാം ആഫ്റ്റർ ടാക്സ് ആണ്. എല്ലാം ആഫ്റ്റർ ടാക്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഇത് ബിഫോർ ടാക്സിലോട്ട് മാറ്റണമെങ്കിൽ ഇപ്പൊ കണ്ടുപിടിച്ച ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് ഇതിനെല്ലാം എന്താക്കാൻ പറ്റും, ബിഫോർ ടാക്സ് കോസ്റ്റ് ആക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഏകദേശം കോൺസെപ്റ്റ് എല്ലാം പറഞ്ഞുപോയി. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ മെറ്റീരിയൽ എടുത്തോളൂ. അറൌണ്ട് 14 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഞാൻ സെലക്ട് ചെയ്ത ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നതെല്ലാം നമ്മുടെ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ 6 എടുത്തോളൂ. നമ്മുടെ PDF കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ 6 ആണ് നമ്മൾ ഫസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. A company share is currently quoted in the market at ₹20. Okay, that is നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. നമ്മുടെ P0 is equal to 20. The company pays a dividend of ₹2 per share and the investor expects a growth rate of 5% per year. നമ്മുടെ ഡിവിഡൻഡ് 2 ആണ്. ഇത് കറണ്ട് ഇയർ ഡിവിഡൻഡ് ആണോ നെക്സ്റ്റ് ഇയർ ഡിവിഡൻഡ് ആണോ അങ്ങനെ ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല.
ഒന്നും പറയാത്ത പക്ഷം, ഒരു ക്ലിയർ ഐഡിയ നമുക്ക് തരാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, അത് D1 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. ഡിവിഡൻഡ് പെർ ഷെയർ അറ്റ് ദി എൻഡ് ഓഫ് കറണ്ട് ഇയർ ഓക്കെ ആണ് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ₹2 and the growth rate 5% ആണ്. expected growth rate of dividend is 5%. You are required to calculate cost of equity capital of the company and market price per share if the anticipated growth rate dividend is 7%. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, KE കാൽക്കുലേറ്റ് ചെയ്യാം. 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് ഇൻഫോർമേഷൻസ് ആണോ തരുന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, സോ D1/P0 plus G. സോ ഡിവിഡൻഡ് എന്ന് പറയുന്നത് is 2 and P0 is 20 and ഫസ്റ്റ് കേസിലെ ഗ്രോത്ത് ഫാക്ടർ is 5%. So 0.05 ചെയ്താൽ you will get the answer as 0.15 എന്ന് കിട്ടും. ഇൻറ്റു 100 ചെയ്താൽ 15% എന്ന് കിട്ടും. ഇനി അടുത്ത കേസ് എന്താ നമ്മളോട് പറയുന്നത്, cost the market price per share if the anticipated growth rate dividend is 7%. മാർക്കറ്റ് പ്രൈസ് അതായത് P0 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം ഇക്വേഷൻ ഇസ് KE is equal to D1/P0 plus G. KE നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 15% ആണ് നമ്മുടെ KE. ഓക്കെ, സോ 15% ആണ് KE. D1 is 2 and P0 നമുക്ക് അറിഞ്ഞുകൂടാ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് 0.07 ആണ്, അല്ലെങ്കിൽ 7% കൊടുക്കാം. നമ്മളിവിടെ 15% അല്ലേ കൊടുത്തത്. സോ 7% ആണ് എന്ത് വരാ, നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ 15 minus 7 is equal to 2/P0. Okay, so 15 minus 7 എന്ന് പറഞ്ഞാൽ we get it as 8 എന്ന് കിട്ടും. 8 is equal to 2/P0 എന്ന് വരും. So P0 is equal to 2 divided by 8 എന്ന് വരും. So 2 divided by 8 ചെയ്താൽ we get it as 0.25 എന്ന് കിട്ടും. ഇത് നമ്മൾ into 100 ചെയ്യണം. So that 25 per share എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഇൻറ്റു 100 ചെയ്യണം, കാരണം നമ്മളിവിടെ പെർസെൻറ്റേജ് 0.15 നല്ല എടുത്തത്, 50 എന്നും 7 പകരം 0.07 എന്നുമാണ് എടുത്തത്. ഇതിന് പകരം 0.15 എന്നും 0.07 എന്നും എടുത്താൽ ഡയറക്റ്റ്ലി എന്ത് കിട്ടിയേനെ, ₹25 per ഷെയർ എന്ന് കിട്ടിയേനെ. സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മേ ബി നമുക്ക് MCQനൊക്കെ ചോദിക്കാം, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ 7 വർക്ക്ഔട്ട് ചെയ്യാം. X Limited has 10% perpetual debt of 1 lakh. The tax rate is 35%. Determine the cost of capital before tax as well as after tax, assuming the debt is issued at par, 10% discount and 10% premium. ഈ ക്വസ്റ്റ്യൻ നിസ്സാരക്കാരനായിട്ട് കാണണ്ട. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും 7 മാർക്കിന് ചോദിക്കില്ല എന്ന്. പക്ഷേ നമ്മുടെ 2016 സിലബസിൽ ഒരു വട്ടം 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് അറ്റ് പാർ ആണ്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്നത് പെർപെച്വൽ ഡെപ്റ്റ് ആണ്. പെർപെച്വൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെവർ എൻഡിങ്, ദാറ്റ് ഇസ് ഇറെഡീമബിൾ ഡെറ്റ്. ഇറെഡീമബിൾ ഡെറ്റിന്റെ കേസിൽ KD നമ്മൾ എങ്ങനെ കാണിക്കുക, ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രോസീഡ്സ്. ഇവിടെ ബിഫോർ ടാക്സും ചോദിച്ചിട്ടുണ്ട്, ആഫ്റ്റർ ടാക്സും ചോദിച്ചിട്ടുണ്ട്. സോ ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് റേറ്റ് കൺസിഡർ ചെയ്യാൻ പാടില്ല. സോ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ചെയ്താൽ മതി. സോ നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 10%. ഫേസ് വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. ഫേസ് വാല്യൂ തരാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, 100 ആണെന്ന് അസ്യൂം ചെയ്യുക. സോ 100ന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇൻട്രസ്റ്റ് ഇസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ഫേസ് വാല്യൂ. നമ്മൾ ഇൻട്രസ്റ്റ് എപ്പോഴും ഫേസ് വാല്യൂവിൽ വേണം. ഇൻട്രസ്റ്റ് ആണെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻഡ് ആണെങ്കിലും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക നമ്മുടെ ഫേസ് വാല്യൂവിന്റെ പുറത്താണ്. സോ ഇൻട്രസ്റ്റ് 100ന്റെ 10% കിട്ടും. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് എത്ര തന്നെ വരും, 100 തന്നെ വരും. ഓക്കെ, സോ 10/100 into 100 is equal to we get it as 10% എന്ന് കിട്ടും. ഇനിയിപ്പോൾ ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ 10 into tax rate is equal to 35%. So 1 minus 0.35 divided by 100
into 100. So 1 minus 0.35 into 10 divided by 100 into 100 ചെയ്താൽ we get it as 6.5% കിട്ടും. ഇനി 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സിനാണ് ചേഞ്ച് വരെ. ഇപ്പൊ നമ്മൾ 100 എന്നല്ലേ നെറ്റ് പ്രൊസീഡ്സ് കൊടുത്തത്. സോ 100 മൈനസ് 10% ചെയ്താൽ we get 90 എന്ന് വരും. സോ ബിഫോർ ടാക്സ് ആകുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 90 into 100 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ 90 into 100 ചെയ്താൽ we get 11.11% കിട്ടും. ഇനി ആഫ്റ്റർ ടാക്സ് ആവുമ്പോൾ എങ്ങനെ വരും? 10 into 1 minus 0.35 divided by 100 into 100 ചെയ്യാം. So 1 minus 0.35 into 10 divided by 100 into 100 ചെയ്താൽ we get the answer as, ഒരു മിസ്റ്റേക്ക് പറ്റി, ഇവിടെ 100 അല്ലല്ലോ കാണിക്കാൻ, 90 അല്ലേ. സോ 1 minus 0.35 into 10 divided by 90 into 100 ചെയ്താൽ you get it as 7.22% കിട്ടും. ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞാൽ 100 plus 10% ആണ്. ദാറ്റ് ഇസ് 110 വരും. സോ ഇവിടെ 10 ഡിവൈഡഡ് ബൈ 110 into 100 ചെയ്യണം. ഓക്കെ, സോ 10 ഡിവൈഡഡ് ബൈ 110 into 100 is equal to 9.09%. ആഫ്റ്റർ ടാക്സ് ആണെങ്കിലോ 10 into 1 minus 0.35 minus 110 into 100. So 1 minus 0.35 into 10 divided by 110 into 100 ചെയ്താൽ you get 5.91% കിട്ടും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 7 ഓൾസോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 8. ഡിവിഡൻഡ് ടാക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് ദർ ഇസ് ഡിവിഡൻഡ് ടാക്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ആൻഡ് ഹൗ ടു കമ്പ്യൂട്ട് ഡിവിഡൻഡ് ടാക്സ് അതുകൂടെ നമ്മൾ നോക്കുന്നുണ്ട്. വൈ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂസ് 12% preference shares of ₹1,000 each at a premium of 10%, but redeemable at a premium of 20% after 5 years. Okay, സോ നമ്മൾ 1000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഡിവിഡൻഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ 12% ആണ്. ഒരെണ്ണത്തിന്റെ റേറ്റ് ഇസ് ₹1000 ഈച്ച് അറ്റ് എ പ്രീമിയം ഓഫ് 10%. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിലാണ്, റിഡീം ചെയ്യുന്നത് 20% പ്രീമിയത്തിലാണ്. The company pays an underwriting commission at the rate of 5%. Underwriting commission എന്ന് പറയുന്നത് എത്രയാ? 5% ആണ്. If tax on dividend is 12.5%, surcharge is 2.5%, education cess is 3%. Calculate the cost of preference share capital. So ആദ്യം എങ്ങനെ നമ്മൾ ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡിവിഡൻഡ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യമേ ടാക്സ് ഓൺ ഡിവിഡൻഡ് 12.5. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർചാർജ് ആഡ് ചെയ്യണം. സർചാർജ് എപ്പോഴും ടാക്സ് ഓൺ ഡിവിഡൻഡിന്റെ പുറത്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. സോ സർചാർജ് 2.5% എന്ന് പറഞ്ഞാൽ 12.5ന്റെ 2.5%. സോ 12.5 into 2.5% is equal to 0.3125 കിട്ടും. 12.5 ടാക്സ് ഓൺ ഡിവിഡൻഡ് പ്ലസ് സർചാർജ് 0.3125. ഇനി എഡ്യൂക്കേഷൻ സെസ് 3% ആണ്. ഈ 3% എഡ്യൂക്കേഷൻ സെസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12.5ന്റെയും 0.3125ന്റെ സമ്മിലായിരിക്കും. സോ 12.5 പ്ലസ് 0.3125 ചെയ്താൽ വി ഗെറ്റ് 12.8125 എന്ന് കിട്ടും. Into 3% is equal to 0.3844 എന്ന് കിട്ടും. സോ പ്ലസ് 0.3844 കൂടെ ചെയ്താൽ we get the answer as 13.1969 അല്ലെങ്കിൽ 0.1319 കിട്ടും. ഇതാണ് നമ്മുടെ ഡിവിഡൻഡ് ടാക്സ്. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷനിൽ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ KP ഇത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു 1 പ്ലസ് ഡിവിഡൻഡ് ടാക്സ് plus redemption value net proceed minus net proceeds by n, the whole divided by redemption value plus net proceeds by 2. So തുടങ്ങാം.
സോ നമ്മുടെ പ്രിഫറൻസ് ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ 12% ആണ്. ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ടോപ്പ് ഓഫ് ഫേസ് വാല്യൂ. സോ നമ്മുടെ ഫേസ് വാല്യൂ 1000 ആണ്. സോ 1000ന്റെ 12% എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് 120 എന്ന് കിട്ടും. ഇൻറ്റു 1 പ്ലസ് 0.1319 ആണ് ഡിവിഡൻഡ് ടാക്സ്, പ്ലസ് റിഡംഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രീമിയം ഓഫ് 20%. സോ 1000ന്റെ 20% എന്ന് പറഞ്ഞാൽ 1200 ആണ്. മൈനസ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ 1000ന്റെ 10%. നമ്മൾ 10% നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്തേന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ എന്തെങ്കിലും അതാ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 5%, ദാറ്റ് ഇസ് അവർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇപ്പം നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. സോ 1000 പ്ലസ് 10%, ദാറ്റ് ഇസ് 1100 മൈനസ് 5% ചെയ്താൽ വി ഗെറ്റ് 1045 എന്ന് കിട്ടി. 1045 ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് 5. The whole divided by 1200 plus 1045 by 2 ചെയ്താൽ മതി. You get the answer as 14.86% എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ KP എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ഓൾസോ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 9. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. R and company has issued 12% debentures of face value rupees 100 for 10 lakh. The debenture is expected to be sold at 5% discount. It involves flotation cost of 5 per debenture. The debentures are redeemable at a premium of 5%. After 10 years, calculate the cost of debentures if the tax rate is 50%. Do it yourself. ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. റിഡൈമബിൾ ഡിബെഞ്ചേഴ്സ് ആണ്. ഇക്വേഷൻ അറിയാം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. ആൻസർ ഓൾസോ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വിറ്റി ഷെയർസ് ഓഫ് ABC Limited are being quoted at PE of 7.5 times. That is നമ്മുടെ price earnings ratio is 7.5 times. The retained earnings of the company being rupees 12 at 40%. Retained earning എന്ന് പറഞ്ഞാൽ 12 ആണ്, that is 40%. Find out the cost of equity KE if the growth rate of the firm is 7%. KE കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രോത്ത് റേറ്റ് 7% ആണ് പറയുന്നുണ്ട്. Find out the indicated market price of the share given that KE remains as above and growth rate increases to 9%. Okay, so നമ്മുടെ KE നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എത്രയാണോ ആ സെയിം തന്നെയാണ് KE വരാ, പക്ഷെ ഗ്രോത്ത് റേറ്റ് എന്ത് ചെയ്തു, 7% നിന്ന് 9%ലോട്ട് മാറി. അപ്പൊ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നാണ് ചോദ്യം. ഇനി നെക്സ്റ്റ്, ഇഫ് KE ഓഫ് ദ ഫേം ഇസ് 15% and growth rate is 10%, then what is the indicated market price? KE 15% ആണ്, ഗ്രോത്ത് റേറ്റ് 10% ആണ്. സോ മാർക്കറ്റ് പ്രൈസ് എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്ന പോയിന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ 7.5 ടൈംസ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് 40% ആണ്, റുപ്പീസ് 12 ആണ്. സോ റീറ്റെയിൻഡ് ഏർണിങ്സ് 12 ആണ്. റീറ്റെയിൻഡ് ഏർണിങ്സ് ഇസ് ഈക്വൽ ടു 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 40% ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയായിരിക്കും? 60% ആണ്. സോ 12 എന്ന് പറയുന്നത് 40% ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇസ് 60% എന്നറിയാം. സോ ഡിവിഡൻഡ് പെയ്ഡ് എത്രയായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 60 ചെയ്താൽ we get rupees 18 ആണ് നമ്മുടെ ഡിവിഡൻഡ് എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് D0 ആണ്. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ ഇസ് ഈക്വൽ ടു D0, നമുക്ക് 18 എന്ന് കിട്ടും. ഇനി ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇഫ് ദ ഗ്രോത്ത് റേറ്റ് ഇസ് 7%. ഗ്രോത്ത് റേറ്റ് 7% ആണ്. നമ്മൾ ഗോർഡൻസ് ഗ്രോത്ത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്. സോ KE is equal to D1 by P0 plus D. സോ D0 നമ്മൾ 18 എന്നാണ് എടുത്തു. സോ 18ന്റെ പുറത്ത് എത്ര പെർസെൻറ്റേജ് ആഡ് ചെയ്യണം? 7% കൂടെ ആഡ് ചെയ്താൽ നമുക്ക് D1 is equal to 19.26 കിട്ടി.
സോ D1 എന്ന് പറയാം, ഗ്രോത്ത് റേറ്റ് പറയാം. നമുക്കിനി വേണ്ടത് P0 ആണ്. എങ്ങനെ നമ്മൾ P0 കാൽക്കുലേറ്റ് ചെയ്യും? പ്രൈസ് ഏർണിങ്സ് റേഷ്യോ 7.5 ടൈംസ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഏർണിങ്സ് റേഷ്യോ 7.5 ടൈംസ്. സോ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ആണ് നമ്മുടെ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5. ഏർണിങ്സ് എത്ര എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏർണിങ്സ് ഇൻറ്റു 7.5 ചെയ്താൽ പ്രൈസ് കിട്ടുമല്ലോ. നമുക്ക് എന്തിന്റെ 40% ആണ് 12 എന്ന് പറയുന്നത്? നമ്മുടെ ഏർണിങ്സിന്റെ 40% ആണ് 12 എന്ന് പറയുന്നത്. സോ 12 ഡിവൈഡഡ് ബൈ 0.4 ചെയ്താൽ വി ഗെറ്റ് ഏർണിങ്സ് ദാറ്റ് ഇസ് 30 എന്ന് കിട്ടും. സോ 7.5 ഇൻറ്റു 30 ചെയ്താൽ വി ഗെറ്റ് 225. 7.5 into 30 is equal to 225 എന്ന് കിട്ടും. That is our P0. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 19.26 divided by 225 plus 0.07 is equal to 19.26 divided by 225 plus 0.07 into 100 is equal to, we get the answer as 15.56% കിട്ടും. ഇനി find out the indicated market price of the share given that KE remains as above and growth rate increases to 9%. So നമ്മുടെ KE എന്ന് പറഞ്ഞാൽ 15.56% ആണ്. 15.56% ആണ് KE. D1 നമുക്കറിയാം, ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മളിവിടെ കണ്ടുപിടിച്ചു 19.26 ആണ് നമ്മുടെ D1 എന്ന് പറയുന്നത്. ആൻഡ് സോറി തെറ്റിയല്ലോ, 19.26 അല്ല, ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ടു 9% അല്ലേ. അപ്പൊ നമ്മുടെ D1 ചേഞ്ച് ചെയ്യല്ലോ. കറന്റ് D0 is 18. സോ 18 പ്ലസ് 9% ചെയ്താൽ 19.62 ആണ് നമ്മുടെ D1 എന്ന് പറയുന്നത്. ആൻഡ് P0 നമുക്കറിയില്ല, ഗ്രോത്ത് ഫാക്ടർ ഇസ് 9%. സോ 15.56 minus 9 is equal to 19.62 by P0 എന്ന് കിട്ടും. So 15.56 minus 9 is equal to 6.56 കിട്ടും. So 19.62 divided by P0. So P0 is equal to 19.62 divided by 6.56. So 19.62 divided by 6.56 is equal to 2.99 വരും. into 100 ചെയ്താൽ we get the answer as 299.09 rupees കിട്ടും. ഇനി last question is KE of the firm is 15%, growth rate is 10%, then what is the indicated market price? So KE എന്ന് പറഞ്ഞാൽ 15% ആണ്, growth rate 10% ആണ്. So D1 will be 18 plus 10%, that is equal to 19.8 എന്ന് കിട്ടും. P0 നമുക്ക് അറിയത്തില്ല and growth factor is 10%. So 15 minus 10, 15 minus 10 is equal to 5 എന്ന് കിട്ടും. 5 is equal to 19.8 by P0. So P0 is equal to 19.8 divided by 5 ചെയ്താൽ 3.96 കിട്ടും. into 100 ചെയ്താൽ we get it as 396 കിട്ടും. That is question number 10. So നമ്മൾ 10 ചെയ്തു, 9 ചെയ്തു, 8 ചെയ്തു, 7 ചെയ്തു. ഓക്കെ, ആൻഡ് ഓൾസോ 6ഉം ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് WACC കമ്പ്യൂട്ട് ചെയ്യാനുള്ള കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇപ്പൊ ചെയ്തെല്ലാം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനിയും കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ്. ഈ ചെറിയ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് WACCയുടെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. That is question 1. J Limited, having an ambitious plan for further expansion, is currently considering the possibility of raising rupees 25 lakh by equity shares, preference shares and debentures. The book value and market value of the sources are as follows. So നമുക്ക് ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇൻ ടോട്ടൽ 25 lakh rupees ആണ് റേസ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രീവിയസ് ഇയർ December 25 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
The equity share of the company is currently selling for rupees 150. It is expected that the company will pay a dividend of rupees 12 per share at the end of next year, which is expected to grow at a rate of 7%. The company has to incur rupees 2 per share as flotation cost. രണ്ടാമത് 11% 100 face value preference share will be sold for rupees 120. However, the company will have to pay rupees 4 per share as underwriting commission. The company can sell a 10-year rupees 500 face value debenture with 9% rate of interest. An underwriting fee of 2% on issue price would be incurred on issue. Only interest is tax deductible. And finally, corporate tax rate 35%. As a cost and management accountant, you have to calculate weighted average cost of capital using book value and market value. രണ്ടിലും ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ മാർക്കറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തന്നുണ്ട്. സോ സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ KE കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഗ്രോത്ത് ഫാക്ടർ ഒക്കെ തരുമ്പോൾ നമുക്കറിയാം ഗോർഡൻസ് ഗ്രോത്ത് മോഡലാണ് യൂസ് ചെയ്യേണ്ടത്. D1/NP പ്ലസ് ഗ്രോത്ത് ഫാക്ടർ ചെയ്യാം. സോ D1 എന്ന് പറഞ്ഞത് എവിടെ കണ്ടോ, ഇറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ കമ്പനി വിൽ പേ എ ഡിവിഡൻഡ് ഓഫ് ₹12. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. സോ ദാറ്റ് ഇസ് ₹12 എന്ന് പറയുന്നത് നമ്മുടെ D1 ആണ്. 12 ഡിവൈഡഡ് ബൈ P0 is 150 and growth rate is 7% ആണ്. ഓക്കെ, 7% എന്ന് പറഞ്ഞാൽ 0.07. ഇനി ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാ, ₹2 ആണ്. സോ നമുക്ക് ഇവിടെ 150 നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? ഇല്ല. 150 മൈനസ് 2 ദാറ്റ് ഇസ് 148 വേണം നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് കാണിക്കാൻ. ക്ലിയർ? സോ 12 ഡിവൈഡഡ് ബൈ 148 പ്ലസ് 0.07 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് 15.11% കിട്ടും. ദാറ്റ് ഇസ് അവർ KE. ഇനി KP എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം സിമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. 11% ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് റേറ്റ്, ഫേസ് വാല്യൂ 100 ആണ്, സെൽ ചെയ്യുന്നത് 120ക്കാണ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ 4 ഉണ്ട്. സോ നെറ്റ് പ്രൊസീഡ്സ് വിൽ ബി 120 മൈനസ് 4 ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 100ന്റെ 11% ദാറ്റ് ഇസ് 11. So 11 divided by 120 minus 4 into 100 ചെയ്താൽ 9.48% കിട്ടും. ഇനി KD is equal to the company can sell a 10-year ₹500 face value debenture with 9% rate of interest. So interest rate എന്ന് പറഞ്ഞാൽ 9% ആണ്, ഫേസ് വാല്യൂ 500 ആണ്. അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ അണ്ടർറൈറ്റിംഗ് ഫീ എന്ന് പറഞ്ഞാൽ 2% ആണ്. only interest is tax deductible. അത് പറയേണ്ട ആവശ്യമില്ല, നോൺ ആണ്. നമ്മുടെ 35% ടാക്സ് റേറ്റ് ഇൻട്രസ്റ്റ് എന്ന് കുറയ്ക്കണം. ഓക്കെ, സോ ഫേസ് വാല്യൂ 500 ആണ്. സോ നമ്മുടെ ഇൻട്രസ്റ്റ് 500ന്റെ 9%, ദാറ്റ് ഇസ് 45 എന്ന് വരും, ഇൻറ്റു 1 മൈനസ് 0.35 പ്ലസ് ഇവിടെ റിഡംഷൻ ചെയ്യുന്നത് എത്രയ്ക്കാന്ന് പറയുന്നുണ്ടോ, കമ്പനി ക്യാൻ സെൽ എ 10 year. ഓക്കെ, സോ 10 വർഷത്തിന് ശേഷം നമ്പർ ഓഫ് ഇയേഴ്സ് തന്നുണ്ട്. സോ ഇത് റിഡീമബിൾ ഡിബെഞ്ചേഴ്സ് ആണ് ആൻഡ് അത് എത്രയ്ക്കാന്ന് പറയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, റിഡംഷൻ വാല്യൂ ഫേസ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 500 മൈനസ് 2% ചെയ്യണം. 500 മൈനസ് 2% ചെയ്താൽ വി ഗെറ്റ് 490 എന്ന് കിട്ടും. ദാറ്റ് ഇസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ 10, ദി ഹോൾ ഡിവൈഡഡ് ബൈ 500 plus 490 divided by 2 എന്ന് കിട്ടും. So the answer is 6.11% അല്ലെങ്കിൽ 6.11% കിട്ടും. സോ കോസ്റ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ. ബുക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ എല്ലാ ബുക്ക് വാല്യൂ എടുക്കുക, അതിൽ നിന്ന് നമ്മൾ വെയിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. സോ 10 divided by 25 lakh is 0.4, 5 lakh divided by 25 lakh is 0.2, 10 lakh divided by 25 lakh is 0.4. ഇതിലോട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത കോസ്റ്റ് എല്ലാം എഴുതാം. നമ്മുടെ വെയിറ്റും കോസ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വെയിറ്റഡ് കോസ്റ്റ് കിട്ടും. സം ഓഫ് വേസ്റ്റഡ് കോസ്റ്റ് ഇസ് 10.384 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇനി മാർക്കറ്റ് വാല്യൂ ചെയ്യണമെങ്കിൽ ബുക്ക് വാല്യൂന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാർക്കറ്റ് വാല്യൂ എഴുതാം, കോസ്റ്റ് അതുപോലെ തന്നെ കാണിക്കുക. ഇനി പ്രൊപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം
15 lakh divided by 30 lakh is 0.5. 6 lakh divided by 30 lakh is 0.2. 9 lakh divided by 30 lakh is 0.3. So ഇത് multiply ചെയ്താൽ 7.555, 1.896, 1.833. So total is 11.284 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ 1 കഴിഞ്ഞു. അടുത്തത് പ്രീവിയസ് ഇയർ ജൂൺ 2025 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദിസ് വാസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ പല കുട്ടികൾക്കും കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്, ചുമ്മാ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. കറന്റ് എക്സ് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ പ്രൈസ്, കറന്റ് എക്സ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ പ്രൈസ്, കറന്റ് എക്സ് ഡിവിഡൻഡ് ഡിബെഞ്ചർ. ഇത് കാണുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും എന്തോ മല മറിക്കുന്ന സംഭവം ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ സാധാരണ പ്രോബ്ലംസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, സോ തുടങ്ങാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ടേം ലോൺ. Additionally, the following informations are available: equity beta, yield on long-term treasury bond, that is RF, stock market risk premium ആണ് തന്നിട്ടുള്ളത്, that is RM minus RF, current ex-dividend equity share price 15, current ex-dividend preference share price rupees 12, current ex-interest debenture market value 102.5 per rupees 100, corporate tax rate is 40%. The debentures are redeemable after 3 years and interest is paid annually. So debentures നമ്മൾ redeem ചെയ്യുന്നത് after 3 years ആണ്, ഇൻട്രസ്റ്റ് നമ്മൾ ആനുവലി ആണ് പേ ചെയ്യുന്നത്. Ignore flotation cost, calculate the company's weighted average cost of capital using market value weight. So നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. So KE is equal to RF plus beta into RM minus RF. RF 10 ആണ് ആൻഡ് ബീറ്റ ഫാക്ടർ 1.06 ആണ് തന്നിട്ടുണ്ട്. പ്രീമിയം ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഇസ് RM minus RF 6. സോ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 16.36% കിട്ടും. ഇനി KP ആവുമ്പോഴത്തേനും നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ തന്നിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് 12 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് എന്തെടുക്കണം? 12 എടുക്കണം. ഇനി ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 11% ആണ്. ഡിവിഡൻഡ് ഇസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ഫേസ് വാല്യൂ. സോ 10 into 11% എന്ന് പറഞ്ഞാൽ 1.1 divided by 12 into 100 ചെയ്താൽ we get the answer as 9.17%. ഇനി ക്വസ്റ്റ്യനിൽ ക്ലിയർലി പറയുന്നുണ്ട് ഇഗ്നോർ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? KR ഉം KE-യും ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ KR is equal to KE, which is 16.36%. ഇനി KD എന്ന് പറയുമ്പോൾ KD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് റിഡീമബിൾ ആഫ്റ്റർ 3 years. സോ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് 12% ആൻഡ് ഫേസ് വാല്യൂവിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ വി ടേക്ക് ഇറ്റ് ആസ് 100. ഇവിടെ അല്ലെ തന്നിട്ടുണ്ട് പെർ റുപ്പീസ് 100. സോ 100ന്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? 12% എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് 12 ആൻഡ് ടാക്സ് റേറ്റ് ഇസ് 40%. സോ 1 minus 0.4. എത്രയിലാ റിഡീം ചെയ്യണമെന്ന് പറയുന്നില്ല. സോ വി ടേക്ക് ഫേസ് വാല്യൂ. സോ പ്ലസ് 100 മൈനസ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 102.5 ആണ്. 102.5 divided by 3, the whole divided by 100 plus 102.5 by 2 GR. So you will get the answer as എത്ര വരും? You get the answer as 6.29% ഇനി ടേം ലോൺ ഉണ്ട്, ദാറ്റ് ഇസ് 14%. So 14 into 1 minus 0.4 ചെയ്താൽ you will get it as 8.4% കിട്ടും. ക്ലിയർ ആണോ? ഇനി കാൽക്കുലേഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂസ്. മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ അല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് കണ്ടുപിടിക്കുക ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വിറ്റി ഷെയർസ് 240 lakh divided by 10 ആണ് ഫേസ് വാല്യൂ. സോ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 24 lakh ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്
ഇക്വിറ്റി ഷെയറിന്റെ 15 ആണ്. സോ ഇൻറ്റു 15 ചെയ്താൽ വി ഗെറ്റ് 360 ലാക്ക് എന്ന് കിട്ടും. മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഈ 360 ലാക്കിനെ റിസർവ്സ് ആൻഡ് സർപ്ലസും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ ഈ 240:360 പ്രൊപ്പോർഷനിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്കറിയാം റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:3 ആണ്. സോ 360 ഇൻറ്റു 2/5 ചെയ്യണം. അതുപോലെ 360 ഇൻറ്റു 3/5 ചെയ്യണം. സോ 360 ഇൻറ്റു 2/5 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 144 ആൻഡ് 3/5 എന്ന് പറഞ്ഞാൽ 260 എന്ന് കിട്ടും. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഇസ് 120 lakh divided by 10 is equal to 12 lakh എന്ന് കിട്ടും. ആൻഡ് മാർക്കറ്റ് പ്രൈസ് 12 ആണ്. സോ 12 ഇൻറ്റു 12 is equal to 144 lakh എന്ന് കിട്ടും. ഇനി ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് 120 ലക്ഷമാണ് ആൻഡ് 100 ആണെന്ന് പറയുന്നുണ്ട്. സോ 120 ഡിവൈഡഡ് ബൈ 100 is equal to 1.2 lakhs എന്ന് കിട്ടും. സോ ഇൻറ്റു 100 2.5 is equal to 123 lakh എന്ന് കിട്ടും. 123 ലക്ഷം. ആൻഡ് ടേം ലോണിന് യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. 360 ലാക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ സെയിം തന്നെ എടുത്ത് എഴുതിയാൽ മതി, 360 ലക്ഷം. സോ എല്ലാം കിട്ടിയതാ 123 ലാക്ക് ആൻഡ് 360 ലാക്ക്. ടോട്ടൽ 987 ലാക്ക്. സോ ഇതിന്റെ ബേസിസിൽ വെയിറ്റ് എടുത്ത് എഴുതുക, നമ്മുടെ സ്പെസിഫിക് കോസ്റ്റുകൾ എഴുതാം. ഇനി വെയിറ്റ് ഇൻറ്റു കോസ്റ്റ് ചെയ്താൽ വി ഗെറ്റ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ WACC as 11.1533% കിട്ടും. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാലോ, തമ്മി ഇതാ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ ഫിഗേഴ്സ് കിട്ടും. ഇതിന്റെ ടോട്ടൽ ആണ് 11.1533% എന്ന് കിട്ടാം. സോ ക്വസ്റ്റ്യൻ 2 ഓൾസോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 3. സോ ദാറ്റ് ഇസ് പ്രീവിയസ് ഇയർ December 24 അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഈ ക്വസ്റ്റ്യനിലൊക്കെ ഞാൻ കോസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. ബാക്കി എല്ലാ കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഡൺ. So Prakash Packers Limited has the following capital structure. Equity share capital rupees 10 200 lakh, 14% preference share capital rupees 100 each, retained earnings 100, 12% debentures rupees 100 each, 11% term loan from bankers 50. So in total 750 കിട്ടും. Additional information, the market price per equity share is rupees 32. The company is expected to declare a dividend per share of rupees 2 per share and there will be a growth of 10% in dividend for the next 5 years. Okay, so market price per equity share എന്ന് പറഞ്ഞാൽ 32 ആണ്. The company is expected to declare a dividend per share of rupees 2 per share. So നമ്മുടെ dividend എന്ന് പറഞ്ഞാൽ 2 ആണ്. Expected to declare a dividend, that is D1 ആണ്. Growth factor 10% ആണ്. The preference shares are redeemable at a premium of rupees 5 per share after 8 years and are currently traded at rupees 84 in the market. Debenture redemption will take place after 7 years at a premium of rupees 5 per debenture and the current market price is rupees 90 per debenture. Corporate tax rate is 40%. You are required to calculate the weighted average cost of capital using ബുക്ക് വാല്യൂ. സിമ്പിൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ബുക്ക് വാല്യൂ. ഈ ബുക്ക് വാല്യൂസ് അതുപോലെ എടുത്ത് എഴുതുക. വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെ ചെയ്യുന്ന അറിയാലോ. 200 ഡിവൈഡ് ബൈ 750, 100 ഡിവൈഡ് ബൈ 750, 300 ഡിവൈഡ് ബൈ 750 ആൻഡ് 50 ഡിവൈഡ് ബൈ 750. ഇനി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, KE കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ KE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ the market price per equity share is rupees 32. That is P0 32 ആണ്. D1 2 ആണ്. ആൻഡ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് 10% ആണ്. So 2 divided by 32 plus 0.1 ചെയ്താൽ 16.25%. ഇനി KP is equal to the preference shares are redeemable at a premium of rupees 5 per share after 8 years and are currently traded at rupees 84 in the market. So നമ്മുടെ പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. ആൻഡ് റിഡംഷൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് 8 ആൻഡ് കറന്റ്ലി ട്രേഡ് അറ്റ് rupees 84 എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് ആണ്. സോ നമുക്ക് ചെയ്യാം.
ആദ്യം എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 14 into 100 14% of 100 ദാറ്റ് ഇസ് 14 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്മുടെ KP പ്രിഫറൻസ് ഡിവിഡൻഡ് വിൽ ബി 14 പ്ലസ് റിഡംഷൻ വാല്യൂ അറ്റ് എ പ്രീമിയം ഓഫ് 5. സോ 100ൽ 5 കൂട്ടിയാൽ വി ഗെറ്റ് 105 ആൻഡ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് 84 ആണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ദാറ്റ് ഇസ് 8. The whole divided by 105 plus 84 by 2 ചെയ്താൽ you will get it as 17.59% കിട്ടും. ഇനി KRും KEയും സിമിലർ ആണ്. സോ ദാറ്റ് 16.25% എന്ന് വരും. ഇനി KD കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇവിടെയും റിഡീമബിൾ ഡെറ്റ് ആണ്. സോ ഇൻട്രസ്റ്റ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഇസ് 12% of 100 that is 12 എന്ന് കിട്ടും. ആൻഡ് ടാക്സ് റേറ്റ് ഇസ് 1 minus 0.4 പ്ലസ് നമ്മുടെ റിഡംഷൻ വാല്യൂ 5 പ്രീമിയത്തിലാണ്. സോ 100 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 105 ആൻഡ് ഇഷ്യൂ ചെയ്യുന്നത് 90 ആണ്. നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് ഇസ് 90. നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ യു ഓൾവേസ് ടേക്ക് ദ മാർക്കറ്റ് വാല്യൂ ആസ് നെറ്റ് പ്രൊസീഡ്സ്. അത് ഓർത്ത് വെക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, നമ്മുടെ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് ഏത് എടുക്കാൻ പാടുള്ളൂ? മാർക്കറ്റ് വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. നമ്പർ ഓഫ് ഇയേഴ്സ് 7, the whole divided by 105 plus 90 by 2 ചെയ്താൽ 9.6%. ഇനി KT എന്ന് പറഞ്ഞാൽ 11% into 1 minus 0.4 ചെയ്താൽ 6.6% കിട്ടും. സോ നമ്മുടെ വെയിറ്റും കോസ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. സോ ദാറ്റ് ടോട്ടൽ ഇസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 13.04% കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ, യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട് ബൈ യുവർ സെൽഫ്. ഇനി ക്വസ്റ്റ്യൻ 4. ക്വസ്റ്റ്യൻ 4ൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരാനുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഓൾസോ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാന്നേ ഉള്ളൂ. നമ്മുടെ ബുക്ക് വാല്യൂലും ചെയ്യണം, മാർക്കറ്റ് വാല്യൂലും ചെയ്യണം. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ പോയിന്റ്സ് ഒന്നും പറഞ്ഞു തരാനില്ല. യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഹോംവർക്ക് പോലെ ചെയ്താൽ മതി. പ്രത്യേകിച്ച് പുതിയ പോയിന്റുകളൊന്നുമില്ല. നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്തില്ലേ? കോസ്റ്റുകൾ കാണുന്നു, WACC കാണുന്നു. വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈസിലി നിങ്ങൾക്ക് 7 മാർക്ക് സെക്യൂർ. സെറ്റാണ്. ഈ ചാപ്റ്റർ പഠിച്ച 7 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ 4 നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 5 ആണെങ്കിലും ക്വസ്റ്റ്യൻ 5 ഓക്കെ, ക്വസ്റ്റ്യൻ 5ല് KEയുടെയും KR ഉണ്ട്. ഇവിടെ KRന്റെയും കമ്പ്യൂട്ടേഷൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ആക്ച്വലി ഒരു അസംഷൻ വരുന്നുണ്ട്. ആ അസംഷൻ നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ദാറ്റ് ഇസ് അപ് ടു യു. അസംഷൻ അല്ല, യൂഷ്വലി അത് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ആൻസർ കീ വരുമ്പോൾ അത് കാണാറില്ല. അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ മാർക്കൊന്നും കുറയ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ദെൻ റൈറ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം? ഈ തന്നിരിക്കുന്നത് നമ്മുടെ സജസ്റ്റഡ് ആൻസറിലെ സെയിം ആൻസർ ആണ്. പക്ഷെ KRന്റെ കമ്പ്യൂട്ടേഷന് ചേഞ്ച് ഉണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ. T Limited provides you the following information. Number of equity shares rupees 10 each, face value 1,50,000. Okay, so number of equity shares എന്ന് പറഞ്ഞാൽ നമ്പർ ആണ് തന്നിരിക്കുന്നത് 1,50,000. നമ്പർ ഓഫ് 17% പ്രിഫറൻസ് ഷെയർസ് rupees 100 each ആണ് നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ 20,000 എന്ന് വരും. റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇസ് rupees 5 lakh. Number of 7.5% debentures rupees 100 each, 30,000. 10% long term loan that is rupees 10 lakh എന്ന് കിട്ടും. ഓക്കെ, ഇനി additional information. The current market price of company's equity share is rupees 30. Expected dividend per equity share for the year is rupees 1.2, which is expected to grow at 5%. Flotation cost on issue of new equity share is expected to be rupees 5 per share. ഇതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ KRും KEയും ഈക്വൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ സജസ്റ്റഡ് ആൻസർ നോക്കുമ്പോൾ KRും KEയും ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ KR will never be equal to KE. സോ ഞാൻ അങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. The preference shares of the company which are redeemable at par
after 5 years are currently selling at rupees 90 per preference share. The debenture of the company which are redeemable at 10% premium after 5 years are currently quoted at rupees 90 per debenture. The corporate tax rate is 20%. Calculate weighted average cost of capital using book value weights and market value weights. Okay, so WACC calculate ചെയ്യണം, ബുക്ക് വാല്യൂലും ചെയ്യണം, മാർക്കറ്റ് വാല്യൂലും ചെയ്യണം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കെ ഇയുടെ കാൽക്കുലേഷൻ നോക്കാം. സോ കെ ഇ എന്ന് പറഞ്ഞാൽ D1/P0 പ്ലസ് ജി, നമ്മുടെ D1 എന്ന് പറയുന്നത് 1.2 ആണ്. ആൻഡ് P0 is equal to 30 minus 5, that is 25, and growth factor എന്ന് പറഞ്ഞാൽ 0.05 ആണ്. സോ 1.2 divided by 25 plus 0.05 into 100 ചെയ്താൽ 9.8% കിട്ടും. ഇനി കെ ഇ കിട്ടിക്കഴിഞ്ഞാൽ കെ ആർ ഇവിടെ സിമിലർ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ കെ ആർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കെ ആർ ഇസ് നോട്ട് ആൻ ഇഷ്യൂ, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പൈസയാണ്. സോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. ദാറ്റ് 1.2 divided by 30 പ്ലസ് 0.05 ചെയ്താലാണ് നമുക്ക് കെ ആർ കിട്ടേണ്ടത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. സോ 1.2 divided by 30 പ്ലസ് 0.05 ചെയ്താൽ into 100 is equal to get it as 9% കിട്ടും. ഓക്കെ, സോ കെ ആർ നിങ്ങൾ 9% ആയിട്ട് വെച്ച് ചെയ്യണം, അങ്ങനെയാണ് ശരിക്കും ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്. ഇനി കെ ഡി, the debentures of the company which are redeemable at 10% premium after 5 years are currently quoted at rupees 90 per debenture. Okay, so KD calculate ചെയ്യുമ്പം ഇൻട്രസ്റ്റ് നമുക്ക് നോക്കാം, 7.5% ആണ്. സോ 100ന്റെ 7.5% എന്ന് പറഞ്ഞാൽ 7.5 ആണ്. ആൻഡ് ടാക്സ് റേറ്റ് ഇസ് 20%. സോ 1 minus 20%, that is 1 minus 0.2 plus redemption value, that is 10% പ്രീമിയത്തിലാണ്. സോ 110 minus 90 divided by number of years 5, the whole divided by 110 plus 90 by 2 ചെയ്താൽ you will get the answer as 10% കിട്ടും നമ്മുടെ കെ. ഇനി ടേം ലോൺ ആകുമ്പോൾ 10% ആണ്. സോ റേറ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ യു ഗെറ്റ് ഇറ്റ് ആസ് 8%. ബാക്കി കാര്യം ചെയ്യാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കെ ഇ എന്ന് പറഞ്ഞാൽ 9.8%, കെ ആർ എന്ന് പറഞ്ഞാൽ 9% ആണ്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് എടുത്തു പറയാനും മാത്രമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 9.8%, 9% വെച്ച് ചെയ്താൽ മതി. ബുക്ക് വാല്യൂസ് ദ ക്വസ്റ്റ്യനിലുണ്ട്, ജസ്റ്റ് നമ്മൾ ഫേസ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ബുക്ക് വാല്യൂ കിട്ടും. ദാറ്റ് ഇസ് 1,50,000 into 10 ചെയ്താൽ യു ഗെറ്റ് 15 lakh. പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിലോ 20,000 into 100 ചെയ്താൽ 20 lakh എന്ന് കിട്ടും. റീറ്റെയിൻഡ് ഏർണിങ്സ് 5 lakh എന്ന് പറയുന്നുണ്ട്. ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ 30,000 into 100 ചെയ്താൽ 3 lakh ആൻഡ് ലോൺ എന്ന് പറയുന്നത് ഇസ് 10 lakh എന്ന് കിട്ടും. സോ ടോട്ടൽ ഇസ് 80 lakh എന്ന് വരും. ഡൺ. ഇനി മാർക്കറ്റ് വാല്യൂ ആകുമ്പോഴോ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ചെയ്താൽ മാർക്കറ്റ് വാല്യൂ കിട്ടും. ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇക്വിറ്റി ഷെയർസ്, ഓക്കെ, ഇക്വിറ്റി ഷെയർസ് നമ്മൾ മാർക്കറ്റ് വാല്യൂയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബുക്ക് വാല്യൂയിലുള്ള റിസർവ്സ് ആൻഡ് ഇക്വിറ്റി ഷെയറിന്റെ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അത് മാത്രം ഞാൻ വേണേൽ പറഞ്ഞുതരാം. നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 1,50,000 ആണ്. ആൻഡ് കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ 30 into 1,50,000 ചെയ്താൽ 45 lakh കിട്ടും. ഈ 45 lakhനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഇസ് 1,50,000 ആൻഡ് 5 lakh, സോറി 1,50,000 അല്ല, 15 lakh ആൻഡ് 5 lakh റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഇസ് 3:1. സോ 45 lakh into 3/4 ചെയ്താൽ 33,75,000, 45 lakh into 1/4 ചെയ്താൽ 11,25,000 കിട്ടും. അങ്ങനെ വേണം നമ്മൾ മാർക്കറ്റ് വാല്യൂയിൽ മാത്രം ആ ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ മാർക്കറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ടോട്ടൽ ഓഫ് ഇക്വിറ്റി ആൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ടോട്ടൽ ആണ്. സോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഡൺ. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ 9 ആണ് നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ കോസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ മാറും,
ടോട്ടലിനും ചേഞ്ച് ഉണ്ടാവും. ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. ഇതിനകത്ത് ഇലസ്ട്രേഷൻ 11 and 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 11 നോക്കിയാൽ WACC കാൽക്കുലേറ്റ് ചെയ്യണം. മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് യൂസിങ് മാർക്കറ്റ് വാല്യൂ KEയും KD ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ക്വസ്റ്റ്യൻ 12 എന്ന് പറയുന്നതും സിമിലർ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, KEയിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ KE കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കണം. പക്ഷെ KR കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പാടില്ല. ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് മനസ്സിൽ വെക്കുക. പക്ഷെ ഇവര് KR is equal to KE എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, KR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എടുക്കാൻ. അങ്ങനെ തന്നെ ചെയ്ത് പോകുന്നതാണ് നല്ലത്. എനിക്കൊന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോഴും 9.8% തന്നെയാണ് വന്നത്. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് രണ്ടും സെയിം വരില്ല, ബിക്കോസ് ദർ ഇസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇനി ക്വസ്റ്റ്യൻ 13 ചെയ്യാം. ഇത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the capital structure and other information of a company are given as follows. Equity shares rupees 100 each, amount 100 lakh ആണ്. After tax cost of capital 14 ആണ്. Reserves and surplus 50 ആണ്. After tax എത്രയെന്ന് അറിയില്ല. Debenturesന് 200 ആണ്. After tax അറിയില്ല. The market value of equity share is 300 per share. Market value 300 ആണ്. The company uses market value weight for computing average cost of capital. So market value ആണ് company use ചെയ്യുന്നത്. Corporate tax rate is 40%, whereas the average cost of capital is 10%. Okay, corporate tax rate 40% ആണ്. WACC എന്ന് പറഞ്ഞാൽ 10% ആണ്. What is the cost of reserves and surplus and cost of debt? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് കോസ്റ്റ് ഓഫ് ഡെറ്റ് ബിഫോർ ടാക്സ് ആണ് നമ്മൾ കാണേണ്ടത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, KE എന്ന് പറയുന്നത് 14 ആണെങ്കിൽ KR എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 14 തന്നെയായിരിക്കും. അത് നമുക്ക് അടുത്ത് അതുപോലെ എഴുതാം. ഇനി മാർക്കറ്റ് വാല്യൂ വെയിറ്റ് എഴുതുമ്പോൾ ഡിബെഞ്ചേഴ്സിന്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ 200 അതുപോലെ എഴുതാം. പക്ഷേ ഇക്വിറ്റി ഷെയറിന്റെ കേസിൽ ഇത് തെറ്റാട്ടോ, ഇതല്ല വരേണ്ടത്. ഇക്വിറ്റി ഷെയറിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 300 പെർ ഷെയർ ആണ് മാർക്കറ്റ് പ്രൈസ്. സോ മാർക്കറ്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഷെയർസ് നോക്കുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ 1 lakh കിട്ടും. സോ മാർക്കറ്റ് വാല്യൂ ഓഫ് equity share and reserves and surplus is equal to 300 into 1 lakh is equal to 300 lakh കിട്ടും. ഈ 300 ലാക്കിനെ നമ്മൾ ഈ പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഇസ് 2:1 പ്രൊപ്പോർഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 300 lakh into 2/3, ദാറ്റ് ഇസ് ഇവിടെ 200 ലാക്കും വരും, ഇവിടെ 100 ലാക്കും വരും. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ എത്ര വരാ, 500 വരാ. ഇനി വെയിറ്റ് എടുത്താൽ 200 divided by 500 is equal to 0.4. 100 divided by 500 is equal to 0.2. ആൻഡ് ഇവിടെ ഓൾസോ 0.4 വരും. ഇനി നമുക്ക് KD അറിയത്തില്ല. KD നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി വെയിറ്റഡ് കോസ്റ്റ് എങ്ങനെ കാണും, 0.4 into 14. ഓക്കെ, so 200 divided by 500 എത്ര, 0.4. so 0.4 into 14 is equal to 5.6 എന്ന് കിട്ടും. 0.2 into 14 is equal to 2.8 എന്ന് വരും. ആൻഡ് 0.4 into x ചെയ്താൽ we get 0.4x എന്ന് കിട്ടും. ആൻഡ് WACC നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, 10% ആണ് തന്നിട്ടുണ്ട്. സോ 5.6 plus 2.8 plus 0.4 x is equal to 10 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുക. സോ 5.6 plus 2.8 is equal to 8.4 plus 0.4 x is equal to 10 എന്ന് വരും. സോ 0.4x is equal to 10 minus 8.4. So 10 minus 8.4 is equal to 1.6 കിട്ടും. So 0.4x is equal to 1.6 ആണ്. Therefore x is equal to 1.6 divided by 0.4. 1.6 divided by 0.4 is equal to, we get 4% after tax.
ഇതിനെ ബിഫോർ ടാക്സിലോട്ട് കൊണ്ടുവരണം. നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു, ആഫ്റ്റർ ടാക്സ് കോസ്റ്റിനെ ബിഫോർ ടാക്സിലോട്ട് കൊണ്ടുവരാൻ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ മതി. സോ 4% ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.4 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 6.67% കിട്ടും. കഴിഞ്ഞു. അങ്ങനെ ഇലസ്ട്രേഷൻ 13 ഓൾസോ നമ്മൾ ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഓൾസോ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യും. എക്സ് ലിമിറ്റഡ് റിക്വയർസ് അഡീഷണൽ ഫിനാൻസ് ഓഫ് ₹20 lakh for meeting its investment plan. So additionally 20 ലക്ഷം ഫണ്ട് വേണം. It has ₹4 lakh in the form of retained earnings available for investment purpose. The following are the further details. Debt equity mix എന്ന് പറഞ്ഞാൽ 40:60 ആണ്. സോ മൊത്തം 20 ലക്ഷം വേണം. ആ 20 ലക്ഷത്തിന്റെ 40% എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെപ്റ്റ് ആയിരിക്കും. സോ 20 ലാഖിന്റെ 40% 8 lakh ആൻഡ് ഇക്വിറ്റി പോർഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 60% ആണ്. സോ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 20 ലാഖിന്റെ 60% ആണ്. ദാറ്റ് ഇസ് 12 lakh എന്ന് വരും. ഇനി ബാക്കി ക്വസ്റ്റ്യൻ വായിക്കാം. ബിയോണ്ട് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് അപ് ടു 4 lakh 4 ലക്ഷം വരെയാണെങ്കിൽ 10% ബിഫോർ ടാക്സ് ആണ്. 4 ലക്ഷത്തിന് ശേഷമാണെങ്കിൽ 12% ബിഫോർ ടാക്സ് ആണ്. ഏർണിംഗ്സ് പെർ ഷെയർ ₹5 ആണ്. ഡിവിഡൻഡ് പേ ഔട്ട് 60% ഓഫ് ഏർണിംഗ്സ് ആണ്. എക്സ്പെക്ടഡ് ഗ്രോത്ത് റേറ്റ് ഇൻ ഡിവിഡൻഡ് ഇസ് 5%. കറന്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇസ് 35. ടാക്സ് റേറ്റ് 35%. കമ്പ്യൂട്ട് ദ ഓവറോൾ വെയ്റ്റഡ് ആവറേജ് ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഫിനാൻസ്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി നമുക്കറിയാം നമ്മുടെ ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ₹5 ആണ്. ഓക്കെ, ഏർണിംഗ്സ് പെർ ഷെയർ ഇസ് ഈക്വൽ ടു ₹5. റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 60% ഓഫ് ഏർണിംഗ്സ് ആണ്. ഓക്കെ, എത്രയാണോ ഏർണിംഗ്സ് കിട്ടുന്നത് അതിന്റെ 60% ആണ് ഡിവിഡൻഡ് പേ ഔട്ട്. നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന എത്രയായിരിക്കും? 40% ആയിരിക്കും നമ്മൾ റീറ്റെയിൻ ചെയ്യുക. 40% ആയിരിക്കും നമ്മൾ റീറ്റെയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 4 lakh ആണെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ടോട്ടൽ വേണ്ട ഇക്വിറ്റി ഫിനാൻസ് 12 lakh ആണ്. ഈ 12 lakhൽ 4 lakh ഓൾറെഡി നമ്മുടെ കയ്യിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഉണ്ട്. സോ അഡീഷണൽ ആയിട്ട് നമുക്ക് 8 ലക്ഷം ഇക്വിറ്റി റേസ് ചെയ്താൽ പോരെ? ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിക്വയർഡ് 12 lakh മൈനസ് 4 lakh 8 lakh മതി. ശ്രദ്ധിച്ച്, മൊത്തം ഇക്വിറ്റി 12 ലക്ഷം വേണം. അതിൽ 4 ലക്ഷം റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ്. അപ്പൊ ബാക്കി 8 ലക്ഷം നമ്മൾ റേസ് ചെയ്താൽ മതി. സോ 8 ലക്ഷം ഇക്വിറ്റിയും അതുപോലെ 8 ലക്ഷം ഡെറ്റുമാണ് നമ്മൾ റേസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ പോയിന്റ് ഏർണിംഗ്സ് പെർ ഷെയർ 5 ആണ്. ഓക്കെ, 5ന്റെ 60% ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. സോ ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 5 into 60%, ദാറ്റ് ഇസ് 3 എന്ന് കിട്ടും. ദിസ് ഇസ് D0 ആണ്. ഓക്കെ, ഇത് നമുക്ക് D0 ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ D1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് ഗ്രോത്ത് റേറ്റ് എത്രയാ? 5% ആണ്. സോ 3 plus 5% ചെയ്യണം. So we get it as 3 plus 5% is equal to 3.15 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യമേ KE കാൽക്കുലേറ്റ് ചെയ്യുമ്പം D1 3.15 ആണ്. ആൻഡ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 35 ആണ്. ആൻഡ് ഗ്രോത്ത് റേറ്റ് 0.05. സോ 3.15 ഡിവൈഡഡ് ബൈ 35 പ്ലസ് 0.05 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 14% എന്ന് കിട്ടും. ഇനി KR എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 14% ആണ്. ഇനി KD ചെയ്യുമ്പം 2 കേസ് ഉണ്ട്. 4 ലക്ഷം വരെ, മൊത്തം 8 ലക്ഷം അല്ലേ വേണ്ടത്? അതിൽ 4 ലക്ഷം വരെ 10%, പിന്നെ വരുന്ന 4 ലക്ഷത്തിന് 12% ആണ്. സോ രണ്ടെണ്ണം ചെയ്യണം. കോസ്റ്റ് ഓഫ് 10% ലോങ് ടേം ഡെറ്റും കോസ്റ്റ് ഓഫ് 12% ലോങ് ടേം ഡെറ്റും. ഓക്കെ, so KD is equal to 10% into 1 minus tax rate, that is 6.5%, and അതുപോലെ KD is equal to 12% into 1 minus tax rate, that is 7.8%. ഇനി WACC കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 8 lakh ആണ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് 4 lakh ആണ്,
10% long term debt 4 lakh, 12% of long term debt 4 lakh. Weights calculate ചെയ്യാം. 8 lakh divided by 20 lakh 0.4, 4 lakh divided by 20 lakh എല്ലാ കേസിലും 0.2 വരും. കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാ ഇവിടെ രണ്ടും 14, then 6.5, 7.8. മൾട്ടിപ്ലൈ ചെയ്താൽ വെയ്റ്റഡ് കോസ്റ്റ് കിട്ടും. ഇതിനെല്ലാം കൂടെ സം ആണ് WACC, ദാറ്റ് ഇസ് 11.26. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കി. എനിക്ക് തോന്നുന്നു ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതിയാ. എക്സാമിന് ഇതിൽ കൂടുതലൊന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വലിയൊരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കലില്ല. ഏകദേശം ഈ ഒരു 14 ക്വസ്റ്റ്യൻ നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അധികം വലിയ ഡിഫിക്കൽട്ട് ചാപ്റ്റർ ഒന്നുമല്ല, ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഇസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കുറേ അധികം ടോപ്പിക്സ് കവർ ആയി പോകും. റിസീവബിൾസ് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, പേയബിൾ മാനേജ്മെന്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്, അങ്ങനെ കുറച്ച് അധികം ഉണ്ട്. സോ നമുക്ക് എല്ലാ ഏരിയാസും എന്ത് ചെയ്യാം, കവറപ്പ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെയ്യാം. ഇതിൽ നമ്മൾ ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആദ്യം നമ്മൾ നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ അറ്റംപ്റ്റിലും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അറൌണ്ട് 16 പ്രോബ്ലംസ് ഉണ്ട് ഇൻ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഞാൻ കോൺസെപ്ച്വലി അങ്ങനെ ഇപ്പൊ പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം എന്താ, വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് എന്ത് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്ന് അറിയാൻ പറ്റും. കറണ്ട് അസറ്റ്സിൽ എന്തൊക്കെ വരും, നമ്മുടെ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡിന്റെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്, പിന്നെ ഡെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡെറ്റേഴ്സ്, ക്യാഷ്, ഇതാണ് മെയിൻലി വരാം. അതുപോലെ കറണ്ട് ലയബിലിറ്റീസിൽ മെയിൻലി വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരിക്കാം. ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇനിയിപ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ കറണ്ട് അസറ്റിന്റെ സംഭവം എടുത്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പോകെ ക്വസ്റ്റ്യൻ വൈസ് എക്സ്പ്ലെയിൻ ചെയ്യാം. Question 19. MJK Limited provides you the following information and you are required to prepare a statement showing working capital requirements. ഇത് previous year December 25 attempt ചോദിച്ച question ആണ്. Estimates for the next year. Raw material cost 31,20,000, wages 18,72,000, overhead including depreciation 1,20,000, 7,44,000. Total cost 57,36,000 ആണ്. Profit is 12,64,000. Sales 70 lakh ആണ്. Okay. Additional information. Inventory, raw material 2 months, work in progress 3 weeks, finished good 1 month. 50% of the sales is for cash. For the remaining 2 weeks credit is normal. The company enjoys 4-week credit facilities on only 30% of the purchases, and lag in payment of overhead is 1 month, lag in payment of wages half month. Cash is to be held to the extent of 50% of current liability. There is a regular production and sales cycle, and wages and overhead accrue evenly. Material is introduced in the beginning of the production cycle. So നമുക്ക് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് അസറ്റ്സ് എല്ലാം എഴുതണം. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ദാറ്റ് ഇസ് കോസ്റ്റ് ടോട്ടൽ 31,20,000 ആണ്. എത്ര നാൾ ഹോൾഡ് ചെയ്യും എന്നാ പറയുന്നത്, 2 months ആണ്. സോ 1 year is equal to 12 months ആണ്. സോ 31,20,000 into 2/12 ചെയ്താൽ വി ഗെറ്റ് 5,20,000 എന്ന് കിട്ടും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുമ്പോൾ റോ മെറ്റീരിയൽ 100% എടുക്കണം, വേജസ് 50% ആയിരിക്കണം, ഓവർ ഹെഡും 50% എടുക്കണം. ഈ പ്രൊപ്പോർഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ പറയും. പറയാത്ത പക്ഷം റോ മെറ്റീരിയൽ 100%, വേജസ് 50%, ഓവർ ഹെഡ് 50%.
ഇനി ഈ ഓവർ ഹെഡിലുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യരുത്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡിപ്രിസിയേഷൻ നമ്മൾ എടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ക്യാഷ് എക്സ്പെൻസസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഡിപ്രിസിയേഷൻ ഇസ് നോൺ ക്യാഷ്. ഓക്കെ, നമ്മളിത് ക്യാഷ് കോസ്റ്റ് ബേസിസിലാണ് ചെയ്യുന്നത്. സോ ക്യാഷ് എക്സ്പെൻസ് ഒന്നും നോൺ ക്യാഷ് ഒന്നും കൺസിഡർ ചെയ്യാൻ പാടില്ല, ക്യാഷ് മാത്രമേ എടുക്കാവുള്ളൂ. സോ ഡിപ്രിസിയേഷൻ നമുക്ക് വേണ്ട. ഈ 7,44,000 1,20,000 ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? വി ഗെറ്റ് ഇറ്റ് ആസ് 6,24,000 എന്ന് വരും. 6,24,000 എന്ന് വരും. ഡൺ. ഇനി വേജസ് 18,72,000 50% എത്ര എന്നറിയണം. സോ 50% നമുക്ക് ഇവിടെ എഴുതി വെക്കാം. സോ 18,72,000 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 9,36,000 എന്ന് കിട്ടും. ഇവിടെ 6,24,000 7,44,000 ഫുൾ എടുക്കാൻ പറ്റില്ല. 6,24,000 50% എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 3,12,000 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലേ ചെയ്യുന്നത്, ആൻഡ് റോ മെറ്റീരിയൽ ഫുൾ എടുക്കാം. സോ ടോട്ടൽ ചെയ്താൽ 31,20,000 പ്ലസ് 9,36,000 പ്ലസ് 3,12,000 ഇസ് ഈക്വൽ ടു 43,68,000 എന്ന് കിട്ടും. അങ്ങനെയാണ് അത് 43,60,8,000 എന്ന് വന്നത്. ആൻഡ് 3 വീക്സ് ആണ്. 1 ഇയർ ഇസ് ഈക്വൽ ടു 52 വീക്സ്. സോ ഇൻറ്റു 3/52 ചെയ്താൽ യു ഗെറ്റ് ഇറ്റ് ആസ് 2,52,000 എന്ന് കിട്ടും. ഇനി ഫിനിഷ്ഡ് ഗുഡ്, സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വേണം, വർക്ക് ഇൻ പ്രോഗ്രസ് വേണം, ഫിനിഷ്ഡ് ഗുഡ് വേണം. ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ ഓൾവേസ് എന്തെടുക്കുക? ടോട്ടൽ കോസ്റ്റ് വേണം എടുക്കാൻ. പക്ഷെ ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡിപ്രിസിയേഷൻ 1,20,000 അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയണം. സോ 57,36,000 ആണ് ടോട്ടൽ. ഇതിൽ നിന്ന് 1,20,000 കുറച്ചാൽ വി ഗെറ്റ് ഇറ്റ് ആസ് 56,16,000 എന്ന് വരും. ആൻഡ് നമുക്ക് 1 മന്ത് ആണ് ഹോൾഡിംഗ് പീരീഡ്. സോ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 4,68,000 എന്ന് കിട്ടും. ഇനി ഡെപ്റ്റേഴ്സിന്റെ കേസ്, ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോയിന്റ് എന്താ? ഡെപ്റ്റേഴ്സ് 50% ഓഫ് ദ സെയിൽസ് ഇസ് ഫോർ ക്യാഷ്. സോ ബാക്കി 50% നമ്മൾ എടുത്താൽ പോരെ. ക്വസ്റ്റ്യനിൽ ഓൺ കോസ്റ്റ് ബേസിസ് എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഓൺ കോസ്റ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓൺ ടോട്ടൽ കോസ്റ്റ് ആണ്. അങ്ങനെ പറയാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റേഴ്സ് സെയിൽസിൽ എടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓൺ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൺ കോസ്റ്റ് ഓൺ സെയിൽസ് എടുക്കാം. പക്ഷെ ജനറലി നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്തിന്റെ ബേസിസിലാണ് വാല്യൂ ചെയ്യുന്നതെന്ന് പറയുന്നില്ലെങ്കിൽ നമ്മൾ ജനറലി എടുക്കുക ഓൺ സെയിൽസിന്റെ ബേസിസിലായിരിക്കും. ചിലപ്പോൾ കോസ്റ്റിലും എടുക്കും. നമുക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? സെയിൽസിന്റെ ബേസിസിൽ ചെയ്തു പോകാം. കണ്ടോ, സെയിൽസിലാണ് 70 lakh നമ്മൾ ചെയ്തിരിക്കുന്നത്, ഡെപ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ 70 lakhന്റെ 50% എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 35 lakh. 35 lakh into 2/12 ചെയ്താൽ വി ഗെറ്റ് ദി ആൻസർ ആസ് 35 lakh into 2/52 വീക്സ് അല്ലേ. സോ 35 lakh into 2/52 ചെയ്താൽ 1,34,650 എന്ന് കിട്ടും. 35 lakh into 2 divided by 52 is equal to 1,34,650. ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡിനെ പറ്റി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? ക്യാഷ് ഇസ് ടു ബി ഹെൽഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 50% ഓഫ് കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റിയുടെ 50% ആണ്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യമേ കറന്റ് ലയബിലിറ്റീസ് എത്രയെന്ന് അറിയാം, എന്നാലല്ലേ 50% എത്രയെന്ന് അറിയാൻ പറ്റൂ. സോ ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെ എഴുതിയിട്ട് അതവിടെ വെക്കാം. ടോട്ടൽ കറന്റ് അസറ്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. ഇനി കറന്റ് ലയബിലിറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം. കറന്റ് ലയബിലിറ്റിയിൽ ആദ്യം ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. Creditors, the company enjoys 4 weeks credit facility also on only 30% of the purchases. Total നമ്മുടെ raw material purchase cost is 31,20,000. അതിന്റെ 30%. സോ 31,20,000ന്റെ 30% എന്ന് പറഞ്ഞാൽ 9,36,000 എന്ന് വരും. സോ 9,36,000 എന്തുമാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്? 4 വീക്സ് ആണ്. സോ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 52 എന്ന് പറഞ്ഞാൽ 72,000 ആണ്. 72,000. ഇനി ഓവർ ഹെഡും വേജസും ലാഗ് ഇൻ പേയ്മെന്റ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്.
സോ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഓവർ ഹെഡ് ഒക്കെ നമുക്ക് എന്താണ് ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ്. സോ വേജസ് ഹാഫ് മന്ത് ആണ്. സോ 0.5 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ടോട്ടൽ വേജിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 18,72,000 ആണ്. സോ 18,72,000 into 0.5 divided by 12 ചെയ്താൽ the answer will be 78,000 and overhead എന്ന് പറയുന്നത് എത്രയാണ്? ലാഗ് ഇൻ പേയ്മെന്റ് 1 month എന്നാണ് പറയുന്നത്. സോ overhead 7,44,000 minus 1,20,000 that is 6,24,000 into 1 divided by 12 is equal to 52,000 എന്ന് വരും. സോ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 2,02,000 കിട്ടും. സോ 2,02,000ന്റെ 50% എടുത്താൽ വി ഗെറ്റ് 1,01,000 കിട്ടും. സോ ടോട്ടൽ വിൽ ബി 14,75,615 കിട്ടും. അതിൽ നിന്ന് നമ്മുടെ കറണ്ട് ലയബിലിറ്റി 2,02,000 കുറച്ച് കഴിഞ്ഞാൽ ദ എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി 12,73,615 കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇപ്പൊ ചെയ്യേണ്ട നമ്മുടെ മെറ്റീരിയൽ ഇൻവെന്ററി മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. വി വിൽ വർക്ക് ഔട്ട് ഇറ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ 21 പ്രീവിയസ് ഇയർ ജൂൺ 25 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. From the following information, you are required to estimate the net working capital requirement. Raw material cost per unit എന്ന് പറഞ്ഞാൽ 40 ആണ്. Direct labor 15 ആണ്. Overhead excluding depreciation consider ചെയ്യാതെ 30 ആണ്. Total cost 85 ആണ്. Selling price rupees 100 per unit ആണ്. Output 1,04,000 units per annum. Raw material in stock average 4 weeks. Work in progress 50% completion stage with full material consumption. മെറ്റീരിയൽ 100%, ബാക്കിയെല്ലാം എന്ത് ചെയ്യണം 50%. ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആവറേജ് 2 weeks. ഫിനിഷ് ഗുഡ് ഇൻ സ്റ്റോക്ക് ആവറേജ് 4 weeks. Credit allowed by suppliers average 4 weeks. Credit allowed to debtors average 8 weeks. Cash at bank is expected to be 1 lakh. Assume that production is sustained at an even pace during the 52 weeks of the year. Okay. All sales are on credit base. എല്ലാ സെയിൽസും എന്താണ് ക്രെഡിറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യാണ്. State any other assumption that you might have made while computing. വേറെ എന്തെങ്കിലും അസംഷൻ ഉണ്ടെങ്കിൽ അത് എഴുതൂ എന്നാണ് പറയുന്നത്. സോ നമുക്ക് ചെയ്യാം. സോ കറണ്ട് അസറ്റ് മിനിമം ക്യാഷ് ബാലൻസ് ടു ബി മെയിൻറ്റെയിൻഡ് 1 lakh ആണെന്ന് പറയുന്നുണ്ട്. അത് അതുപോലെ എഴുതാം. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് 40 ആണ്. നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇസ് 1,04,000. സോ 1,04,000 into 40 into 4 weeks ആണ്. സോ 4 divided by 52. So 1,04,000 into 40 into 4 divided by 52 ചെയ്താൽ we get it as 3,20,000 കിട്ടും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. വർക്ക് ഇൻ പ്രോഗ്രസ് എടുക്കുമ്പോൾ 100% എടുക്കാം. ഡയറക്റ്റ് ലേബറിന്റെ പകുതി മതി. സോ 15ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 7.5 ആണ്. 30യുടെ പകുതി എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ ടോട്ടൽ എടുത്താൽ 40 plus 7.5 plus 15 is equal to 62.5 എന്ന് വരും. സോ 1,04,000 into 62.5 ചെയ്താൽ we get 65 lakh എന്ന് കിട്ടും. 65 ലക്ഷം എന്ന് കിട്ടും. ഈ 65 lakh ആണ് വർക്ക് ഇൻ പ്രോഗ്രസ്. സ്റ്റോക്ക് 2 weeks ആണ്. സോ ഇൻറ്റു 2/52 ചെയ്താൽ മതി. ഇൻറ്റു 2 divided by 52 ചെയ്താൽ we get it as 2,50,000 കിട്ടും. ദാ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2,50,000 നമ്മൾ ഒറ്റയടിക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. 2,50,000 ഒന്നുമില്ല. കോസ്റ്റ് പെർ യൂണിറ്റ് ഇത് 100 എടുക്കുക, ഇത് രണ്ടും 50% എടുക്കുക. സോ ടോട്ടൽ 62.5 വരും. നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 1,04,000 ആണ്. സോ 1,04,000 into 62.5 എടുത്താൽ മതി. ഇനി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് എടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് 85 ആണ്. സോ 1,04,000
into 85 into 4 weeks ആണ്. So into 4/50 ചെയ്യണം. So 1,04,000 into 85 into 4 divided by 52 is equal to 6,80,000 എന്ന് വരും. 6,80,000. ഇനി ഡെപ്റ്റേഴ്സിന്റെ കേസ് നമ്മളോട് പറയുന്നുണ്ട് എൻറ്റയർ സെയിൽസ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ക്രെഡിറ്റ് ബേസിസിലാണ്. ദാ ഇവിടെ സെല്ലിംഗ് പ്രൈസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡെപ്റ്റേഴ്സ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓൺ ടോപ്പ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ചെയ്യാം. സോ ടോട്ടൽ നമ്മുടെ സെയിൽസ് 1,04,000 into 100 ആണ്. ഓക്കെ, സോ ഇതിന്റെ പുറത്ത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ദാറ്റ് നമുക്ക് ഇവിടെ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവർ ഓൺ കോസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് എന്താണോ ഉള്ള അസംഷൻ അത് എഴുതാം. ഇവിടെ പറയുന്നുണ്ട് സ്റ്റേറ്റ് എനി അതർ അസംഷൻ ദാറ്റ് യു ഹാവ് ടേക്കൺ. എന്ത് അസംഷൻ ആണോ നിങ്ങൾ എടുത്തിരിക്കുന്നത് അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇവിടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നില്ല ഓൺ കോസ്റ്റ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൺ സെയിൽസ് എടുക്കണമെങ്കിൽ അതൊരു തെറ്റേ അല്ല. നിങ്ങൾ അസംഷൻ എഴുതാം, ഡെറ്റേഴ്സ് ആർ ടേക്കൺ ഓൺ സെയിൽസ് എന്ന് പറഞ്ഞ് എടുക്കുക. ഇപ്പോൾ 1,04,000 into 100 ആണ്. ആൻഡ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിരിക്കുന്ന എത്രയാ ഡെറ്റേഴ്സിന്? 8 weeks ആണ്. സോ ഇൻറ്റു 8 divided by 52 ചെയ്യുക. സോ 1,04,000 into 100 into 8 divided by 52 ചെയ്താൽ we get it as 16 lakh എന്ന് കിട്ടും. ഓക്കെ, 16 ലക്ഷമാണ് വരുന്നത്. പക്ഷെ ഇവിടെ 1,04,000 into 85 ആണ്. ടോട്ടൽ കോസ്റ്റിന്റെ പുറത്താണ് ചെയ്തത്. ഇവർ ഓൺ കോസ്റ്റ് ചെയ്തു ഡെറ്റേഴ്സ്. 1,04,000 into 85 into 8/52 ചെയ്താൽ 13,60,000 കിട്ടും. ഏത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. ജസ്റ്റ് പ്രോപ്പർ ആയിട്ട് നമ്മളൊന്ന് നറേഷൻ അല്ല, സോറി, അസംഷൻ കൊടുക്കുക. ഓക്കെ, സോ നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് വിൽ ബി 27,10,000 എന്ന് കിട്ടും. ഇനി നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽ അത് കാണാം. സോ നമുക്ക് 1,04,000 into 40 നമ്മുടെ ടോട്ടൽ 1,04,000 into 40 ടോട്ടൽ റോ മെറ്റീരിയൽ കോസ്റ്റ് കാണാം. സോ 1,04,000 into 40 ചെയ്താൽ 41,60,000 എന്ന് വരും. 41,60,60,000 എന്ന് വരും. ഇനി എത്രയാണ് സപ്ലയേഴ്സിന് കൊടുത്തിരിക്കുന്നത്? 4 weeks ആണ്. സോ ഇൻറ്റു 4 divided by 52. വേറെ ഒന്നും പറയുന്നില്ല. പെർച്ചേസസിൽ എത്ര ക്രെഡിറ്റ് ആണ് എത്ര ക്യാഷ് ആണെന്നൊന്നും പറയുന്നില്ല. സോ എൻറ്റയർ എന്ത് ചെയ്യുക? ക്രെഡിറ്റ്സ് എന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. സോ ഇൻറ്റു 4 divided by 52 ചെയ്താൽ we get 3,20,000 എന്ന് കിട്ടും. സോ ഈ ടോട്ടൽ കറണ്ട് അസറ്റ് 27,10,000 3,20,000 കുറച്ചാൽ we get 23,90,000 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതും നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ 22. ദിസ് ഇസ് ആക്ച്വലി എ ഹയർ ഓർഡർ ക്വസ്റ്റ്യൻ. നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. December 24 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 22 നമുക്ക് ചെയ്യാം. ഇതിൽ കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആണ്. ഞാൻ ആ ഡേറ്റാസ് ഒന്ന് ഇതിൽ റൈറ്റ് ഡൗൺ ചെയ്യാം. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 22 വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. സോ നമുക്ക് റൈറ്റ് നൗ ക്വസ്റ്റ്യൻ 24ലോട്ട് പോവാം. A pro forma cost sheet of Bosam Limited, a manufacturing company, provides the following particulars. Previous year December 23 attempt like question ആണ്. Raw material cost 100, direct labor cost 37.5, overhead cost 75, total cost 212.5 ആണ്. Profit 37.5 and selling price എത്രയാ? 250 ആണ്. The company keeps raw material in stock on an average for 1 month. So raw material stock 1 month ആണ്. Work in progress on an average for 1 week and finished good in stock on an average for 2 weeks ആണ്. The credit allowed by suppliers is 3 weeks and company allows for 6 weeks credit to its debtors. Okay. So നമ്മുടെ creditorsന് 3 weeksഉം debtorsന് 6 weeksഉം ആണ്. The lag in payment of wages is 1 week and lag in payment of overhead expenses 2 weeks. The company sells 1/5 of the output against cash and maintains cash in hand and at bank put together at rupees 37,500. Production is carried out evenly throughout the year.
52 weeks, assume sales of 1 lakh units per annum. Okay. So start ചെയ്യാം. So നമ്മുടെ cash in hand എന്ന് പറയുന്നത് 37,500 ആണ്. Okay. 37,500 ക്യാഷ് കാണിച്ചു. ഇനി സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൊത്തം 1 lakh യൂണിറ്റ്സ് ആണ്. റോ മെറ്റീരിയൽ കോസ്റ്റ് 100. സോ 1 lakh into 100 ചെയ്യുക. ആൻഡ് ഹോൾഡിംഗ് പീരീഡ് ഇസ് 1 month. സോ into 1/12 ചെയ്യുക. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 8,33,333 എന്ന് കിട്ടും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 100 എടുക്കാം. 37.5 50%, that is 18.75, and 75 50%, that is 37.5. So total will be 100 plus 18.75 plus 37.5 is equal to 156.25 എന്ന് കിട്ടും. 156.25 എന്ന് കിട്ടും. സോ 1 lakh into 156.25. Okay. So 1 lakh into 156.25 is equal to 1 crore 56 lakh 25,000 എന്ന് കിട്ടും. into എന്താ നമ്മൾ ചെയ്യേണ്ടത്? വർക്ക് ഇൻ പ്രോഗ്രസ് ഓൺ ആൻ ആവറേജ് ഓഫ് 1 week അല്ലേ. സോ into 1 divided by 52 ചെയ്താൽ we get the answer as ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ദാറ്റ് വിൽ ബി ദ ആൻസർ. ഈ മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് കിട്ടിയത് 300480 എന്ന് കിട്ടും. സോ ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. സോ 1,92,308 പ്ലസ് 36,058 പ്ലസ് 72,115 is equal to 300,481. ഇവിടെ നമുക്ക് 300,480 എന്ന് വരും. ചെറിയൊരു പോയിന്റിന്റെ വേരിയേഷൻ ആണ്. ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇനി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൺ ടോപ്പ് ഓഫ് ടോട്ടൽ കോസ്റ്റ് വേണം എടുക്കാൻ. സോ 1 lakh into 212.5 into ഫിനിഷ് ഗുഡ് 2 weeks ആണ്. സോ 2 divided by 52 ചെയ്താൽ മതി. അതെല്ലാം ഇവിടെയും ചെയ്തിരിക്കുന്നത് 1 lakh into 212.5 into 2 divided by 52 ചെയ്താൽ 8,17,308 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ കേസ് വരുമ്പോൾ എന്താ ഇവിടെ ഡെപ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഡെപ്റ്റേഴ്സിന് നമ്മൾ 6 weeks ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എന്തുമാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും പോയിന്റ് ഇവിടെ പറയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. The credits allowed by suppliers is 3 weeks and 6 weeks. The lag in payment of wages 1 week. Overhead expenses 2 weeks. Company sells 1/5 of the output against cash. Okay. 1/5 cash ആണെങ്കിൽ ബാക്കി 4/5 അല്ലേ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത്. ഓക്കെ. സോ ഇവിടെ ഓൾസോ ഓൺ ടോട്ടൽ കോസ്റ്റിലാണ് ഡെപ്റ്റേഴ്സ് വാല്യൂ ചെയ്തിരിക്കുന്നത്. ഓൺ സെയിൽസ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. അസംഷൻ എഴുതാം. സോ നമുക്ക് ഇവിടെ ടോട്ടൽ കോസ്റ്റിൽ ചെയ്ത് നോക്കാം. So 1 lakh into total cost is 212.5. So 1 lakh into 212.5 into 80% എന്നാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് 1/5 നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബേസിസിലാണ്. ആൻഡ് സോ ദാറ്റ് ഇസ് 4/5. സോ into 4 divided by 5 ചെയ്യുക. ആൻഡ് ക്രെഡിറ്റ് പീരീഡ് 6 weeks. So 6 divided by 52 ചെയ്താൽ the answer will be 19,61,538 എന്ന് കിട്ടും. So the total current asset will be 39,50,160 എന്ന് വരും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കറന്റ് ലയബിലിറ്റീസ് കുറയ്ക്കണം. കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ് വരാം. ഓക്കെ. സോ ക്രെഡിറ്റേഴ്സിന് നമ്മൾ 3 weeks ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് 100 ആണ്. So 1 lakh into 100 into 3 divided by 52 ചെയ്താൽ 5,76,923 എന്ന് വരും. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് 1 week ആണ്. ആൻഡ് നമ്മുടെ ടോട്ടൽ ഡയറക്ട് ലേബർ കോസ്റ്റ് 1 lakh into 37.5 divided by 52 അല്ലെങ്കിൽ into 1/52 എന്ത് ചെയ്താലും 72,115 ആണ്. ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് 2 weeks ആണ്. സോ 1 lakh into 75 into 2 divided by 52 ചെയ്താൽ we get 2,88,462 കിട്ടും.
So total current liability will be 9,37,500 എന്ന് കിട്ടും. So നമ്മുടെ current asset minus current liability ചെയ്താൽ net working capital requirement will be 30,12,660 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് നമ്മുടെ വർക്ക് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 25. ഓ ക്വസ്റ്റ്യൻ 25 നമുക്ക് ചെയ്യണം, 26 ചെയ്യണം, പിന്നെ വരുന്നത് ഓക്കെ യോക്യുവിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ നമുക്ക് ചെയ്യണം. 28 നോക്കണം, then 29, 30, അറൌണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ഉണ്ട്, നോക്കാം നമുക്ക്. സിമിലർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ 25 നോക്കാം. From the following information, you are required to estimate the net working capital requirement. Cost per unit, raw material 84, direct labor and overhead 72, total cost 156 ആണ്, selling price 200 ആണ്. Output 100 units, 1 lakh units per annum എന്ന് തന്നിട്ടുണ്ട്. And raw material in stock 2 months ആണ്. Work in progress material 100%, labor and overhead 50%, finished good 1 month ആണ്. Credit allowed by suppliers 2 months, credit allowed to customers 2 months, average time lag in payment of wages half month, average time lag in payment of overhead expenses 1.5 months, required cash in hand and bank is 6 lakh, 25% of the output is sold for cash. For an expected annual sale of 1 lakh units, work out the working capital requirement assuming that the production is carried on evenly throughout the year and wages and overhead accrue similarly. ചെയ്ത് കാണിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സിമിലർ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്ത് നോക്കിയായിരുന്നു. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സെയിം പാറ്റേൺ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ മതിയാവും. ഡൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ 26. Prepare a working capital forecast from the following information. Production during the previous year was 20 lakh units. The same level of activity is intended to maintain during the current year. നമ്മുടെ വർക്ക് ബുക്കിലെ ഇലസ്ട്രേഷൻ 12 ആണ്. The expected ratios of cost to selling prices are raw material 40%, direct wage 20%, overhead 20%. The raw materials ordinarily remain in stores for 3 months before production. Every unit of production remains in the process for 2 months and it is assumed to be consisting of 100% of raw material, wages and overhead. Okay, every unit of the production remains in the process for 2 months and it is assumed to be consisting of 100% raw material, wages and overhead. എല്ലാം 100% എടുക്കണം എന്നാണ് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ. Finished goods remain in the warehouse for 3 months. Credit allowed by creditors is 4 months from the date of the delivery of raw material and credit given to debtors is 3 months from the date of dispatch. The estimated balance of cash to be held rupees 4 lakh. സെല്ലിംഗ് പ്രൈസ് റുപ്പീസ് 5 പെർ യൂണിറ്റ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 5 പെർ യൂണിറ്റ് ആണ് തന്നിട്ട്. ഇവിടെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് റുപ്പീസ് 5 ആണ് ആൻഡ് റോ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 5 into 40%. സോ 5 into 40% പറഞ്ഞാൽ 2 ആണ്. വേജസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. സോ 5 into 20% is 1. ഓവർ ഹെഡ് എന്ന് പറയുന്നതും 20% ആണ്. സോ ഓവർ ഹെഡ് ഇസ് ഓൾസോ 1. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ 4 കിട്ടും ആൻഡ് പ്രോഫിറ്റ് വിൽ ബി റുപ്പീസ് 1. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 5 ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് 4 ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? 1 വരും. സോ കറണ്ട് അസറ്റ് വാല്യൂ ചെയ്യാം. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൊത്തം എത്ര യൂണിറ്റ്സ് ആണ്? 20 lakh യൂണിറ്റ്സ് ആണ്. റോ മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് റുപ്പീസ് 2. So 20 lakh into 2 and holding period is 3 months. So into
3/12 ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10 lakh എന്ന് കിട്ടും. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എല്ലാ 100%. ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലൊന്നും അങ്ങനെ എടുത്തു പറയത്തോണ്ട് നമ്മൾ 100%, 50%, 50% എന്നാണ് ചെയ്തിരുന്നത്. ഇവിടെ പക്ഷെ എന്ത് ചെയ്യണം, എല്ലാം 100% എടുക്കണം. സോ 2 + 1 + 1 = 4 എന്ന് കിട്ടും. therefore 20 lakh ഇൻറ്റു 4 ഇൻറ്റു എത്ര ചെയ്യണം, നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് is 2 months ആണ്. സോ ഇൻറ്റു 2/12 ചെയ്യണം. സോ 20 lakh ഇൻറ്റു 4 ഇൻറ്റു 2 divided by 12 ചെയ്താൽ we get the answer as 13,33,333 എന്ന് വരും. 13,33,333. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ എത്രയാണോ കിട്ടുന്നത് നമുക്കറിയാം. 6,66,667 പ്ലസ് 3,33,333 പ്ലസ് 3,33,333. യെസ്, 13,33,333 എന്ന് വരും. ഇനി ഫിനിഷ്ഡ് ഗുഡ് നമ്മൾ എടുക്കുന്ന എന്തിന്റെ ബേസിസിലാ, ടോട്ടൽ കോസ്റ്റിന്റെ ബേസിസിലാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ 20 lakh ഇൻറ്റു 4 ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഫിനിഷ് ഗുഡിന് 3 months ആണ്. സോ ഇൻറ്റു 3 divided by 12 ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 20 lakh എന്ന് കിട്ടും. ഇനി ഡെപ്റ്റേഴ്സിന്റെ കേസ്, ഡെപ്റ്റേഴ്സ് ഓൾസോ ഇവിടെ ഒന്നും പറയുന്നില്ല, നമ്മൾ പക്ഷെ വാല്യൂ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിലാണ്. നിങ്ങൾക്ക് ടോട്ടൽ സെയിൽസ് വേണമെങ്കിൽ എടുക്കാൻ വീണ്ടും വീണ്ടും പറയാണ്. ഇനി ചോദിച്ചു വരുന്നത് ടോട്ടൽ സെയിൽസിൽ ചെയ്താൽ പ്രശ്നമുണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മിക്ക ക്വസ്റ്റ്യൻസിലും ഓൺ കോസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിൽ അവർ ഓൺ സെയിൽസ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഓൺ കോസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്, അത് പ്രശ്നമേ അല്ല, അസംഷൻ എഴുതി വെച്ചാൽ മതി. സോ ഇവിടെ നമ്മൾ ഓൺ കോസ്റ്റിൽ കാണിക്കുകയാണ്. സോ ഡെപ്റ്റേഴ്സ് 20 lakh ആണ്, ഇൻറ്റു 4 ആണ് ടോട്ടൽ കോസ്റ്റ്, ഇൻറ്റു നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് ദാ credit allowed by creditors is 4 months and credit given to debtors is 3 months. So into 3/12 ചെയ്താൽ 20 lakh എന്ന് കിട്ടും. ആൻഡ് ക്യാഷ് ബാലൻസ് ടു ബി മെയിൻറ്റെയിൻഡ് 4 lakh ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ പ്ലസ് 4 lakh ചെയ്താൽ ടോട്ടൽ കറണ്ട് അസറ്റ് എത്ര വരും, 67,33,333. ആൻഡ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാം. 20 lakh ഇൻറ്റു നമ്മുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് 2 ആണ് ആൻഡ് ഇൻറ്റു 4/12 ചെയ്യണം. സോ ദാറ്റ് 13,33,333 എന്ന് വരും. 4 months ആണ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നത്. സോ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് വിൽ ബി 67,33,333 മൈനസ് 13,33,333 ചെയ്താൽ 54 lakh എന്ന് വരും, 54 ലക്ഷം. സോ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 28 ആണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ ഇലസ്ട്രേഷൻ 1 ആണ്. നോക്കട്ടെ, ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെയ്യിപ്പിക്കാം. ഓക്കെ, prepare a statement showing the working capital needed to finance a level of activity of 60,000 units of annual output. Selling price rupees 250 per unit, raw material 115 per unit, direct labor 80 per unit, overhead 37 per unit. Production is carried throughout the year on even basis and wages and overhead accrue uniformly. Raw material in stock 1 month, work in progress 50% completion half month, finished good in stock half month, credit allowed by suppliers 1 month, credit allowed to debtors 2 months, time lag in payment of wages half month, overhead 1 month, 1/4 of the sales are on cash basis and cash balance 1,65,000. And ഇവിടെ എടുത്തു പറയുന്നുണ്ട് debtors are to be taken at cost. Total cost per unit is 232, raw material 115, direct labor 18 and overhead 37. Okay, debtors are taken at costs എന്ന് എടുത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സും കോസ്റ്റിൽ കാണിക്കണം. ആൻഡ് ഓൾസോ ക്യാഷ് കോസ്റ്റ് ബേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സിനെ കോസ്റ്റിൽ കാണിക്കണം. വേറൊരു ഒന്നും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന പ്രോബ്ലം തന്നെയാണ്. സോ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29, നമ്മുടെ ഇലസ്ട്രേഷൻ 4 ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. സോ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സോ നമുക്ക് നോക്കാം. A company plans to manufacture and sell 400 units of domestic appliance per month at a price of rupees 600 each. So
400 യൂണിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കോസ്റ്റ് റേഷ്യോസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ 30%, പാക്കിംഗ് മെറ്റീരിയൽ 10%, ഡയറക്ട് ലേബർ 15%, ഡയറക്ട് എക്സ്പെൻസ് 5%, ഫിക്സ്ഡ് ഓവർഹെഡ് 4,32,000 per annum. Raw material is 30 days, packing material 15 days, finished goods 200 units, work in progress 7 days. Other particulars: credit sales 80%, 30 working days credit, cash sales 20%, credit allowed 21 working days credit, lag in payment of overhead and expense 15 working days, cash requirement 12% of net working capital, working days in a year 300. Okay, so selling price and cost per unit നമുക്ക് കാണാം. Okay, so total selling price എന്ന് പറയുന്നത് 600 each ആന്ന് പറയുന്നുണ്ട്. Sell 400 units of domestic appliance per month at a price of rupees 600 each. Ratios എന്ന് പറയുന്നത് raw material 30% ആണ്. So 600ന്റെ 30% എന്ന് പറഞ്ഞാൽ 180. Packing material 600ന്റെ 10%, that is 60. Direct labor 600ന്റെ 15%, that is 90. Direct expense 600ന്റെ 5%, that is 30. And fixed overhead നമുക്ക് 4,32,000 per annum എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർ മന്ത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ 4,800 യൂണിറ്റ്സ് നമ്മൾ ഒരു മാസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 400 യൂണിറ്റ്സ് ആണ്. സോ ഒരു കൊല്ലം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും? 400 into 12, that is equal to 4,800 യൂണിറ്റ്സ് ആണ്. സോ ഇത് പെർ യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന കോസ്റ്റുകളെല്ലാം പെർ യൂണിറ്റ് ആണ്. സോ ഫിക്സ്ഡ് ഓവർ ഹെഡ് ഓൾസോ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? പെർ യൂണിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കണം. നമുക്ക് ഈ തന്നിരിക്കുന്നത് 400 യൂണിറ്റ്സ് പെർ മന്ത് ആണ് ആൻഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് പെർ ആനത്തിലാണ്. സോ ഫിക്സ്ഡ് ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പെർ ആനം ചെയ്താൽ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ 400 into 12 ചെയ്താൽ ടോട്ടൽ ആനുവൽ പ്രൊഡക്ഷൻ കിട്ടും, ദാറ്റ് ഇസ് 4,800. സോ 4,32,000 ഡിവൈഡഡ് ബൈ 4,800 ചെയ്താൽ 90 എന്ന് കിട്ടും. സോ ടോട്ടൽ കോസ്റ്റ് 450 ആണ്, സെല്ലിംഗ് പ്രൈസ് 600 ആണ്. ഓക്കെ, സോ നമ്മുടെ പ്രോഫിറ്റ് വിൽ ബി 150 എന്ന് കിട്ടും. സോ ദ ആനുവൽ പ്രൊഡക്ഷൻ 4,800 എന്ന് കിട്ടിയിട്ടുണ്ട്. തുടങ്ങാം. സോ കറണ്ട് അസറ്റ് ചെയ്യുമ്പോൾ 4,800 into 180 into വർക്കിംഗ് ഡേയ്സ് ഇൻ ഇയർ 300 എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ റോ മെറ്റീരിയൽ 30 ഡേയ്സ് ആണ്. സോ 30 ഡിവൈഡ് ബൈ 300 ചെയ്താൽ 86,400 എന്ന് കിട്ടും. പാക്കിംഗ് മെറ്റീരിയൽ ഓൾസോ നമ്മുടെ കറണ്ട് അസറ്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, പാക്കിംഗ് മെറ്റീരിയൽ ഓൾസോ നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട്. സോ 4,800 into 60 into എത്രയാ പറയണേ? 15 ഡേയ്സ് ആണ്. സോ 15 divided by 300, that is 14,400. വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എപ്പോഴാണ് ഗുഡ്സ് പാക്ക് ചെയ്യുക? ഫൈനൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഗുഡ്സ് പാക്ക് ചെയ്യുക. സോ പാക്കിംഗ് മെറ്റീരിയൽ നമുക്ക് വേണ്ട. നമുക്ക് എന്തൊക്കെ വേണം? റോ മെറ്റീരിയൽ 180 വേണം, ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഫിക്സ്ഡ് ഓവർ ഹെഡും ഇതിൻ്റെ മൂന്നിൻ്റെയും 50% വേണം, ദാറ്റ് ഇസ് 45, 15 ആൻഡ് 45. സോ കൂട്ടിക്കഴിഞ്ഞാൽ 180 പ്ലസ് 45 പ്ലസ് 15 പ്ലസ് 45 ഇസ് ഈക്വൽ ടു 285 എന്ന് വരും. അങ്ങനെയാണ് 4,800 into 285 into ഡേയ്സ് എന്ന് പറയുന്നത്. വർക്ക് ഇൻ പ്രോഗ്രസ്സിന് 7 ഡേയ്സ് ആണ്. സോ 7 ഡിവൈഡഡ് ബൈ 300 ചെയ്താൽ 31,920 എന്ന് വരും. ഓക്കെ, 31,920 എന്നത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാൻ പാടില്ല? നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇനി ഫിനിഷ്ഡ് ഗുഡ്. ഫിനിഷ്ഡ് ഗുഡിനെ പറ്റി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? മൊത്തം 200 യൂണിറ്റ്സ് ആണ് ഉള്ളത്. സോ 200 into
ടോട്ടൽ കോസ്റ്റ് ചെയ്താൽ മതി, ദാറ്റ് ഇസ് 450. സോ 450 ഇൻറ്റു 200 ചെയ്താൽ 90,000 കിട്ടും. ഇനി ഡെപ്റ്റേഴ്സ് എടുത്തു പറയുന്നുണ്ട് ഓൺ കോസ്റ്റിൽ വേണം വാല്യൂ ചെയ്യാനെന്ന്. ഈ ക്വസ്റ്റ്യനിലല്ലേ അത് പറയുന്നത്. ഓക്കെ, മാറിപ്പോയി. കഴിഞ്ഞ ക്വസ്റ്റ്യനിലാണ് ഡെപ്റ്റേഴ്സ് ഓൺ കോസ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സോ ഡെപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ടോട്ടൽ 80% ആണ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, ഇവരിവിടെ ഡെപ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്, ടോട്ടൽ സെയിൽസിനാണ് എടുത്തിരിക്കുന്നത്. അസംഷൻ ആണ് എഴുതിയാൽ മതി. ഓക്കെ, സോ 4800 ഇൻറ്റു 600 ഇൻറ്റു 80% മാത്രമല്ലേ നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് വരാം. സോ ഇൻറ്റു 80% ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 300. 30 ഡേയ്സ് അല്ലേ, എന്താ 30 വർക്കിംഗ് ഡേയ്സ് ആണ് ക്രെഡിറ്റ്. സോ 30 ഡിവൈഡ് ബൈ 300 ചെയ്താൽ 2,30,400 വരും. സോ ടോട്ടൽ 4,53,120 എന്ന് വരും. ഇനി കറന്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽ വേണം, ക്രെഡിറ്റേഴ്സ് ഫോർ പാക്കിംഗ് മെറ്റീരിയൽ വേണം, ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ് വേണം. ഓക്കെ, സോ ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പോൾ 21 വർക്കിംഗ് ഡേയ്സ് ക്രെഡിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ റോ മെറ്റീരിയലും പാക്കിംഗ് മെറ്റീരിയൽ നമ്മൾ എവിടുന്നാ വാങ്ങിക്കണേ, സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന്. സോ രണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് കാണിക്കുന്നത്. സെപ്പറേറ്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക പാക്കിംഗ് മെറ്റീരിയലും റോ മെറ്റീരിയലും സപ്ലയേഴ്സ് നിന്നാണ്. സോ രണ്ടിനും ക്രെഡിറ്റ് പീരീഡ് ഉണ്ട്. സോ റോ മെറ്റീരിയൽ 4,800 ഇൻറ്റു 180 ആണ് കോസ്റ്റ് ആൻഡ് 21 ഡേയ്സ് ആണ്. സോ 21 ഡിവൈഡ് ബൈ 300 ചെയ്താൽ 60,480 വരും. അതുപോലെ പാക്കിംഗ് മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 ആണ് നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ കോസ്റ്റ്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 4,800 ഇൻറ്റു 60 ഇൻറ്റു 21 ബൈ 300 ചെയ്താൽ 20,160 കിട്ടും. ഇനി എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡിനെ പറ്റി എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ് 15 വർക്കിംഗ് ഡേയ്സ് ആണ് ലാഗ് വരുന്നത്. ഓക്കെ, സോ 4,800 ഇൻറ്റു എല്ലാം കൂടെ ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് 90 പ്ലസ് 30 പ്ലസ് 90 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 90 പ്ലസ് 30 പ്ലസ് 90. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെന്താ നമ്മുടെ ഫിക്സ്ഡ് ഓവർ ഹെഡാ. ഓക്കെ, സോ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ദാറ്റ് ഇസ് 90 പ്ലസ് 30 120 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഫിക്സ്ഡ് ഓവർ ഹെഡിന്റെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ നമ്മൾ കൺസിഡർ ചെയ്ത് മാത്രമാണ് ഈ രണ്ട് പോയിന്റുകൾ മാത്രം എടുക്കുക. നമ്മൾ ഫിക്സ്ഡ് ഓവർ ഹെഡ് കൺസിഡർ ചെയ്യാൻ പാടില്ല. റീസൺ എന്താന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഓവർ ഹെഡ് മെജോറിറ്റി കേസിലും നോൺ ക്യാഷ് എക്സ്പെൻസസ് ആയിരിക്കും വരിക. നമ്മുടെ ഡിപ്രിസിയേഷൻ, അങ്ങനത്തെ നോൺ അമോർട്ടൈസേഷൻ, അങ്ങനത്തെ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആണ് ജനറലി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസ് ആൻഡ് ഓവർ ഹെഡ് എടുക്കുമ്പോൾ ഫിക്സ്ഡ് ഓവർ ഹെഡ് എടുക്കാത്തത്. നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഓവർ ഹെഡ് മാത്രം കൺസിഡർ ചെയ്തത്. സോ 4,800 ഇൻറ്റു 120 ഇൻറ്റു 15 ബൈ 300 ചെയ്താൽ വി ഗെറ്റ് 28,800. സോ ടോട്ടൽ കറന്റ് ലയബിലിറ്റി വിൽ ബി 1,09,440 ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 4,53,120 മൈനസ് 1,09,440 ചെയ്താൽ 3,43,680 കിട്ടും. ഇനി ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ക്യാഷ് റിക്വയർമെന്റ് 12% ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, നമ്മുടെ ക്യാഷ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ 12% ആണ്. സോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിച്ചു 3,43,680 ആണ്. സോ 3,43,680യുടെ 12% എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 41,242 എന്ന് കിട്ടും. സോ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്, ഇതും കൂടെ ആഡ് ചെയ്യണം, 3,43,680 പ്ലസ് 41,242 ചെയ്താൽ ദ ആൻസർ വിൽ ബി 3,84,922 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതൊരു ഡബിൾ ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല ഡബിൾ ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ, ബിക്കോസ് അസംഷൻസ് ഒരുപാട് എടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒരുപാട് അസംഷൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്ന അസംഷൻസ് വേരി ചെയ്യുന്നുണ്ട്, അങ്ങനെ എക്സാമിന് ചോദിക്കാറില്ല. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ. സോ അതും കൂടെ ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക്
വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ അല്ല, ഐ മീൻ ഈ ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ക്വസ്റ്റ്യൻ 22, ഇത് ആക്ച്വലി എന്തോ ക്ലറിക്കൽ എറർ സംഭവിച്ചു, കുറച്ച് ഡേറ്റാസ് മിസ്സിംഗ് ആണ്. സോ എനിക്ക് ആവശ്യമുള്ള ഡേറ്റാസ് ഞാൻ റൈറ്റ് ഡൗൺ ചെയ്തു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ December 24 അറ്റംപ്റ്റിലാണ്. സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്താൽ ക്വസ്റ്റ്യൻ കിട്ടും. സോ സെയിൽസ് 18 lakh ആണ്, 2 months ആണ് നമ്മൾ ക്രെഡിറ്റ് പീരീഡ് കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് 25%, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 4,50,000 1 month ആണ് ക്രെഡിറ്റ് പീരീഡ്. കോസ്റ്റ് ഓഫ് വേജസ് 3,60,000, ഡിലേ ഇൻ പേയ്മെന്റ് ഓഫ് വേജസ് 1 month ആണ്. ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് 4,80,000 ആണ്, ഡിലേ ഇൻ പേയ്മെന്റ് 1 month. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 1,20,000 ആണ്, ഡിലേ ഇൻ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 month ആണ്. ഇനി സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് 60,000 ആണ്, ക്വാർട്ടേർലി പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് അത്. ഓക്കെ, ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? 1 lakh ക്യാഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1 month സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ് ഗുഡ് ക്യാഷ് കോസ്റ്റ് ബേസിസിൽ വേണം ചെയ്യാൻ. ആൻഡ് 15% സേഫ്റ്റി മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാഷ് കോസ്റ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. ആൻഡ് ടോട്ടൽ നമ്മൾ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ആൻഡ് ഇവിടെ ഒരു പോയിന്റും പറയുന്നുണ്ട്, ഡിപ്രിസിയേഷൻ പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. സിമ്പിൾ ആണ്. ഇവരിവിടെ കുറേ അൺവാണ്ടഡ് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്ത് പോവാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ് 1 lakh ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് ഇവിടെ പറയുന്നുണ്ട് ക്യാഷ് കോസ്റ്റ് ബേസിസ് ആയതുകൊണ്ട് ടോട്ടൽ കോസ്റ്റിൽ വേണം എടുക്കാൻ. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 4,50,000 പ്ലസ് കോസ്റ്റ് ഓഫ് വേജസ് 3,60,000 പ്ലസ് ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്. ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, എക്സ്ക്ലൂഡ് ചെയ്തു എന്നല്ലേ. സോ പ്ലസ് 4,80,000 പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 1,20,000 പ്ലസ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് 60,000 ആഡ് ചെയ്താൽ 14,70,000 എന്ന് കിട്ടും. സോ 14,70,000 ഇൻറ്റു 2 divided by 12 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ദി ആൻസർ ആസ് 2,45,000 എന്ന് കിട്ടും. ഇനി പ്രീപെയ്ഡ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ്. സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് പ്രീപെയ്ഡ് ആണ്, ക്വാർട്ടേർലി പ്രീപെയ്ഡ് ആണ്. സോ 60,000 ഇൻറ്റു 3 divided by 12 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 15,000 എന്ന് കിട്ടും, 15,000. ഇനി ഇൻവെൻട്രീസ്, ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ഇല്ല, ആകെ റോ മെറ്റീരിയലും ഫിനിഷ് ഗുഡും മാത്രമേ ഉള്ളൂ. സോ റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ റോ മെറ്റീരിയൽ കോസ്റ്റ് 4,50,000. So 4,50,000 divided by the 1 month stock ആണ്. So into 1 by 12. So divide by 12 ചെയ്താൽ we get 37,500 എന്ന് കിട്ടും. And അതുപോലെ ഇൻവെൻട്രീസ് ഫിനിഷ് ഗുഡിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൺ ടോപ്പ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കോസ്റ്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കോസ്റ്റ് ഓഫ് മെറ്റീരിയലും കോസ്റ്റ് ഓഫ് വേജും ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സോ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 4,50,000, കോസ്റ്റ് ഓഫ് വേജ് 3,60,000 ആൻഡ് ക്യാഷ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് 4,80,000 ചേർത്താൽ 12,90,000 എന്ന് കിട്ടും. സോ 12,90,000 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. വി ഗെറ്റ് ദി ആൻസർ ആസ് 1,07,500 എന്ന് വരും. നമ്മുടെ പ്രൊമോഷൻ എക്സ്പെൻസും ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ അല്ല. സോ ആ രണ്ട് കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. നമ്മുടെ ടോട്ടൽ കറണ്ട് അസറ്റ് 5,05,000 വന്നു. ഇനി കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പം സൺട്രി ക്രെഡിറ്റേഴ്സ്, സോ റോ മെറ്റീരിയൽസ് വരുന്നത് 4,50,000. സോ 4,50,000 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 37,500 എന്ന് വരും. ഔട്ട്സ്റ്റാൻഡിങ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ടോട്ടൽ എത്രയാ? 4,80,000 ആണ്. So 4,80,000 divided by 12 is equal to 40,000 വരും, 40,000. And outstanding administrative expense എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. So 1,20,000 by 12 എന്ന് പറഞ്ഞാൽ we get it as 10,000 എന്ന് കിട്ടും. ഇനി outstanding wages ഉണ്ട്, that is equal to 3,60,000 ആണ്. സോ 3,60,000 1 month ആണ് ഡിലേ, ബൈ 12 ചെയ്താൽ
30,000 കിട്ടും. സോ ടോട്ടൽ കറണ്ട് ലയബിലിറ്റി 1,17,500 ആണ് ആൻഡ് ടോട്ടൽ കറണ്ട് അസറ്റ് 5,05,000 ആണ്. സോ നമ്മുടെ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് 5,05,000 മൈനസ് 1,17,500 ചെയ്താൽ 3,87,500 കിട്ടും. ഇതിനകത്ത് 15% കണ്ടിജൻസി. സോ 3,87,500ന്റെ 15% എന്ന് ചെയ്താൽ 58,125 കിട്ടും. സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഇസ് 4,45,625 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ കാൽക്കുലേഷൻസ് ഒന്നും ശ്രദ്ധിക്കേണ്ട. ആകെ ഓർക്കേണ്ട കാര്യം സെയിൽസ് ഓൺ ടോപ്പ് ഓഫ് കോസ്റ്റ്, ഐ മീൻ ഡെപ്റ്റേഴ്സ് നമ്മൾ വാല്യുവേറ്റ് ചെയ്യുന്നത് കോസ്റ്റിലാണെങ്കിൽ എല്ലാ കോസ്റ്റും ആഡപ്പ് ചെയ്യണം. പക്ഷെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ് വാല്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ക്വസ്റ്റ്യനിൽ. സോ ക്വസ്റ്റ്യൻ 22 ഓൾസോ കംപ്ലീറ്റ് ചെയ്തു. സോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഓക്കെ, സോ ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കിയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനിയിപ്പം സെക്കൻഡ് ഗ്രൂപ്പിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പോലും ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് EOQന്റെ കാൽക്കുലേഷൻ ആണ്. EOQ മീൻസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതായത് ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ആണ്. അതായത് ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്താൽ നമ്മുടെ കോസ്റ്റ് ഏറ്റവും മിനിമം. കോസ്റ്റിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ആണ്. ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും EOQയിൽ ഈക്വൽ ആയിരിക്കും, ഏറ്റവും മിനിമം ആയിരിക്കും. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യും? ഏറ്റവും മിനിമം ആയിരിക്കും. നമുക്ക് 50,000 യൂണിറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് പല ക്വാണ്ടിറ്റിയിൽ ഇത് പർച്ചേസ് ചെയ്യാം. സോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ടെൽസ് us the quantity at which our total ordering cost and carrying cost will be minimum and equal. So നമ്മുടെ total cost will be reduced. So EOQന്റെ equation is equal to EOQ is equal to root 2AO by C എന്ന് വരും. Okay, so first question work out ചെയ്യാം. Calculate the economic order quantity from the following data. Annual usage is 90,000 units. Cost of placing an order is rupees 300. Inventory carrying cost of 1 unit per unit is rupees 6. So root A എന്ന് പറഞ്ഞാൽ ആനുവൽ ഡിമാൻഡ് ആണ്. സോ 2 into 90,000 ആൻഡ് O എന്ന് പറയുന്നത് 300 ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ഇസ് 6. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദി ആൻസർ as 3,000 യൂണിറ്റ്സ് ആണ് EOQ കിട്ടുക. ഡൺ. സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 20 നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. 21 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 22 ഓൾസോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ദെൻ 23 ബൗമോൾസ് മോഡലാണ്. പേയബിൾ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ. 24 നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. 25 ചെയ്തു. ദെൻ 26 ചെയ്തിട്ടുണ്ട്. 27 നോക്കാം. ഓക്കെ, 27 EOQയിൽ വരുന്നതാണ്. X limited buys 1 lakh units of material P every month to supply steady demand for material in production. Order costs are rupees 200 per order and carrying costs are 10 paise per unit per month. Find out economic quantity. Should X Limited accept a quantity discount of 1 paise per unit for material P if it buys in lots of 50,000 units? Okay. So ആദ്യം നമ്മളോട് എന്താ പറയുന്നത്? ഫൈൻഡ് ഔട്ട് എക്കണോമിക് ക്വാണ്ടിറ്റി, EOQ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ആനുവൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ A is നമ്മുടെ ഇക്വേഷൻ എന്താ? റൂട്ട് 2AO by C. ഇതിങ്ങനെ നോക്കണ്ട, ഇവിടെ AS by I എന്നാണ് എഴുതിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് root 2AO by C. A is equal to annual demand, O is equal to ordering cost per order and C is equal to carrying cost per unit. So A annual consumption ആണ്. In total 1 lakh units ആണ്. ആൻഡ് നമ്മൾ ആനുവലി കൺവേർട്ട് ചെയ്താൽ 1 lakh യൂണിറ്റ് പെർ മന്ത് ആണ്. സോ 1 lakh into 12 ചെയ്താൽ 12 lakh യൂണിറ്റ്സ് എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ ഇസ് rupees 200. ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ദ ക്യാരിയിങ് കോസ്റ്റ് ആ 10 paise പെർ യൂണിറ്റ് പെർ മന്ത്. ഓക്കെ, പെർ യൂണിറ്റ് പെർ മന്ത് ആണ് 10 paise എന്ന് പറയുന്നത്. സോ നമുക്ക് പൈസേനെ
നമുക്ക് എങ്ങനെയാണ് റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 10/100 ചെയ്താൽ 0.1 കിട്ടും. അത് ആനുവലി ആക്കണം, ഇത് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. സോ ആനുവലി ആക്കാൻ ഇൻറ്റു 12 ചെയ്താൽ ₹1.2 പെർ യൂണിറ്റ് പെർ ആനം കിട്ടും. ദിസ് ഇസ് പെർ യൂണിറ്റ് പെർ ആനം. സി ഈസ് ഈക്വൽ ടു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ആണ്. ഓക്കെ, ഇത് പെർ യൂണിറ്റ് പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ സി എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ആണ്. വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തോ. എ ഈസ് ഈക്വൽ ടു ആനുവൽ ഡിമാൻഡ്. സോ മന്തിലോ വീക്സിലോ തന്നാൽ ആനുവലിലോട്ട് കൺവേർട്ട് ചെയ്യണം. O is equal to ordering cost per order and C is equal to carrying cost per unit per annum. So ഇവിടെ per month തന്നു, നമ്മൾ per annത്തിലോട്ട് മാറ്റി. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ റൂട്ട് is equal to 2 into 12 lakh into 200 divided by 1.2 ചെയ്താൽ നമുക്ക് 20,000 യൂണിറ്റ്സ് കിട്ടും. കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. Should X Limited accept a quantity discount of 1 paise per unit for material P if it buys in lots of 50,000 units? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 20,000 യൂണിറ്റ് വെച്ച് പർച്ചേസ് ചെയ്യണം. ഇതാണ് EOQ ഓഫർ. നമ്മളോട് പറയാണ് നിങ്ങൾ 20,000-ന് പകരം 50,000 യൂണിറ്റ് വെച്ച് അറ്റ് എ ടൈം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ടോട്ടൽ പ്രൈസിൽ നിന്ന് 1 പൈസ, ഇപ്പം 10 പൈസ, ക്യാരിയിങ് കോസ്റ്റ് 10 പൈസയാണ്, നമ്മൾ ഇപ്പം എത്രയാണോ പൈസ കൊടുക്കുന്നത് ആ പൈസയിൽ നിന്ന് 1 പൈസ നമ്മൾ റെഡ്യൂസ് ചെയ്ത് തരാം എന്നാണ് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ആദ്യമേ EOQയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, EOQയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ സൈസ് എത്രയാണ്? 20,000 ക്വാണ്ടിറ്റി ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഓർഡേഴ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മൊത്തം ആനുവലി നമുക്ക് 12 ലക്ഷം വേണം. ഓക്കെ, ആൻഡ് നമ്മൾ ഇപ്പം അറ്റ് പ്രസന്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20,000 ആണ്. സോ നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇസ് ഈക്വൽ ടു ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഓർഡർ സൈസ് അല്ലെങ്കിൽ ഓർഡർ quantity ആണ്. So annual demand is 12 lakh and order quantity is 20,000. So 12 lakh divided by 20,000 ചെയ്താൽ number of orders 60 എന്ന് കിട്ടും. Cost per order 200 ആണെന്നറിയാം. So total ordering cost എത്രയായിരിക്കും? Number of orders into cost per order ചെയ്താൽ we get 60 into 200 ചെയ്താൽ 12,000 എന്ന് കിട്ടും. ഇനി ക്യാരിയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് പറയുന്നത് ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ആവറേജ് ഇൻവെന്ററി നമ്മൾ എന്തിനാ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം 20,000 യൂണിറ്റ് പർച്ചേസ് ചെയ്ത് വെച്ചു എൻ്റെ വെയർ ഹൗസിൽ. എപ്പോഴും ആ 20,000 യൂണിറ്റ് എൻ്റെ വെയർ ഹൗസിൽ കാണും? ഇല്ല. അതിൽ നിന്ന് നമ്മൾ കൺസംഷൻ നടത്തിക്കൊണ്ടിരിക്കും. നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, ഓൺ ആൻ ആവറേജ് ആയിരിക്കും എപ്പോഴും വെയർ ഹൗസിൽ കാണാം. സോ ആവറേജ് യൂണിറ്റ് ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് ചെയ്താൽ മതി. സോ 20,000 by 2 ചെയ്താൽ 10,000 ആണ് ആവറേജ് യൂണിറ്റ് കിട്ടുക. ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 1.2 ആണ്. സോ 10,000 ഇൻറ്റു 1.2 ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് ആസ് 12,000 കിട്ടും. 12,000 ആണ് വരുന്നത്. ഓക്കെ, 12,000 കിട്ടും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് കോസ്റ്റും കൂടെ ആഡപ്പ് ചെയ്യാം. ഇപ്പൊ ഇവിടെ പർച്ചേസ് പ്രൈസ് ഒരു യൂണിറ്റിന് എത്ര രൂപയാണെന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യാത്തത്. അതും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പർച്ചേസ് പ്രൈസ്, ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ഇത് മൂന്നും ആഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ EOQയിൽ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് 12,000 ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റും 12,000 വന്നത്. സോ ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് 12,000 പ്ലസ് 12,000 ചെയ്താൽ 24,000 വരും. സോ EOQ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ 24,000 കിട്ടും. വേണമെങ്കിൽ എഴുതി വെച്ചോ, ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻവെന്ററി into carrying cost per unit. Okay, average inventory into carrying cost per unit. ഇനി ഡിസ്കൗണ്ട് ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയണേ? Should X Limited accept a quantity discount of 1 paise per unit for material P if it buys in lots of 50,000 units? നമ്മൾ 50,000 യൂണിറ്റ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് 1 പൈസ വെച്ചിട്ട് ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓർഡർ സൈസ് എത്രയാ? 50,000 വെച്ചിട്ടാണ് അറ്റ് എ ടൈം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു
കോസ്റ്റ് പെർ ഓർഡർ. നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ എങ്ങനെയാ കാണാ? ആനുവൽ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഓർഡർ ക്വാണ്ടിറ്റി ഓർ ഓർഡർ സൈസ്. സോ ആനുവൽ ഡിമാൻഡ് 12 lakh ആണ് ആൻഡ് നമ്മുടെ ഓർഡർ സൈസ് ഇപ്പോൾ 50,000 ആണ്. സോ 12 lakh divided by 50,000 ചെയ്താൽ we get 24 orders എന്ന് കിട്ടും. കോസ്റ്റ് പെർ ഓർഡർ 200 ആണ്. സോ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 24 into 200 is equal to 4,800 എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്യാരിയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. സോ ആവറേജ് ഇൻവെന്ററി എത്ര? 50,000 by 2 that is 25,000 and carrying cost per unit ഇപ്പം എത്ര? 1.2 ആണ്. So 25,000 into 1.2 ചെയ്താൽ 25,000 into 1.2 ചെയ്ത് എത്ര വരും? 30,000 എന്ന് കിട്ടും. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇപ്പം എത്രയായിട്ട് മാറി? നമ്മുടെ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് 4,800 ടോട്ടൽ ക്യാരിയിങ് കോസ്റ്റ് 30,000 ആണ്. സോ 30,000 പ്ലസ് 4,800 ചെയ്താൽ 34,800 എന്ന് കിട്ടും. ഇനി ഒരു അഡീഷണൽ പോയിന്റ് പറയുന്നുണ്ട്, നമുക്ക് ഒരു യൂണിറ്റിന് 1 പൈസ വെച്ചിട്ട് ഡിസ്കൗണ്ട് കിട്ടും. സോ മൊത്തം നമ്മൾ 12 ലക്ഷം യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. 1 പൈസ വെച്ച് ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും? 12 ലക്ഷം ഇൻറ്റു 0.01 ഇസ് ഈക്വൽ ടു 12,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ടാവും. സോ ഈ 34,800 നിന്ന് 12,000 ഡിസ്കൗണ്ടും കൂടെ കുറച്ചാൽ നമ്മുടെ പ്രൈസ് വിൽ ബി 22,800 ആണ് നമ്മുടെ നെറ്റ് കോസ്റ്റ് വരാം. ക്ലിയർ ആണോ? അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24,000നേക്കാൾ കുറവേ കോസ്റ്റ് വരൂ. That we can save 24,000 minus 22,800 is equal to 1,200 rupees നമുക്ക് സേവ് ചെയ്യാം. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ 27 ഓൾസോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഡൺ. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 28 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 29 ഡിസ്കസ് ചെയ്തു, 30 ഡിസ്കസ് ചെയ്തു, 31. ഓക്കെ, 31 സ്റ്റോക്ക് ലെവലിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റോക്ക് ലെവലിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് അറിയണം. ദാ പറഞ്ഞു പോവാം. റീഓർഡർ ലെവൽ അറിയണം, മിനിമം സ്റ്റോക്ക് ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ. Reorder level is maximum consumption into maximum reorder period. Minimum stock level is reorder level minus normal consumption into normal reorder period. Maximum stock level is equal to reorder level plus reorder quantity minus minimum consumption into minimum reorder period. And average stock level is equal to minimum level plus maximum level by 2. അറിയാം, എക്സ്പെക്ട് ചെയ്യാണ് ക്വസ്റ്റ്യൻ ചെയ്യാം. The components A and B are used as follows. Normal usage 300 units per week each. Maximum usage 450 units per week each. Minimum usage 150 units per week each. Reorder quantity A 2,400 units, B 3,600 units. Reorder period A 4 to 6 weeks, B 2 to 4 weeks. Calculate for each component A reorder level, B minimum level, C maximum level and D average stock level. So reorder level കാണാൻ എന്ത് ചെയ്യാം? maximum consumption into maximum reorder period ചെയ്താൽ മതി. ഓക്കെ, so maximum consumption into maximum reorder period എന്ന് പറഞ്ഞാൽ Aക്ക് maximum consumption തന്നിട്ടുണ്ട്, that is equal to reorder level is equal to maximum consumption into maximum reorder period ആണ്. മാക്സിമം കൺസംഷൻ എന്ന് പറഞ്ഞാൽ 450 ആണ് ആൻഡ് എക്ക് മാക്സിമം റീഓർഡർ പീരീഡ് 6. സോ 450 ഇൻറ്റു 6 ചെയ്താൽ 2,700 കിട്ടും. അതുപോലെ ബിക്ക് ആണെങ്കിൽ മാക്സിമം കൺസംഷൻ 450 ആണ് ആൻഡ് മാക്സിമം റീഓർഡർ പീരീഡ് 4. സോ 450 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 1,800 യൂണിറ്റ്സ്. ഇനി മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. സോ നമ്മൾ റീഓർഡർ ലെവൽ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് എക്ക് 2,700, ബിക്ക് 1,800 ആണ്. നോർമൽ കൺസംഷൻ ഇവിടെ തന്നിട്ടുണ്ട് 300 യൂണിറ്റ്സ് ആണ്. സോ 300. നോർമൽ റീഓർഡർ പീരീഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്ക് 4 + 6 10 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 5. അതുപോലെ ബിക്ക് 2 to 4 ആകുമ്പോൾ 2 + 4 6 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 3 എടുക്കണം. ഓക്കെ,
ഇവിടെ 6/2 ആൻഡ് ഇവിടെ 10/2 എടുത്താൽ we get normal reorder period. So 2700 minus 300 into 5 ചെയ്താൽ 1200 യൂണിറ്റ്സും 1800 minus 900 ചെയ്താൽ 900 യൂണിറ്റ്സും കിട്ടും. ഇനി മാക്സിമം ലെവൽ ഇസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി minus minimum consumption into minimum reorder period. So reorder level 2700, ഇവിടെ 1800. Reorder quantity question തന്നിട്ടുണ്ട് 2400 and 3600 ആണ്. So 2400 and 3600 minus minimum consumption into minimum reorder period. Minimum consumption എത്രയാ? രണ്ട് സ്ഥലത്തും 150 ആണ്. മിനിമം റീഓർഡർ പീരീഡ് എക്ക് 4ഉം ബിക്ക് 2 ആണ്. സോ ഇൻറ്റു 4 ഇൻറ്റു 2 ചെയ്താൽ 4500 യൂണിറ്റ്സ് ആൻഡ് 5100 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇനി ആവറേജ് സ്റ്റോക്ക് ലെവൽ. ആവറേജ് സ്റ്റോക്ക് ലെവൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ബൈ 2. ദാറ്റ് ഇസ് എക്ക് 1200 പ്ലസ് 4500 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ we get 2850 യൂണിറ്റ്സ് എന്ന് കിട്ടും. അതുപോലെ ബിക്ക് ആണെങ്കിലോ 900 പ്ലസ് 5100 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് 3000 യൂണിറ്റ്സ് കിട്ടും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ആവറേജ് സ്റ്റോക്ക് ലെവൽ. സോ ക്വസ്റ്റ്യൻ നമ്പർ 31 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 32. ദാറ്റ് ഇസ് നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. A company manufacturing a special product which requires a component alpha. The following particulars are available. Annual demand of alpha 8000 units. Cost of placing an order rupees 200 per order. Cost per unit of alpha rupees 400. Carrying cost 20% per annum. The company has been offered a quantity discount of 4% on purchase if order size is 4000 components at a time. Compute the EOQ. Advise whether the quantity discount offer can be accepted. So നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? EOQ കമ്പ്യൂട്ട് ചെയ്യാം. EOQ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ A is equal to 8000 units, O is equal to 200 and C നമ്മൾ കാണണം. C എന്ന് പറയുന്നത് 20% ആണ് തന്നിട്ടുണ്ട്. So C is equal to 400ന്റെ 20%. That is equal to 400 into 20% എടുത്താൽ we get 80 എന്ന് കിട്ടും. So solve ചെയ്താൽ root 2 into A 8000 into O is equal to 200 divided by 80. So we get the answer as 200 units. So EOQ 200 ആണ്. നമ്മളോട് പറയുന്ന ഒരു സെക്കൻഡ് കണ്ടീഷൻ ആണ് അഡ്വൈസ് വെദർ ദ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ. നമ്മുടെ സപ്ലയർ നമ്മളോട് പറയാണ് നിങ്ങൾ അറ്റ് എ ടൈം 200 യൂണിറ്റ്സിന് പകരം 4000 യൂണിറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസിന് 4% ഡിസ്കൗണ്ട് ഞങ്ങൾ തരാമെന്ന് പറയാണ്. സോ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു പർച്ചേസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണിക്കാം. ആ ക്വസ്റ്റ്യനിൽ പർച്ചേസ് കോസ്റ്റ് തന്നിട്ടുണ്ടായില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ട് പർച്ചേസ് കോസ്റ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്, 400 ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്തു. ദാറ്റ് ഇസ് ആനുവൽ ഡിമാൻഡ് ഇൻറ്റു പർച്ചേസ് കോസ്റ്റ് 8000 ഇൻറ്റു 400 ചെയ്താൽ 32 lakh എന്ന് കിട്ടും. ഓർഡറിംഗ് കോസ്റ്റ് എങ്ങനെ കാണും, നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇൻറ്റു കോസ്റ്റ് പെർ ഓർഡർ. നമ്പർ ഓഫ് ഓർഡേഴ്സ് ഇസ് annual demand, that is 8000, divide by ordering quantity, that is 200. So 8000 divided by 200 എന്ന് പറഞ്ഞാൽ 40 ആണ്. And cost per order is equal to 200 is equal to 8000 എന്ന് വരും. ഓക്കെ, ഇനി carrying cost എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻവെന്ററി ഇൻറ്റു ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. ആവറേജ് ഇൻവെന്ററി എങ്ങനെ കാണും, നമ്മുടെ EOQ is 200, so 200 by 2, this is average inventory into carrying cost per units is 80, so 80 into 100 ചെയ്താൽ 8000 കിട്ടും. ദേ കണ്ടോ, EOQ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വന്നത്. So total cost is equal to 32,16,000 എന്ന് കിട്ടും. When discount is accepted, discount accept ചെയ്താൽ നമ്മൾ ഇനി എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന അറ്റ് എ ടൈം, 4000 യൂണിറ്റ്സ് ആണ് അറ്റ് എ ടൈം ഓർഡർ ചെയ്യുന്നത്. പക്ഷെ പർച്ചേസ് പ്രൈസ് ഇനി 400 ആണോ, അല്ല, 400ന്ന് 4% കുറച്ച് 384 ആണ്.
So 8,000 into 384 ചെയ്താൽ 30,72,000 കിട്ടും. And ordering cost is equal to annual demand divided by ordering quantity. So 8,000 divided by 4,000 into ordering cost per order is 200. So we get it as 400 എന്ന് കിട്ടും. ഇനി carrying cost ആണെങ്കിൽ average inventory into carrying cost per unit. Average inventory is 4,000 by 2 ചെയ്യണം. ആൻഡ് ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 384. നേരത്തെ പർച്ചേസ് പ്രൈസ് 400 ആയിരുന്നപ്പോൾ 80 ആണ്. ഇപ്പൊ പർച്ചേസ് പ്രൈസ് എത്രയായിട്ട് മാറി? 384 ആയി. സോ 384ന്റെ 20% ആണ് നമ്മുടെ ക്യാരിങ് കോസ്റ്റ് പെർ യൂണിറ്റ്. സോ 384ന്റെ 20% പറഞ്ഞാൽ 76.8 എന്ന് കിട്ടും. ഇൻറ്റു 2000 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 1,53,600. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ വിൽ ബി 32,26,000. നമ്മൾ EOQ ആണെങ്കിൽ 32,16,000 ആവുള്ളൂ. പക്ഷെ ഡിസ്കൗണ്ട് അക്സെപ്റ്റ് ചെയ്താൽ ഇവിടെ കോസ്റ്റ് എത്ര വരും? 32,26,000 ആവും. സോ ബെറ്റർ നോട്ട് ടു അക്സെപ്റ്റ് ആണ്. കഴിഞ്ഞു. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി 33 നമുക്ക് ചെയ്യാം. 34 നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. EOQ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ഓൾസോ എക്സിസ്റ്റിംഗ് പോളിസി ആൻഡ് EOQ പോളിസി വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പേയബിൾ മാനേജ്മെന്റിൽ വരുന്നതാണ് ബൗമോൾസ് മോഡൽ. ഈ ബൗമോൾസ് മോഡല് നമുക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് C is equal to √2AF divided by O. A എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാഷ് റിക്വയർമെന്റ്, F എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ ആൻഡ് O എന്ന് പറയുന്നത് our opportunity cost. ഓക്കെ, നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ EOQ ചെയ്തില്ല, ആ ഒരു സെയിം കോൺസെപ്റ്റ് ആണ് വരുന്നത്. സോ അതായത് എന്തുമാത്രം ക്യാഷ് നമ്മൾ അറ്റ് എ ടൈം, നമ്മൾ ക്യാഷ് പല സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഷെയർസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അറ്റ് എ ടൈം എന്തുമാത്രം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ഇതാണ് നമ്മൾ നോക്കുന്നത്. The outgoings of X Limited are estimated to 5 lakh per annum. Okay, so A is equal to 5 lakh spread evenly throughout the year. The money on deposit earns 12% per annum, that is opportunity cost, more than money in a current account. The switching cost per transaction are 150, that is F. Fixed cost per transaction 150 ആണ്. Calculate optimum amount to be transferred. So equation substitute ചെയ്യാം. 2 into 5 lakh into 150 divided by 12% per annum എന്ന് പറഞ്ഞാൽ 0.12. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ₹35,000 എന്ന് കിട്ടും. കഴിഞ്ഞു. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഒരു എക്സാം ക്വസ്റ്റ്യൻ. ബൗമോൾസ് മോഡൽ വെച്ച് ചെയ്യുന്ന ഒരു എക്സാം ക്വസ്റ്റ്യൻ ഇവിടെ എവിടെയോ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യനും കൂടെ ചെയ്താൽ ഈ ചാപ്റ്റർ നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ June 24 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The annual cash requirement of MJ Limited is rupees 10 lakh. The company has marketable securities in lot sizes of rupees 50,000, 1 lakh, 2 lakh, 2,50,000 and 5 lakh. Cost of conversion of marketable security per lot is rupees 1,000. That is conversion cost 1,000 ആണ്. The company can earn 5% annual yield on its securities. As a cost and management accountant, you are required to prepare a table indicating which lot size will have to be sold by the company. Also shows the economic lot size can be obtained by Baumol model. Okay. So നമുക്ക് ലോട്ട് സൈസ് തന്നിട്ടുണ്ട് 50,000, 1 lakh, 2 lakh, 2,50,000 and 5 lakh. ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ചോദിക്കുന്നത്. സോ ലോട്ട് സൈസസ് എടുത്തെഴുതാം. ആനുവൽ ക്യാഷ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. എല്ലാ കേസിലും ആനുവൽ ക്യാഷ് റിക്വയർമെന്റ് 10 ലക്ഷമാണ്. സോ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, അവിടെ നമ്മൾ EOQയിൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് നോക്കി, ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. ദാറ്റ് ഇസ് annual cash transaction divided by lot size of security ചെയ്താൽ മതി. സോ ഫസ്റ്റ് കേസിൽ 10 lakh divided by 50,000 ചെയ്താൽ we get 20 എന്ന് കിട്ടും. നെക്സ്റ്റ് കേസിൽ 10 lakh divided by 1 lakh ചെയ്താൽ 10 കിട്ടും. അടുത്തത് 10 lakh divided by 2 lakh ചെയ്താൽ 5 കിട്ടും. 10 lakh divided by 2,50,000 ചെയ്താൽ 4 കിട്ടും. ആൻഡ് 10 lakh divided by 5 lakh ചെയ്താൽ
2 കിട്ടും. ഓക്കെ, സോ ഫിക്സ്ഡ് കൺവേർഷൻ കോസ്റ്റ് പെർ ട്രാൻസാക്ഷൻ നമുക്കറിയാം എത്രയാന്നാ പറയുന്നത് 1000 പെർ ലോട്ട് ആണ്. ആൻഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ 20, 10, 5, 4 ആൻഡ് 2 ആണ്. സോ 20 into 1000 ചെയ്താൽ 20,000 ആണ്. 10 into 1000 is 10,000, 5 into 1000 5,000, 4 into 1000 4,000, 2 into 1000 2,000. ഓക്കെ, ഇനി ഓപ്പർച്യൂണിറ്റി ഹോൾഡിംഗ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ആവറേജ് ഹോൾഡിംഗ് ക്യാഷ്. നമ്മൾ ആവറേജ് ഇൻവെന്ററി എന്തിനാ എടുത്തത്? നമ്മൾ കൊണ്ടുവന്ന റോ മെറ്റീരിയൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന ക്യാഷ് നമ്മൾ ഇങ്ങനെ ഡ്രോയറിൽ ഇട്ട് വെച്ചുകൊണ്ടിരിക്കും ഇല്ല, അതും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആവറേജ് ആയിരിക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുക എന്നുള്ള ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആവറേജ് കാണുമ്പോൾ ഇവിടെ 50,000 ആവറേജ്, ദാറ്റ് ഇസ് 50,000 by 2 is 25,000, and 1 lakh in the average, that is 50,000. 2 lakh divided by 2, 1 lakh. 2 lakh 50,000 by 2, 1 lakh 20,000. 5 lakh by 2 is equal to 2 lakh 50,000, and opportunity cost is 5%. So 5% ആണ് opportunity cost എന്ന് പറയുന്നത്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ പുറത്തായിരിക്കും? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറ്റ് 5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ആവറേജ് ഹോൾഡിംഗ് ഓഫ് ക്യാഷ് 25,000 ആണ്. സോ 25,000ന്റെ 5% is 1,250. 50,000ന്റെ 5% is 2,500. 1 lakhന്റെ 5% is 5,000. 1 lakh 25,000ന്റെ 5% is 6,250. and 2,50,000ന്റെ 5% is 12,500. സോ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഹോൾഡിംഗ് കോസ്റ്റും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഫിക്സ്ഡ് കൺവേർഷൻ കോസ്റ്റും കണ്ടുപിടിച്ചു. ഓക്കെ, ടോട്ടൽ കൺവേർഷൻ കോസ്റ്റ് കണ്ടുപിടിച്ചു. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 plus 1,250, 21,250, 10,000 plus 2,500, 12,500, 5,000 plus 5,000, 10,000, 4,000 plus 6,250, 10,250, and 2,000 plus 12,500 is equal to 14,500. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ പുറത്താണ്? ആവറേജ് ഹോൾഡിംഗ് ക്യാഷിന്റെ പുറത്താണ്. ഓക്കെ, അത്രയും ക്യാഷിനായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ? ആ ഇൻട്രസ്റ്റ് എന്തുമാത്രമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അതിൽ ഇൻട്രസ്റ്റ് നമുക്ക് നഷ്ടമാവും. സോ അതിന്റെ പുറത്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറയുന്നുണ്ട്, എക്കണോമിക് ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനു മുന്നേ ഇവിടെ ഒരു കൺക്ലൂഷൻ നമ്മൾ ഡ്രോ ചെയ്യണം. സോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും മിനിമം കോസ്റ്റ് ഇസ് 10,000. അത് ഇൻകർ ആവുന്നത് 2 lakh lot സൈസിലാണ്. സോ ഫ്രം ദ above table it is clear that total cost is minimum at rupees 10,000 when the lot size of the security is rupees 2 lakh. ഇനി എക്കണോമിക് ലോട്ട് സൈസ് കാണുമ്പോൾ ആനുവൽ ക്യാഷ് റിക്വയർമെന്റ് is 10 lakh, ഫിക്സ്ഡ് കൺവേർഷൻ കോസ്റ്റ് is rupees 1,000, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 5% ആണ്, ദാറ്റ് is 0.05. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് rupees 2 lakh എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഏറ്റവും മിനിമം കോസ്റ്റ് എവിടെ വരാം? നമ്മുടെ എക്കണോമിക് ലോട്ട് സൈസിലാണ്. നമ്മളിവിടെ ചെയ്ത് നോക്കിയപ്പോഴും ഏറ്റവും മിനിമം 2 lakhലാണ് വരുന്നത്. ഡൺ. സോ അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോഫാർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കഴിഞ്ഞു, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റും കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് ലിവറേജസ്. വേഗം നോക്കി തീർക്കാം, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. സോ വാട്ട് ഈസ് ലിവറേജ്? ലിവറേജ് മീൻസ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ റിട്ടേൺ ഓഫ് ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലിവറേജ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ലിവറേജ് മീൻസ് യൂസിങ് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ദ റിട്ടേൺ ഓഫ് ബിസിനസ്. So in finance, leverage shows how a small change in sales can cause a big change in profit because of fixed cost. ഫിക്സ്ഡ് കോസ്റ്റ് കാരണം എങ്ങനെ നമ്മുടെ സെയിൽസിന് അല്ലെങ്കിൽ റിട്ടേണിന് ചേഞ്ച് ഉണ്ടാവും. ദിസ് ചേഞ്ച് ക്യാൻ ബി എ പോസിറ്റീവ് ചേഞ്ച് ആൻഡ് ഓൾസോ എ നെഗറ്റീവ് ചേഞ്ച്. നമുക്ക് ഇൻക്രീസും ചെയ്യാം പ്രോഫിറ്റ്, അതേസമയം പ്രോഫിറ്റ് ഡിക്രീസ് ആവാനും പറ്റും. ലിവറേജ് മെയിൻലി 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, second one is financial leverage, and third one is combined leverage. Okay, ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുക? ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടാണ് ഉണ്ടാവുന്നത്.
ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഓക്കെ, ഞാൻ ഈസിലി ഒരു ട്രിക്ക് പറഞ്ഞുതരാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ വി ഗെറ്റ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ EBIT കിട്ടും. EBITന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് EBT കിട്ടുക. ഈ EBTന്ന് ടാക്സ് കുറച്ചാലാണ് നമുക്ക് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുക. ഇവിടുന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചാൽ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഈ കാണിക്കുന്ന ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സോ ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നത്? ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടാണ്. സോ ഈ 3 ഐറ്റംസ് എടുക്കുക, ഇതിനെ സെന്ററിൽ വെക്കുക. മേലെ ഉള്ളത് കോൺട്രിബ്യൂഷൻ ആൻഡ് താഴെയുള്ളത് EBIT. സോ ദ ഇക്വേഷൻ വിൽ ബി കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സോ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഷോസ് ഹൗ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എഫക്ട് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. എന്തൊക്കെയുണ്ട്? സാലറി ഉണ്ട്, റെന്റ് ഉണ്ട്. If a company has a high fixed cost, a small increase in sales will create a large increase in EBIT. നമ്മുടെ സെയിൽസിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ നമ്മുടെ EBITയിൽ എന്ത് ചെയ്യും? അതിനേക്കാൾ വലിയൊരു വേരിയേഷൻസ് വരും. സോ ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, നമ്മുടെ സെയിൽസിൽ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നാൽ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് എവിടെ ഉണ്ടാവും? നമ്മുടെ EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ ഉണ്ടാവും. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു it shows how fixed financial costs like interest affects earnings per share. നമ്മുടെ EPSനെ എങ്ങനെ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റ്, അതായത് ഇവിടെ ഫിക്സ്ഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് ഓൾസോ ഉണ്ട്. നമ്മളിപ്പോ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്തിനെ പറ്റി മാത്രം? ഇൻട്രസ്റ്റിനെ മാത്രം. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് കാരണം എങ്ങനെ ഏർണിങ്സ് പെർ ഷെയറിന് എഫക്റ്റ് വന്നു. സോ ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു percentage change in EPS divided by percentage change in EBIT. So നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് EBIT by EBT. ആ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് പറഞ്ഞുതരാം. ഇൻട്രസ്റ്റ് അല്ലേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലിവറേജിനെ. സോ ഇൻട്രസ്റ്റ് നമ്മൾ സെന്ററിൽ വെച്ചു, മേലെ EBIT, താഴെ EBT. സോ EBIT ഡിവൈഡഡ് ബൈ EBT. തേർഡ് വൺ ഇസ് കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? കോൺട്രിബ്യൂഷൻ ബൈ EBIT, this is operating leverage, into EBIT divided by EBT, this is financial leverage. ഇതും ക്യാൻസൽ ആയി കഴിഞ്ഞ ഇക്വേഷൻ എന്ത് വന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT എന്ന് വരും. അതുപോലെ ഇവിടെ എന്ത് വന്നു? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. എന്താ? പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് ഓപ്പറേറ്റിംഗ്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, സോ ഈ EBITയും ക്യാൻസൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഇൻ സെയിൽസ് ആയില്ലേ കമ്പൈൻഡ് ലിവറേജ്. ഈ ഇക്വേഷൻസ് ഇത്രയും ഒന്ന് ആലോചിച്ച് വെച്ചാൽ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റും. സോ വാട്ട് ഈസ് ലിവറേജ്? നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് കാരണം ഹൗ ഇറ്റ് ചേഞ്ച് അവർ സെയിൽസ് അല്ലെങ്കിൽ റിട്ടേൺ. ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ്. നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് നമ്മുടെ സെയിൽസിൽ വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ചേഞ്ച് എവിടെ വരും? EBITയിൽ വരാം. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അത് എന്തുകൊണ്ട് ഇൻകർ ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ കോൺസെപ്ച്വലി ഫുള്ളി നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. സോ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ ഇസ് ചേഞ്ച് ഇൻ EBIT, percentage change in EBIT divided by percentage change in sales or contribution divided by EBIT. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിലോ percentage change in EPS divided by percentage change in EBIT or EBIT divided by EBT. ഇനി കമ്പൈൻഡ് ലിവറേജ് ആണെങ്കിൽ എങ്ങനെ വരും? percentage change in EPS divided by percentage change in sales, and combined leverage ന്റെ മറ്റേ ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഓക്കെ, സോ ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അറൌണ്ട് 8 പ്രോബ്ലംസ് ഉണ്ട് ചെയ്യാൻ. 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്
കുറച്ച് വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. MJK Limited has the following summarized balance sheet and income statement. ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലെവറേജ് അറ്റ് ദി കറന്റ് സെയിൽസ് ലെവൽ ഇഫ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അതർ ദാൻ ഡിപ്രിസിയേഷൻ ആർ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, സോ ഡിപ്രിസിയേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും എന്താ, വേരിയബിൾ കോസ്റ്റ് ആണ്. ഇഫ് ടോട്ടൽ അസറ്റ് റിമെയിൻ ദ സെയിം ബട്ട് സെയിൽസ് increase by 20% and decrease by 20%, what will be the EPS in new situation? So EPS calculate ചെയ്യണം when there is 20% increase and 20% decrease in sales. So അതിനു മുന്നേ ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ് നോക്കാം. So ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ പഠിച്ചത് എന്താ, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലെ, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ്. സോ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ 3,40,000 ആണ് സെയിൽസ്. സെയിൽസ് ചെയ്ത് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ 1,20,000 60,000 മാത്രം ഫിക്സ്ഡ് ആണ്, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1,20,000 മൈനസ് 60,000 ദാറ്റ് ഇസ് 60,000 വരും. So 3,40,000 minus 60,000 ചെയ്താൽ we get contribution. Okay, 3,40,000 minus 60,000 ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടും, 2,80,000 കിട്ടും. സോ നമുക്കൊന്ന് എഴുതാം, സെയിൽസ് ഇസ് ഈക്വൽ ടു 3,40,000, വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 60,000. So contribution is equal to 2,80,000 and fixed cost എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഡിപ്രിസിയേഷൻ 60,000 വരും. Therefore contribution in the fixed cost കുറച്ചാൽ നമുക്ക് EBIT കിട്ടും. So 2,80,000 minus 60,000 is equal to 2,20,000 വരും. ബാക്കി കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, ഈ ഒരു ഇത്രയും കാര്യം മാത്രം നമുക്കൊന്ന് എഴുതി വെക്കാം. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT, ദാറ്റ് ഇസ് 2,80,000 ഡിവൈഡഡ് ബൈ 2,20,000 എന്ന് വരും. 2,80,000 ഡിവൈഡഡ് ബൈ 2,20,000 ഇസ് ഈക്വൽ ടു 1.27 വരും. ഇതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ EBT ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2,20,000 ഡിവൈഡഡ് ബൈ 1,60,000. സോ 2,20,000 divided by 1,60,000 is equal to 1.375 എന്ന് വരും. നമ്മുടെ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ 1.37 എടുത്തിട്ടുള്ളൂ. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്താ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് 1.27 ഇൻറ്റു 1.37 ചെയ്താൽ 1.75 എന്ന് കിട്ടി. സോ 3 ലിവറേജസ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മളോട് പറയുന്നത് സെയിൽസ് 20% ഇൻക്രീസ് ചെയ്താലും 20% ഡിക്രീസ് ചെയ്താലും എന്തായിരിക്കും EPS. സോ ഇവിടെ അറ്റ് പ്രസന്റ് നമ്മുടെ സെയിൽസ് 3,40,000. ഓക്കെ, സോ 3,40,000 20% ഇൻക്രീസ് ചെയ്താൽ ടോട്ടൽ സെയിൽസ് വിൽ ബി 4,08,000 ആൻഡ് ഡിക്രീസ് ചെയ്താൽ 2,72,000 വരും. അറ്റ് പ്രസന്റ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എത്രയാ, 60,000 ആണ്. ദാറ്റ് ഇസ് ഫോർ 3,40,000. ഇനി 20% ഇൻക്രീസ് ചെയ്താൽ 60,000 വേരിയബിൾ കോസ്റ്റും 20% ഇൻക്രീസ് ചെയ്യണ്ടേ. So 60,000 plus 20% is 72,000 and 60,000 minus 20% is equal to 48,000 എന്ന് വരും. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ അത് അതുപോലെ തന്നെ 60,000 എഴുതാം. So EBIT will be 4,08,000 minus 72,000 minus 60,000, that is 2,76,000. and ഇവിടെ 2,72,000 minus 48,000 minus 60,000 is equal to 1,64,000 എന്ന് വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 60,000 ആണ്. ഇൻട്രസ്റ്റ് 60,000 കുറച്ചാൽ EBT 2,16,000 1,04,000 കിട്ടും. ഇനി ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ
35% ആണ് നമ്മുടെ ടാക്സ് റേറ്റ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കാണും എന്ന് പറഞ്ഞാൽ 1,60,000 ആണ് EBT. ടാക്സ് 56,000 ആന്ന് പറയാണ്. സോ 56,000 into 100 ഡിവൈഡഡ് ബൈ 1,60,000 ചെയ്താൽ പോരെ എത്ര പെർസെൻറ്റേജ് ആണെന്നറിയാൻ. സോ 56,000 into 100 ഡിവൈഡഡ് ബൈ 1,60,000 ചെയ്താൽ we get 35% as our tax rate. അങ്ങനെയാണ് നമുക്ക് 2,16,000 35% 75,600 1,04,000 35% 36,400 കിട്ടുക. ഇനി ഈ 80 എന്ന് പറഞ്ഞാൽ 1,40,400 67,600 വരും. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഏർണിംഗ്സ് പെർ ഷെയർ എങ്ങനെ കാണാം? ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്താൽ EPS കിട്ടും. EPS നമുക്ക് കാണണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് വേണം. ഇവിടെ 8 lakh ആണ് ടോട്ടൽ എമൗണ്ട്. ഒരു ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 8 lakh divided by 10, that is equal to 80,000 കിട്ടും. സോ 1,40,400 divided by 80,000 ചെയ്താൽ EPS ഇവിടെ 1.75 67,600 divided by 80,000 ചെയ്താൽ 0.84 കിട്ടും. കഴിഞ്ഞു. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 65. പ്രീവിയസ് ഇയർ December 23 അറ്റംപ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The balance sheet of a company for the year 23-24 is given below. Liabilities ഉണ്ട്, amount ഉണ്ട്, asset amount ഉണ്ട്, equity share capital, retained earnings, 10% long term debt, current liability, fixed asset current asset. The company's total asset turnover ratio is 3. Fixed operating cost is 2 lakh. Variable operating cost ratio is 40%. Income tax rate എന്ന് പറഞ്ഞാൽ 30% ആണ്. Calculate degree of operating leverage, degree of financial leverage and degree of combined leverage. Okay, so നമുക്ക് ഇവിടെ സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടില്ല. പകരം ടോട്ടൽ അസറ്റ് ടേൺഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ടേൺഓവർ റേഷ്യോ എന്താ? സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇസ് ഈക്വൽ ടു 3. ടോട്ടൽ അസറ്റ് 4 lakh എന്നറിയാം. സോ സെയിൽസ് ഇസ് ഈക്വൽ ടു 4 lakh into 3 ചെയ്താൽ we get 12 lakh as our sales. ദേ കണ്ടോ, സെയിൽസ് നമുക്ക് 12 ലക്ഷം എന്ന് കിട്ടി. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. വേരിയബിൾ കോസ്റ്റ് എത്രയാന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 40% ആണ്. സോ 12 lakhന്റെ 40% എന്ന് പറഞ്ഞാൽ 12 ലക്ഷത്തിന്റെ 40% is equal to 4,80,000 ആണ്. ഓക്കെ, so we get the contribution as 12 lakh minus 4,80,000 is equal to 7,20,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ദാറ്റ് ഇസ് 2 lakh കുറച്ചാൽ we'll get EBIT കിട്ടും. EBIT കിട്ടും. So 7,20,000 minus 2 lakh is equal to 5,20,000 ആണ് നമ്മുടെ EBIT. ഈ EBIT നമ്മൾ ഇനി എന്ത് കുറയ്ക്കുക? ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് കാണെങ്കിൽ എന്ത് ചെയ്യണം? എന്താ, ലോങ് ടേം ഡെപ്റ്റ് 1,60,000 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണ്. സോ 1,60,000 10% എന്ന് പറഞ്ഞാൽ 16,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, 16,000 ആണ് ഇൻട്രസ്റ്റ്. സോ EBT is equal to 5,20,000 minus 16,000 is equal to 5,04,000 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് ലെവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. സോ 7,20,000 ഡിവൈഡഡ് ബൈ 5,20,000 ചെയ്താൽ മതി. 7,20,000 divided by 5,20,000 is equal to 1.38 എന്ന് കിട്ടും. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് കാണുമ്പോൾ that is equal to EBIT divided by EBT, that is 5,20,000 divided by 5,04,000 ചെയ്താൽ we get 1.03 എന്ന് കിട്ടും. സോ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും കിട്ടിയാൽ കമ്പൈൻഡ് ലിവറേജ് കാണാലോ. that is 1.38 into
1.03 1.38 into 1.03 ചെയ്താൽ we get combined leverage as 1.42 എന്ന് കിട്ടും. So question 65 also നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദിസ് ഇസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. Okay, a firm sells a product at rupees 23 per unit. Variable cost is rupees 17 per unit. Fixed cost are 2,80,000. Current sales are 1,45,000 units. The firm has 11% debentures of rupees 10 lakh. Tax rate is 30%. What is the number of units that would be sold so that the EBT is equal to 0? If EBIT increases to 3 times the current EBIT, what is that EAT? What will be the degree of operating financial and combined leverage? Okay. So first question നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ EBT equal to 0 ആവണം. EBT should be equal to 0. So sales minus variable cost ആണ് contribution. Contribution in the fixed cost കുറച്ചാൽ നമുക്ക് EBIT കിട്ടും. EBITന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് EBT കിട്ടുക. ഓക്കെ, ദിസ് EBT ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുമാത്രം സെയിൽസ് വേണം എന്നാണ് ചോദ്യം. ഇനി നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് വന്നിട്ടുണ്ട്? കറണ്ട് സെയിൽസ് ആർ 1,45,000 യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് 17 പെർ യൂണിറ്റ്. ഓക്കെ, സോ വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? 17x എന്ന് എഴുതാം. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 17x എന്ന് കൊടുക്കാം. ഇനി അടുത്ത ഡേറ്റ് എന്താ പറയുന്നത് നമ്മുടെ അടുത്ത്? ഫിക്സ്ഡ് കോസ്റ്റ് ആർ 2,80,000. ഫിക്സ്ഡ് കോസ്റ്റ് പറയുന്നത് 2,80,000 ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഇസ് 2,80,000 ആൻഡ് സെല്ല് ചെയ്യുന്നത് 23 റുപ്പീസിനാണ്. ഓക്കെ, ദിസ് എക്സ് ഇസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്തത്. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് 23 ആണെങ്കിൽ 23x എന്ന് വരും. ആൻഡ് കോൺട്രിബ്യൂഷൻ വിൽ ബി 23 മൈനസ് 17 ഇസ് ഈക്വൽ ടു 6x എന്ന് വരും. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി. അപ്പോൾ EBIT വിൽ ബി 6x മൈനസ് 2,80,000. ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. 11% ഓഫ് 10 lakh, 10 ലക്ഷത്തിന്റെ 11%, ദാറ്റ് ഇസ് 1,10,000 എന്ന് കിട്ടും. 1,10,10,000 എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ. 6x മൈനസ് 2,80,000, 6x മൈനസ് 2,80,000 is equal to 1,10,000 വരണ്ടേ അല്ലേ? ഈ EBITയും ഈ ഇൻട്രസ്റ്റും സെയിം ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് EBT 0 കിട്ടൂ. സോ 6x minus 2,80,000 should be equal to 1,10,000. Therefore 6x is equal to 2,80,000 plus 1,10,000 is equal to 3,90,000 എന്ന് കിട്ടും. Therefore x is equal to 3,90,000 divided by 6, that is 65,000 എന്ന് വരും. 65,000 യൂണിറ്റ്സ് കിട്ടും. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് അറിഞ്ഞൂടാ, നമ്മൾ അത് തന്നെ എക്സ് ആയിട്ട് കൊടുത്തു. ബാക്കി നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫിൽ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് EBIT increases to 3 times the current EBIT, what is the EAT? ഇപ്പൊ കറണ്ട് EBIT എത്രയാണോ അതിനേക്കാൾ 3 times ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? കറണ്ട് EBIT കമ്പ്യൂട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതൊന്ന് ഈ ഡേറ്റാസ് ഒന്ന് ക്ലിയർ ചെയ്യാണ്. കറണ്ട് EBIT നോക്കാം. സോ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 1,45,000 into 23, that is 33,35,000. ആൻഡ് വേരിയബിൾ കോസ്റ്റ് is 17 per unit. സോ ഇപ്പോഴത്തെ സെയിൽസ് is equal to 33,35,000 ആണ്. ആൻഡ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 17 into 1,45,000, that is equal to 24,65,000 എന്ന് വരും.
കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 33,35,000 minus 24,65,000 is equal to 8,70,000 ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാന്ന് പറയേണ്ട ക്വസ്റ്റ്യനിൽ 2,80,000 ആണ്. സോ 8,70,000 minus 2,80,000 ചെയ്താൽ we get 5,90,000 കിട്ടും. 5,90,000. This is EBIT. ഇനി EBIT ന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ EBT കിട്ടും. ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 10 ലക്ഷത്തിന്റെ 11%. ദാറ്റ് ഇസ് 1,10,000 ആണ്. So 5,90,000 minus 1,10,000 ചെയ്താൽ we get 4,80,000 as our EBT. Okay. EBT is equal to 4,80,000 കിട്ടും. ഇനി ക്വസ്റ്റ്യൻ എന്താ പറയണേ? EBIT 3 times increase ചെയ്തു. കറന്റ് EBIT 5,90,000. സോ 3 times increase ചെയ്തു എന്ന് പറഞ്ഞാൽ 17,70,000 ആയിട്ട് മാറി. ഓക്കെ, ദിസ് ഇസ് അവർ ന്യൂ EBIT. സോ നമ്മുടെ ന്യൂ EBT എന്ത് വരും? 17,70,000 മൈനസ് ഇൻട്രസ്റ്റ് 1,10,000 ചെയ്താൽ 16,60,000 ആണ് നമ്മുടെ ന്യൂ EBT. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറയ്ക്കണം. ടാക്സ് ഇസ് ഈക്വൽ ടു 30%. ടാക്സും കൂടെ കുറച്ചാലല്ലേ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആവുള്ളൂ. സോ 16,60,000ന്റെ 30%, 16,60,000 into 30% ചെയ്താൽ 4,98,000 കിട്ടും. സോ 4,98,000 ലെസ് ചെയ്താൽ ന്യൂ EAT is equal to 16,60,000 minus 4,98,000 is equal to 11,62,000 is our EAT. ഇനി മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് what is the operating, financial and combined leverage. ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യലും കമ്പൈൻഡ് ലെവറേജും കാണണം. സോ ഓപ്പറേറ്റിംഗ് ലെവറേജ് കാണുന്ന എങ്ങനെയാ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സോ കോൺട്രിബ്യൂഷൻ is 8,70,000 and EBIT is 5,90,000. So we get the answer as 8,70,000 divided by 5,90,000 is equal to 1.475 എന്ന് വരും. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് കാണണമെങ്കിലോ ദാറ്റ് ഇസ് 5,90,000 ഡിവൈഡഡ് ബൈ 4,80,000 ചെയ്താൽ മതി. 5,90,000 ഡിവൈഡഡ് ബൈ 4,80,000 is equal to we get it as 1.23 എന്ന് കിട്ടും. ഇനി കമ്പൈൻഡ് ലിവറേജ് is equal to 1.475 into 1.23 ചെയ്താൽ 1.814 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ 66 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 67 നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 67. Calculate the operating leverage for each of the 4 firms A, B, C and D from the following price and cost data. Number of units sold 5,000 ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആൻഡ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണേ? ഓപ്പറേറ്റിംഗ് ലെവറേജ് മാത്രം കാണാനാ പറഞ്ഞത്. സോ നമുക്ക് കോൺട്രിബ്യൂഷനും അതുപോലെ EBITയും കിട്ടിയാൽ മതി. സോ സെയിൽസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്പർ ഓഫ് യൂണിറ്റ്സ് 5,000 ആണെന്നറിയാം. എല്ലാ കേസിലെയും സെല്ലിംഗ് പ്രൈസ് ഉണ്ട്. സോ സെയിൽസ് കാണാൻ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് ചെയ്തു, കിട്ടി. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട് എല്ലാ കേസിലും. സോ 5,000 into 6 30,000, 5,000 into 16 80,000, 5,000 into 20 1 lakh and 5,000 into 50 2,50,000 കിട്ടും. സോ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടി. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കണം. അതും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 80,000, 40,000, 2 lakh and nil. So finally we'll get the EBIT also. So EBIT കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കാണാലോ. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ചെയ്താൽ 7 2 3 and 1 എന്ന് കിട്ടും. ഇവിടെയൊക്കെ എന്താ? നെഗറ്റീവ് ആണ് വരാ. അതാണ് ഇവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. For firms A and C with negative EBIT, degree of operating leverage is calculated as
absolute contribution divided by EBIT magnitude indicating high operating risk. ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, ഹൈ ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ്. നമ്മൾ ആ വാല്യൂ വെച്ച് തന്നെ ചെയ്യണു, പക്ഷെ നമ്മൾ എഴുതി വെക്കാം എക്കും സിക്കും ഹൈ ഓപ്പറേറ്റിംഗ് റിസ്ക് ആണ് ബിക്കോസ് നെഗറ്റീവ് EBIT ആണ് വന്നത്. കഴിഞ്ഞു. സോ ആ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു, നമ്മൾ വേഗം ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ 68. ഇനി എത്ര ക്വസ്റ്റ്യൻ നോക്കട്ടെ. 68, 69, 70, 71. 4 ക്വസ്റ്റ്യനും. ഓക്കെ, സോ 68 ചെയ്യാം. A firm sales variable cost, fixed cost amount to 75 lakh, 42 lakh and 6 lakh respectively. It has borrowed 45 lakh at 9% and its equity capital total rupees 55 lakh. ROI, favorable financial leverage, asset leverage if industry average is 3, degree of operating leverage, financial leverage, combined leverage, new EBIT if sales drop to 50 lakh, at what sales will EBT equal to 0? ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയണം. ഓക്കെ, ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഇസ് ROI ആണ് ചോദിച്ചിരിക്കുന്നത്. ROIയുടെ ഇക്വേഷൻ എന്താ? EBIT ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. സോ EBIT നമുക്ക് കാണാം. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ വി ഗെറ്റ് EBIT as 27 lakh. 75 lakh minus 42 lakh minus 6 lakh ചെയ്താൽ 27 lakh എന്ന് കിട്ടും. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 45 lakh ഡെപ്റ്റും ഉണ്ട്, ഇക്വിറ്റി 55 lakh ഉണ്ട്. സോ 45 plus 55 100 lakh എന്ന് കിട്ടും. So 27 lakh divided by 100 lakh is equal to 27%. ഇനി അടുത്തത് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണോ എന്നാ ചോദ്യം. നമുക്ക് 9% ആണ് എന്ത്? ഇൻട്രസ്റ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദി ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റിൽ വരുന്ന ലിവറേജിനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഇസ് ലെസ് ദാൻ അവർ ടോട്ടൽ റിട്ടേൺ. നമ്മുടെ റിട്ടേൺ 27% ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് 9% ആണ്. നമ്മുടെ റിട്ടേണിനെക്കാട്ടി ലെസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇറ്റ് ഇസ് എ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ്. യെസ്, the firm has a favorable financial leverage as its ROE is higher than the interest on debt. Clear? ഇനി അടുത്ത ചോദ്യം is asset leverage if industry average is 3. എത്രയാണ് asset leverage? അതായത് asset turnover. So sales divided by total asset ചെയ്താൽ മതി. നമ്മുടെ total assetഉം total investmentഉം equal ആയിരിക്കും. So sales 75 ആണ്, ടോട്ടൽ അസറ്റ് 100 ആണ്. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 0.75 എന്ന് പറയും. ഇൻഡസ്ട്രി ആവറേജ് എത്രയാ? 3. പക്ഷെ നമുക്കിപ്പോ എത്രയേ ഉള്ളൂ? 0.75 ഉള്ളൂ. സോ ദിസ് ഇസ് ലോവർ ദാൻ ദ ഇൻഡസ്ട്രി ആവറേജ്, ഇൻഡിക്കേറ്റിംഗ് ലോ അസറ്റ് യൂട്ടിലൈസേഷൻ. നമ്മുടെ ഇൻഡസ്ട്രി ആവറേജിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ലിവറേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കമ്പൈൻഡ് ലിവറേജും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോൺട്രിബ്യൂഷൻ വേണം. അതിന് എന്ത് ചെയ്താൽ മതി? 75 മൈനസ് 42 ചെയ്താൽ മതി. 75 ലക്ഷം മൈനസ് 42 ലക്ഷം ചെയ്താൽ 33 എന്ന് കിട്ടും. ആൻഡ് EBIT എന്ന് പറയുന്നത് ഈ 33ന്ന് 6 ലാഖും കൂടെ കുറച്ചാൽ 27 ലാഖ് കിട്ടും. ദാറ്റ് ഇസ് EBIT. സോ 33 ഡിവൈഡ് ബൈ 27 ചെയ്താൽ 1.22 കിട്ടും. ഇനി ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഈ EBIT നമ്മൾ ഇൻട്രസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? EBT വേണം. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇക്വേഷൻ എന്താ? EBIT ഡിവൈഡ് ബൈ EBT. EBIT 27 ആണ്. ആൻഡ് EBT കാണണമെങ്കിൽ ഈ 27ൽ നിന്ന് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് 45 ലാഖിന്റെ 9%, 45 ലക്ഷത്തിന്റെ 9% എന്ന് പറഞ്ഞാൽ 4,05,000 എന്ന് വരും. സോ 27 lakh മൈനസ് 4,05,000 ചെയ്താൽ മതി. 27 lakh മൈനസ് 4,05,000. So 27 lakh മൈനസ് 4,05,000 എന്ന് പറഞ്ഞാൽ we get 22,95,000 ആണ് നമ്മുടെ EBT വരാം. സോ EBIT എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള 27 lakh ഡിവൈഡ് ബൈ 22,95,000 ചെയ്താൽ 1.18 കിട്ടും. ഇനിയിപ്പോ കമ്പൈൻഡ് ലിവറേജ് കാണണമെങ്കിലോ
ഈ 1.22 into 1.18 ചെയ്താൽ we get 1.44 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ന്യൂ EBIT if sales drop to 50 lakh. അറ്റ് പ്രസന്റ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 75 lakh ആണ്. ഈ സെയിൽസ് 50 ലാക്കിലോട്ട് ഡ്രോപ്പ് ചെയ്താൽ നമ്മുടെ EBIT എത്രയായിരിക്കും? സോ ഇപ്പൊ നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ്. ഓക്കെ, ഇപ്പൊ സെയിൽസ് 50 ലാക്ക് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 42 ലാക്ക് ആണ്. ഓക്കെ, 42 ലാക്ക് ഇൻകർ ആയത് 75 ലാക്കിനാണ്. അപ്പൊ 50 ലാക്കിന് എത്രയായിരിക്കും? 42 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 50 ചെയ്താൽ വി ഗെറ്റ് 30 എന്ന് കിട്ടും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് വിൽ ബി 30 ലാക്ക് എന്ന് വരും. സോറി, 30 ലാക്ക് അല്ല, 28 ലാക്ക് ആണ്. ചെറിയൊരു കാൽക്കുലേഷൻ വന്നതാ, കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. 42 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 50 ചെയ്താൽ വി ഗെറ്റ് 28 ലാക്ക്. ഓക്കെ, സോ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 28 ലാക്ക് വരും. അപ്പോൾ കോൺട്രിബ്യൂഷൻ വിൽ ബി 22 ലാക്ക്. ഫിക്സ്ഡ് കോസ്റ്റിന് യാതൊരു ചേഞ്ചും ഇല്ല, 6 ലാക്ക് ആയിരിക്കും. സോ EBIT വിൽ ബി 16 ലാക്ക്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? EBIT ആണ്. സോ ന്യൂ EBIT വിൽ ബി 16 ലാക്ക്. ഇനി അടുത്ത ചോദ്യം, അറ്റ് വാട്ട് സെയിൽസ് വിൽ EBT 0? നമുക്ക് EBT 0 ആക്കണം. ഒന്നുമില്ല, ഇൻകം സ്റ്റേറ്റ്മെന്റ് വരച്ചങ്ങ് ചെയ്യാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ EBIT കിട്ടും. EBITന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. നമുക്ക് EBT 0 ആക്കണ്ടേ? സോ EBT 0 ആവണം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, ദാറ്റ് ഇസ് 4,05,000, 4,05,000 വരും. ഓക്കെ, നമ്മുടെ EBIT ഷുഡ് ബി ഈക്വൽ ടു ഇൻട്രസ്റ്റ്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? EBT 0 എന്ന് കിട്ടത്തുള്ളൂ. ഫിക്സ്ഡ് കോസ്റ്റ് എത്ര വരും? ഫിക്സ്ഡ് കോസ്റ്റ് സെയിം എത്രയാണ്? ദാറ്റ് ഇസ് 6 ലാക്ക് എന്ന് വരും. ഫിക്സ്ഡ് കോസ്റ്റ് 6 ലാക്ക്. ആൻഡ് നമ്മുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണണം. സെയിൽസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ സെയിൽസ് വാല്യൂ അല്ലേ? ടോട്ടൽ സെയിൽസ് വാല്യൂ നമുക്ക് അറിയത്തില്ല, അത് അവിടെ കിടക്കട്ടെ. നമുക്ക് ഇവിടുന്ന് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 56% ആണെന്ന് അറിയാം. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചു ടോട്ടൽ സെയിൽസ് 75 ലാക്ക് ആണ്, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് 42 ലാക്ക് ആണെങ്കിൽ നമുക്ക് റേഷ്യോ കാണാൻ പറ്റില്ലേ? 75 ലാക്ക് ആണ് സെയിൽസ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് 42 ലാക്ക് ആണെങ്കിൽ 42 ഡിവൈഡ് ബൈ 75 ഇൻറ്റു 100 ചെയ്താൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 56% ആണ്. സോ ദാറ്റ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വിൽ ബി അതിന്റെ ബാക്കിയായിരിക്കും. PV റേഷ്യോ 100 മൈനസ് 56, ദാറ്റ് ഇസ് 44% ആയിരിക്കും. സോ സെയിൽസ് എക്സ് ആയിട്ട് എടുത്താൽ കോൺട്രിബ്യൂഷൻ വിൽ ബി 44x എന്ന് വരും. സോ നമ്മുടെ EBIT വിൽ ബി 44x മൈനസ് 6 ലാക്ക് എന്ന് വരും. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. 44x മൈനസ് 6 ലാക്ക് ഇസ് ഈക്വൽ ടു 4,05,000 വരും. 4,05,000. സോ 44x ഇസ് ഈക്വൽ ടു 4,05,000 പ്ലസ് 6 ലാക്ക്. That is equal to 10,05,000. So x is equal to 10,05,000 divided by 44, that is equal to 22,84,091 എന്ന് കിട്ടും. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദിസ് ഇസ് ഓൾസോ വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. 70th question simple. Yes, 70th question നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് 70th അല്ല, സോറി 71 ഹോംവർക്ക് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ക്വസ്റ്റ്യൻ 70 ഓൾസോ ഞാൻ ഹോംവർക്ക് ഇടാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കുന്നുള്ളൂ, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 69. ക്വസ്റ്റ്യൻ 69 കൂടെ ചെയ്ത് നമ്മൾ ലിവറേജ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Selected financial data for A, B and C companies for the current year ended March 31, 2024. Variable expenses percentage of sales is 6.67%, 75% and 50%. Interest expense 200, 300 and 1000 ആണ്.
degree of operating leverage 562, degree of financial leverage 342, income tax rate 35%, 35%, 35%. Prepare income statement for 3 companies. 3 കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് അറിയാലോ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അപ്പൊ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും, അത് വേണേ കാണിക്കാം. മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ചെയ്താൽ വി ഗെറ്റ് EBIT, EBIT ഇൻട്രസ്റ്റ് കുറച്ചാൽ EBT, EBT ടാക്സ് കുറച്ചാൽ വി ഗെറ്റ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട്? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 200, 300 and 1000 ആണെന്ന് പറയുന്നുണ്ട്. അതെടുത്ത് അങ്ങ് എഴുതാം. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 200, 300 and 1000. ഇനി നമ്മളോട് പറയുന്നതാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് 342 ആണ്. ഫിനാൻഷ്യൽ ലിവറേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. ഓക്കെ, EBIT ഡിവൈഡ് ബൈ EBT ആണ്. EBT എന്ന് പറഞ്ഞാൽ എന്താ? EBT is equal to EBIT മൈനസ് ഇൻട്രസ്റ്റ് അല്ലേ? EBIT ഇൻട്രസ്റ്റ് കുറച്ചാലാണ് നമുക്ക് EBT കിട്ടുക. സോ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? EBIT ഡിവൈഡഡ് ബൈ EBTക്ക് പകരം EBIT മൈനസ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 200. ഇത് ചെയ്താൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 3. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് EBIT. ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ എയുടെ മാത്രം ചെയ്യാം, ബി എം സി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, സോ EBIT ഇസ് ഈക്വൽ ടു 3 EBIT മൈനസ് 200 എന്ന് വരും. So EBIT is equal to 3 EBIT minus 600 എന്ന് വന്നു. So 100. Okay, so 600 is equal to 3 EBIT minus EBIT now, that is 2 EBIT is equal to 600. So EBIT is equal to 600 divided by 2, that is 300 എന്ന് കിട്ടും. EBIT 300 ആണ്, അപ്പൊ EBT നമുക്ക് 100 എന്ന് കിട്ടും. ഇനി ടാക്സ് റേറ്റ് തന്നിട്ടില്ലേ? 35% ആണ്. സോ ടാക്സ് റേറ്റ് 35% ആണെങ്കിൽ 100ന്റെ 35% is 35. സോ EAT 65 എന്ന് കിട്ടും. ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് വേരിയബിൾ എക്സ്പെൻസ് ആസ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ടോട്ടൽ സെയിൽസിന്റെ 66.67% ആണ് നമ്മുടെ വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 5 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 5 ആണ്. അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. സോ കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മൾ EBIT കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 300 ആണ്. ആൻഡ് എയുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 5 ആണെന്ന് പറയുന്നുണ്ട്. സോ 300 into 5 ചെയ്താൽ വി ഗെറ്റ് കോൺട്രിബ്യൂഷൻ ആസ് 1500. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1500 ആണെന്ന് അറിയാം. ആൻഡ് EBIT 300 ആണെന്ന് അറിയാമെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് അപ്പൊ എത്ര ആയിരിക്കൂടാ? 1200 ആവണ്ടേ? ഈ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അറിഞ്ഞൂടാ, അപ്പോ കോസ്റ്റ് അറിയത്തില്ല. അപ്പൊ നമുക്ക് 1500 മൈനസ് 300 ചെയ്താൽ 1200 ആണ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് കിട്ടും. ഇത്രയും ഡേറ്റാസ് കിട്ടി, ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടി, കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വേരിയബിൾ എക്സ്പെൻസ് 66.67% ആണെങ്കിൽ നമ്മുടെ കോൺട്രിബ്യൂഷന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100 മൈനസ് 66.67, ദാറ്റ് ഈസ് ഈക്വൽ ടു 33.33% അല്ലേ നമ്മുടെ കോൺട്രിബ്യൂഷൻ. സോ ഈ 1500 എന്ന് പറഞ്ഞാൽ ഈ 1500 ആണ് കോൺട്രിബ്യൂഷൻ, അത് 33.33% ആണെങ്കിൽ ടോട്ടൽ സെയിൽസ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100 ആയിരിക്കും അല്ലേ? സോ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 1500 into 100 divided by 33.33 ചെയ്താൽ ടോട്ടൽ സെയിൽസ് 4500 കിട്ടും. ഈ 4500ന്റെ 66.67% ആണ് 3000 വേരിയബിൾ കോസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇൻകം സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ BMC ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേൾക്കാം, എന്നിട്ട് BMCയും കൂടെ ചെയ്ത് നോക്കാം. സോ ഇതോടെ നമ്മൾ ലിവറേജ് എന്ന് പറയുന്ന ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്തു. നമ്മൾ 69
68, 67, 66, 65, 4. 6 ക്വസ്റ്റ്യൻ ചെയ്തു. 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. 70 ആൻഡ് 71 അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാന്നുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്തത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ റേഷ്യോസ്. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ബിക്കോസ് എല്ലാ അറ്റംപ്റ്റിനും ഫിനാൻഷ്യൽ റേഷ്യോസ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, കുറേ റേഷ്യോസ് ഉണ്ട്. ഞാൻ എല്ലാ റേഷ്യോസും ഇപ്പം ഇങ്ങനെ എടുത്ത് പറയുന്നില്ല. ഞാൻ ഈ റേഷ്യോയുടെ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ റേഷ്യോസ് ആണോ പറയുന്നത് അത് ഡിസ്കസ് ചെയ്യാം. സോ മൊത്തം 8 പ്രോബ്ലംസ് ആണുള്ളത്. 4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും 4 വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ 85. A Limited capital 10% preference shares of rupees 10 each, rupees 3 lakh, equity shares of rupees 10 each, rupees 8 lakh, profit after tax at 35% each 2,75,000, depreciation 60,000, equity dividend paid is 20% each, market price of equity 50, compute dividend yield on equity shares. ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് dividend yield in the equation is dividend per share divided by market price per share into 100. So നമുക്ക് ഫസ്റ്റ് DPS അറിയണം. DPS dividend payout ratio അല്ലെങ്കിൽ equity dividend paid എന്ന് പറയുന്നത് 20% ആണ്. ഇവിടെ നമുക്ക് ഏർണിങ്സ് തന്നിട്ടില്ല. സോ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എത്ര, ഇക്വിറ്റി ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ₹10 ആണ്. സോ ആ 10ന്റെ പുറത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ 10 into 20% എന്ന് പറഞ്ഞാൽ ₹2 per share എന്ന് കിട്ടും. So 2 is dividend per share divided by market price per share is 50. So 2 by 50 into 100 ചെയ്താൽ 4% എന്ന് കിട്ടും. അടുത്തത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ചെയ്യണം. അത് കവർ ഫോർ പ്രിഫറൻസും ചെയ്യണം, ഇക്വിറ്റി ഡിവിഡൻഡും ചെയ്യണം. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ്. വൈ? നമുക്കറിയാം ഇൻകം സ്റ്റേറ്റ്മെന്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് EBIT കിട്ടും. ഈ EBITന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ EBT കിട്ടും. EBTന്ന് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടുക. ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചാൽ വി വിൽ ഗെറ്റ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ക്ലിയർ ആണോ? സോ നമ്മൾ ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് എവിടെ നിന്നാണ് കൊടുക്കുന്നത്? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നാണ്. സോ കവറേജ് റേഷ്യോ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്, ബിക്കോസ് പ്രിഫറൻസ് ഡിവിഡൻഡ്സ് ആർ ഗിവൺ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,70,000 ആണ്. പ്രിഫറൻസ് ഡിവിഡൻഡ് 10% ആണ്. സോ 3 lakhന്റെ 10% എന്ന് പറഞ്ഞാൽ 30,000 കിട്ടും. സോ 2,70,000 ഡിവൈഡ് ബൈ 30,000 ഇസ് ഈക്വൽ ടു 9 times എന്ന് കിട്ടി. ഇനി അടുത്തത് ഇക്വിറ്റി ഡിവിഡൻഡ് കവറേജ് റേഷ്യോ. ഇക്വിറ്റി ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നത് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അതായത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ചെയ്യുന്ന പ്രിഫറൻസ് ഡിവിഡൻഡ് കുറച്ചാൽ നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഓക്കെ, സോ ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഡിവിഡൻഡ് ചെയ്യണം. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2,70,000 ആണ്. സോ 2,70,000 മൈനസ് 30,000 ചെയ്യണം. സോ 2,70,000 മൈനസ് 30,000 എന്ന് പറഞ്ഞാൽ വിൽ ഗെറ്റ് 2,40,000 കിട്ടും. ദാറ്റ് ഈസ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഡിവിഡൻഡ്. ദാറ്റ് ഈസ് 2 per ഷെയർ ആണ്. നമുക്കറിയാം മൊത്തം എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്? 8 lakh rupees 10 each എന്ന് പറഞ്ഞാൽ 80,000 shares. So total equity dividend is 80,000 into 2, that is 1,60,000 എന്ന് വരും. So 2,40,000 divided by 1,60,000 ചെയ്താൽ 1.5 times എന്ന് വരും. അടുത്തത് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ ഏർണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ should require earnings available to equity shareholders divided by number of shares. Earnings available to equity shareholders നമ്മൾ കണ്ടുപിടിച്ചു. 2,70,000 minus 30,000, that is 2,40,000. Number of equity shares 80,000 ആണ്. So rupees 3 per share എന്ന് കിട്ടും.
അടുത്തത് പ്രൈസ് ഏർണിങ്സ് റേഷ്യോ. പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ EPS. മാർക്കറ്റ് പ്രൈസ് 50 ആണ്, EPS 30 ആണ്. ഏർണിംഗ് പെർ ഷെയർ 3 ആണെന്നറിയാം, മാർക്കറ്റ് പ്രൈസ് 50 ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ 16.67 ടൈംസ് കിട്ടും. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ 85. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്ട്ലി സോൾവ് ചെയ്യാം. ആക്ച്വലി റേഷ്യോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ 84. ഈ ക്വസ്റ്റ്യനിൽ ഓൾമോസ്റ്റ് എല്ലാ റേഷ്യോസും കവറപ്പ് ആയിട്ട് പോകുന്നുണ്ട്. സോ ലെറ്റ്സ് ഡു. ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ആദിത്യ മിൽസ് ലിമിറ്റഡ്, balance sheet, equity capital rupees 1000, retained earnings rupees 368, sundry creditors rupees 104, bills payable rupees 200, other current liabilities rupees 20, plant rupees 640, land rupees 80, cash 160, sundry debtors 320, stock 480, prepaid 12. Profit and loss statement, sales 4000, cost of goods sold 3080, gross profit 920, operating expense 680, net profit 240, tax 35%, profit after tax 156, opening debtors 300, opening stock 400. So first നമ്മൾ current ratio calculate, that is current asset divided by current liability. So current asset എന്ന് പറയുമ്പോൾ ഇവിടെ cash 160 ഉണ്ട്, sundry debtors 320 ഉണ്ട്, stock 480 ഉണ്ട്, and prepaid expense 12. So 972 ആണ് current asset. Current liability എന്ന് പറയുമ്പോൾ current liability is equal to, calculate ചെയ്യാം, that is 104, creditors, bills payable 200, and other current liabilities is 20. So total ചെയ്താൽ 324 വരും. So 3:1 വരും. ഇനി asset as ratio or quick ratio, നമ്മൾ quick asset എങ്ങനെ കണ്ടുപിടിക്കും? Current asset minus stock minus prepaid expense. So 972 minus stock എന്ന് പറയുന്നത് is 480 and prepaid expenses 12. So 480 എന്ന് തന്നെ വരും. So 480 divided by current liability 324. So 1.48 is to 1. ഇനി stock turnover ratio, that is cost of goods sold divided by average stock. So cost of goods sold 3080 ആണ്. Average stock കാണാൻ the opening stock 400 ഉം closing stock 480 ആണ്. So 400 plus 480 divided by 2. So 400 plus 480 divided by 2 എന്ന് പറഞ്ഞാൽ we get it as 440 എന്ന് കിട്ടും. Debtors turnover ratio is credit sales divided by average debtors. ഇവിടെ ടോട്ടൽ സെയിൽസിൽ ക്രെഡിറ്റ് ചെയ്ത ക്യാഷ് പോർഷൻ ഏതാന്ന് പറയുന്നില്ല. So we take total sales as credit sales of 4000 divided by average debtors. ഇത് ഇവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ. ഇവരിവിടെ പ്രൊവിഷനും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രൊവിഷന്റെ ഡേറ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. ഇവിടെ നോക്കിയാൽ നമുക്ക് നെറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷനും കൂടെ ആഡ് ബാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ക്ലോസിംഗ് ഡെറ്റേഴ്സ് കൺസിഡർ ചെയ്യാം. പക്ഷെ പ്രൊവിഷൻ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 320 ആൻഡ് 300 എടുക്കാം. സോ 300 പ്ലസ് 320 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. സോ 300 plus 320 divided by 2 ചെയ്താൽ we get as 310 എന്ന് വരും, 310. So 4000 divided by 310 is equal to 12.9 എന്ന് കിട്ടും. ഇവിടെ ആക്ച്വലി ഇവർ ചെയ്ത് എന്താന്ന് പറഞ്ഞാൽ 40 ആണ് പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ 320 പ്രൊവിഷൻ കുറച്ചിട്ടല്ലേ ഈ 320 40 കൂടെ കൂട്ടി 360 ആണ് കാണിച്ചത്. പക്ഷെ ആ ഡേറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, 360 പ്ലസ് 300 ഡിവൈഡ് ബൈ 2 330 എടുത്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ദാറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ, ഇതാ 920 ആണ്, സെയിൽസ് 4000 ആണ്. സോ 920 divided by 4000 into 100, that is 23%. Net profit ratio, net profit 240 ആണ്. So 240 divided by 4000 into 100 ചെയ്താൽ we get
Net profit ratio that 240. Yes, tax 35% തന്നിട്ടുണ്ട്. So profit after tax 156 ആണ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ചെയ്താലും മതി. ഇവരിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പഠിച്ചെന്താ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. സോ 240 divided by 4000. So 240 divided by 4000 into 100 ചെയ്താൽ we get it as 6 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ചേഞ്ച് വരുത്തിക്കോ. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ആണ്. ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3080 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 680 ആണ്. സോ 3080 plus 680. So 3080 plus 680 is equal to 3760 divided by 4000 into 100. That is 94% എന്ന് വരും. ഇനി EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. സോ നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 156 ആണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് ഇൻ തൗസൻഡ്സ് ആണ്. നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ 1000 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇൻ 1000 ആണ്, എല്ലാ ഫിഗേഴ്സും 1000 ആണ്. സോ ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 3 സീറോയും കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ഒരു ഷെയറിൻ്റെ പ്രൈസ് എത്രയാണ്, ഫേസ് വാല്യൂ എത്ര എന്ന് അറിയില്ലെങ്കിൽ നമ്മൾ എത്രയായിട്ട് എടുക്കണം, 100 ആയിട്ട് എടുക്കണം. സോ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇത്രയാണ് ഡിവൈഡഡ് ബൈ ഫേസ് വാല്യൂ, ദാറ്റ് ഇസ് 100. So we'll get it as number of shares എത്ര വന്നു, 10,000 എന്ന് വന്നു. അങ്ങനെയാണ് ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് 10,000 വന്നത്. സോ 1,56,000 ഡിവൈഡ് ബൈ 10,000 ചെയ്താൽ 15.6. ഓക്കെ, നമുക്ക് ഷെയർ പ്രൈസ് അറിയില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 100. വേറൊരു നിവർത്തിയില്ല, 100 ആയിട്ട് അങ്ങ് എടുത്ത് ചെയ്താൽ മതി. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് divided by equity shareholders fund into 100 ചെയ്താൽ മതി. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സസ് 156. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പം എന്തൊക്കെ വരും, ഇക്വിറ്റി ക്യാപിറ്റൽ 1000 ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് 368. സോ 1000 പ്ലസ് 368 ചെയ്താൽ 1368. സോ 156 ഡിവൈഡഡ് ബൈ 1368 into 100, 11.4% എന്ന് വരും. And finally, we have to calculate market price per share if price earnings ratio is 10. Okay, price earnings ratio എന്ന് പറഞ്ഞാൽ MPS divided by EPS, that is equal to 10. നമുക്ക് എന്താ വേണ്ടത്, MPS ആ വേണ്ടത്. EPS ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 15.6 ആണ്. സോ MPS divided by 15.6 is equal to 10. So 15.6 into 10 ചെയ്താൽ we get 156 as our MPS. Okay, so MPS 156 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഒരുപാട് ടോപ്പിക് അങ്ങ് കവർ ആയി പോകും. എല്ലാ റേഷ്യോസും നമ്മൾ ഏകദേശം അങ്ങ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 83. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. Complete the balance sheet using the following data. Asset as ratio 3:2, current ratio 2:1, current liabilities 2 lakh, share capital 15 lakh, reserves 5 lakh, bank balance 30,000, other current assets 22,70,000. തന്നിരിക്കുന്ന ഡേറ്റാസ് അതുപോലെ എടുത്ത് എഴുതി നോക്കാം. ഓക്കെ, റിസർവ്സ് 5 lakh എന്ന് പറയുന്നുണ്ട്. റിസർവ്സ് 5 lakh അതുപോലെ എഴുതി. പിന്നെന്താ പറയണേ, ബാങ്ക് ബാലൻസ് 30,000 ആണ്. സോ ബാങ്ക് ബാലൻസ് 30,000 എന്ന് കാണിച്ചു. പിന്നെ അതർ കറണ്ട് അസറ്റ്സ് 2,70,000 ആണ്, അത് കാണിച്ചു. വേറെ എന്തെങ്കിലും ഡേറ്റാസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടോ? നമ്മുടെ ഷെയർ ക്യാപിറ്റൽ 15 lakh ആണ്. സോ ഷെയർ ക്യാപിറ്റൽ 15 lakh എന്ന് കാണിച്ചു. കറന്റ് ലയബിലിറ്റീസ് 2 lakh എന്ന് പറയുന്നുണ്ട്. സോ കറന്റ് ലയബിലിറ്റീസിന്റെ ടോട്ടൽ 2 lakh ആണ്. ഇത്രയും ഡേറ്റാസ് ആണ് ഡയറക്റ്റ്ലി തന്നിരിക്കുന്നത്. ബാക്കിന് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. ആദ്യം പറയുന്നത് ആസെറ്റ് ടെസ്റ്റ് റേഷ്യോ 3:2, ദാറ്റ് ഇസ് ക്വിക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. സോ ക്വിക്ക് അസെറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് 3:2. സോ ക്വിക്ക് അസെറ്റ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ക്വിക്ക് അസെറ്റ് divided by current liability is equal to 3/2.
കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റിനും തന്നിട്ടുണ്ട് 2 lakh ആണ്. സോ ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ 2 lakh is equal to 3 by 2. So 2 quick assets is equal to 6 lakh എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്താൽ. സോ ക്വിക്ക് അസറ്റ് is equal to 6 lakh divided by 2 is equal to 3 lakh ആണ് നമ്മുടെ ക്വിക്ക് അസറ്റ്. പിന്നെ നമ്മളോട് പറയുന്നതാണ് കറണ്ട് റേഷ്യോ 2:1 ആണ്. ഓക്കെ, കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് 2:1 എന്ന് പറയുന്നത്. ക്വിക്ക് അസറ്റ് 3 lakh എന്നും കിട്ടി. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു 2/1. കറണ്ട് ലയബിലിറ്റി 2 lakh ആണെങ്കിൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ 2 lakh ഈസ് ഈക്വൽ ടു 2/1 ആണെങ്കിൽ നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു 4 lakh എന്നല്ലേ വരേണ്ടത്? 4 lakh ആണ് വരേണ്ടത്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഇത് 2:1 പകരം കറണ്ട് റേഷ്യോ ഷുഡ് ബി 3:1. എന്നാലും 6 lakh എന്ന് കിട്ടും. നോക്കട്ടെ കറണ്ട് അസറ്റ് ഇവിടെ എത്ര എഴുതിയേക്കുന്നതെന്ന്. 6 lakh ആണ്. ഓക്കെ, ചെറിയൊരു വേരിയേഷൻ വരുത്തിക്കോ. കറണ്ട് റേഷ്യോ 2:1 അല്ല 3:1 ആണ്. ഓക്കെ, കറണ്ട് റേഷ്യോ 3:1 ആണ്. എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. 3:1. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 6 lakh എന്ന് കിട്ടും. കറണ്ട് റേഷ്യോ 6, കറണ്ട് അസറ്റ് 6 lakh ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 lakh എന്നും വരും. ഓക്കെ, ഒരിക്കലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ക്വിക്ക് അസറ്റ് ഷുഡ് ബി ലോവർ ദാൻ കറണ്ട് അസറ്റ് അല്ലേ. കറണ്ട് അസറ്റ് 6 lakh ക്വിക്ക് അസറ്റ് 3 lakh വരാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച് നോക്കുമ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, ഇതൊന്ന് ചേഞ്ച് ചെയ്തോളൂ. കറണ്ട് റേഷ്യോ 2:1 മാറ്റി 3:1 ആക്കാം. ഇനി അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ് 6 lakh ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ് 6 lakh. നമ്മുടെ കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറച്ച് ബാക്കി വരുന്നത് നമ്മുടെ സ്റ്റോക്ക് ആയിരിക്കില്ലേ. ബിക്കോസ് ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല. സോ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. സോ ബാലൻസ് വരുന്നത് സ്റ്റോക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇറ്റ്സ് ജസ്റ്റ് ആൻ അസംഷൻ. നമുക്കറിയാം ക്വിക്ക് അസറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് രണ്ടും കൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു അസംഷൻ നോട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 6 lakh മൈനസ് 3 lakh എന്ന് പറഞ്ഞാൽ 3 lakh നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കാണിച്ചു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫിക്സ്ഡ് അസറ്റിന്റെ കാൽക്കുലേഷൻ. സോ ടോട്ടൽ അസറ്റ് 22 lakh ആയിരിക്കും. കാരണം എന്താ? ടോട്ടൽ ലയബിലിറ്റിയും ടോട്ടൽ അസറ്റും ഈക്വലോ. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് കറന്റ് ലയബിലിറ്റി ചെയ്താൽ വി ഗെറ്റ് 22 lakh. സോ ടോട്ടൽ അസറ്റ് ഷുഡ് ഓൾസോ ബി 22 lakh അല്ലേ. സോ കറണ്ട് അസറ്റ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 30,000 പ്ലസ് 3 lakh പ്ലസ് 2 lakh 70,000 6 lakh എന്ന് കിട്ടി. ഈ 22 lakh ഇത് 6 lakh കുറച്ചാൽ 16 lakh ഷുഡ് ബി അവർ ഫിക്സ്ഡ് അസറ്റ്. ക്ലിയർ ആണോ? 16 lakh ആണ് നമ്മുടെ ഫിക്സ്ഡ് അസറ്റ് വരാം. 22 ലക്ഷം മൈനസ് 6 ലക്ഷം ഇസ് ഈക്വൽ ടു 16 ലക്ഷം നമുക്ക് ഫിക്സ്ഡ് അസറ്റ് വരും. നമ്മൾ ബാലൻസ് ഷീറ്റ് ഫിൽ ചെയ്തു. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആകെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കറണ്ട് റേഷ്യോ 3:1 എന്നൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 79. കമ്പനി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഡേറ്റ. ഡിസംബർ 2025 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 4 lakh equity shares of ₹10 each, book value ₹30 each, 1 lakh 8% debentures of ₹10 each, long term debt, EPS ₹0.5, dividend per share ₹0.15, market price ₹10, earnings after tax ₹2 lakh. Calculate dividend yield, EPS, price earnings ratio, payout ratio, valuation ratio, return on capital employed, debt equity ratio. So first dividend yield ratio ആണ് ചെയ്യുന്നത്. That is dividend per share divided by market price into 100. So dividend per share നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും?
ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട് ഡിവിഡൻഡ് പെർ ഷെയർ 0.15 ആണ്, മാർക്കറ്റ് പ്രൈസ് 10 ആണ്. സോ 0.15 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 ചെയ്താൽ 1.5% കിട്ടും. അടുത്തത് ഏർണിംഗ്സ് പെർ ഷെയർ ചെയ്യണം. സോ ദാറ്റ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചാൽ വി ഗെറ്റ് EBIT ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് EBT കിട്ടും. EBT ടാക്സ് കുറച്ചാൽ നമുക്ക് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അവിടുന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കുമ്പോഴാണ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വേണം. ഇവിടെ പ്രിഫറൻസ് ഷെയർസിനെ പറ്റി എന്തെങ്കിലും പറയുണ്ടോ? ഇല്ല. സോ വി അസ്യൂം ദാറ്റ് ദർ ഇസ് നോ പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സും ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും വിൽ ബി വൺ ആൻഡ് ദി സെയിം. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 lakh ആണ്. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ദാറ്റ് ഇസ് 4 lakh എന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും? 4 lakh ഇക്വിറ്റി ഷെയർസ് ആണെന്ന് പറയുന്നുണ്ട്. സോ 2 lakh ഡിവൈഡ് ബൈ 4 lakh ഇസ് ഈക്വൽ ടു ₹0.5. ഇനി പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ ദാറ്റ് ഇസ് MPS ഡിവൈഡഡ് ബൈ EPS. സോ MPS എന്ന് പറയുന്നത് 10 ആണ് ആൻഡ് EPS എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സോ 10 ഡിവൈഡ് ബൈ 0.5 ഇസ് ഈക്വൽ ടു 20 ടൈംസ് എന്ന് കിട്ടും. ഇനി പേ ഔട്ട് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS ഇൻറ്റു 100. പേ ഔട്ട് റേഷ്യോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. ടോട്ടൽ ഏർണിംഗ്സിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ 0.15 ഡിവൈഡഡ് ബൈ 0.5 ഇൻറ്റു 100 ദാറ്റ് ഇസ് 30% എന്ന് കിട്ടും. ഇനി വാലുവേഷൻ റേഷ്യോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഡിവൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സ്ചേഞ്ച് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. സോ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 10 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആൻഡ് ബുക്ക് വാല്യൂ പെർ ഷെയർ 30 ആണെന്നും പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് 10ഉം ബുക്ക് വാല്യൂ 30. സോ 10/30 0.33 അല്ലെ 30/10 3.0. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ക്യാപിറ്റൽ. സോ ലോങ് ടേം ഡെറ്റ് പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ലോങ് ടേം ഡെറ്റ് കാണാൻ എന്ത് ചെയ്യണം? 1 lakh ഇൻറ്റു ഇവിടെ 10 അല്ല 8 ഈച്ച് ആണ്. സോ 1 lakh ഇൻറ്റു 8 lakh. ഒന്ന് കറക്ഷൻ വരുത്തണേ. ₹10 മാറ്റി ₹8 എന്നാക്കാം. ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു 4 lakh ഇൻറ്റു 30 ദാറ്റ് ഇസ് 1 crore 20 lakh എന്ന് കിട്ടും. സോ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇസ് 1 crore 28 lakh. റിട്ടേൺ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ദാറ്റ് ഇസ് EAT 2 lakh ആണ്. സോ 2 lakh ഡിവൈഡഡ് ബൈ 1 crore 28 lakh ഇൻറ്റു 100 ചെയ്താൽ 1.5625% എന്ന് വരും. ഇനി ലാസ്റ്റ് വൺ ഇസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. സോ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ നമ്മുടെ ഡെറ്റ് എന്ന് പറഞ്ഞാൽ 8 lakh ആണ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 1 crore 20 lakh ആണ്. So you will get it as 0.067:1 or 6.67%. നമുക്കിത് റേഷ്യോയിൽ എഴുതുന്നതാണ്. എപ്പോഴും നമ്മൾ റേഷ്യോയിലാണ് പ്രസന്റ് ചെയ്യാറ്. സോ 0.067:1 എന്ന് വരും. സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കറന്റ് റേഷ്യോ 8:5, ക്വിക്ക് റേഷ്യോ 6:5, ഇൻവെന്ററി വെലോസിറ്റി 4 months, gross profit at 33.33% on cost was ₹10 lakh. Inventory at the end was 3 times more than that in the beginning. Calculate working capital turnover ratio. Okay, so working capital turnover ratio എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, സോ സെയിൽസ് എത്രയാണെന്ന് കാണണം. ഇവിടെ പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് 10 lakh ആണ് ആൻഡ് ദാറ്റ് ടു കോസ്റ്റിന്റെ 33.33% ആണ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് 100 ആയിട്ട് എടുത്തു. കോസ്റ്റ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് വിൽ ബി 33.33 എന്ന് വരും. സോ അവർ സെയിൽസ് വിൽ ബി 133.33 എന്ന് കിട്ടും. ഓക്കെ, സോ പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറഞ്ഞാൽ 33.33
ഡിവൈഡഡ് ബൈ 133.33 ഇൻറ്റു 100 ചെയ്താൽ പോരെ. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓൺ ടോപ്പ് ഓഫ് കോസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺ ടോപ്പ് ഓഫ് സെയിൽസിലോട്ട് മാറ്റാണ്. സോ ഓൺ ടോപ്പ് ഓഫ് സെയിൽസ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 33.33 ഡിവൈഡഡ് ബൈ 133.33 ഇൻറ്റു 100. സോ 33.33 ഡിവൈഡ് ബൈ 133.33 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് ഇറ്റ് ആസ് 25% ആണ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് 10 lakh ആണ്, സെയിൽസ് 25% ആണ്. സോ സെയിൽസിന്റെ 25% ആണ് ഗ്രോസ് പ്രോഫിറ്റ് 10 lakh എന്ന് കിട്ടി. സോ നമുക്ക് എങ്ങനെ സെയിൽസ് കാണാൻ പറ്റും? 10 lakh ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്താൽ പോരെ. സോ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്താൽ ടോട്ടൽ സെയിൽസ് വിൽ ബി ഈക്വൽ ടു 40 lakh എന്ന് കിട്ടും. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് ഓൺ സെയിൽസ് കാണുന്നതാണ്. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആണെന്നും നമ്മളത് പ്രോഫിറ്റ് ഓൺ സെയിൽസിലോട്ടാക്കി. അതിന് എന്ത് ചെയ്തു? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ചെയ്താൽ മതി. പ്രോഫിറ്റ് 33.33 ആണ്, സെയിൽസ് 133.33 ആണ്. ഡൺ. ഇനി സെയിൽസ് 40 ലക്ഷം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾസ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് എന്ന് പറയുന്നത്, അല്ലേ? സോ സെയിൽസ് 40 ലക്ഷവും ഗ്രോസ് പ്രോഫിറ്റ് 30 ലക്ഷം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്സ് വിൽ ബി ഈക്വൽ ടു സെയിൽസ് 40 ലക്ഷം ഗ്രോസ് പ്രോഫിറ്റ് 10 ലക്ഷം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്സ് വിൽ ബി ഈക്വൽ ടു 30 lakh. സെയിൽസ് 40 lakh ആണ് നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 10 ലക്ഷം എന്ന് പറഞ്ഞു. സോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് വിൽ ബി 30 lakh. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസ് കിട്ടി. ഇനി അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ കാണാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ കറണ്ട് അസറ്റ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെന്ററിയുടെ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഇൻവെന്ററി വെലോസിറ്റി 4 months ആന്ന് പറഞ്ഞു. എങ്ങനെയാ ഇൻവെന്ററി വെലോസിറ്റി കാണാ? 12 ഡിവൈഡഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കത്തില്ലേ? 12/4 ചെയ്താൽ നമുക്ക് 3 times ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഓക്കെ, സോ ഈ ആവറേജ് ഇൻവെന്ററി കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഡിവൈഡ് ബൈ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. സോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് 30 ലക്ഷം എന്ന് പറയാം. ആവറേജ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. സോ 30 lakh ഡിവൈഡ് ബൈ 3 ചെയ്താൽ 10 lakh ആണ് നമ്മുടെ ആവറേജ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ആവറേജ് ഇൻവെന്ററി 10 lakh എന്ന് കിട്ടി. ഇനി നമുക്ക് ഇൻവെന്ററി അറ്റ് ദി എൻഡ് വാസ് 3 times more than the inventory at the beginning. എൻഡിലുള്ള ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 3 times more than എൻഡിലുള്ള ഇൻവെന്ററി ആണ്. ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ബൈ 2. ആവറേജ് ഇൻവെന്ററി 10 ലക്ഷം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്ലോസിംഗ് ഇൻവെന്ററി 3 times ഓപ്പണിംഗ് ഇൻവെന്ററി ആണ്. സോ ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ആയിട്ട് കാണാം. ഓപ്പണിംഗ് ഇൻവെന്ററി ഈസ് ഈക്വൽ ടു എക്സ്. So closing inventory will be 3x. So x plus 3x by 2 ചെയ്താൽ നമുക്ക് 10 lakh എന്ന് കിട്ടണം. So x plus 3x by 2 is equal to 10 ലക്ഷം എന്ന് കിട്ടും. 4x is equal to 20 lakh എന്ന് പറഞ്ഞാൽ x is equal to എത്ര കിട്ടും? 5 lakh എന്ന് കിട്ടും. That is our opening inventory. ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ 3 into ഓപ്പണിംഗ് ഇൻവെന്ററി ആണ്. ദാറ്റ് ഇസ് 3 into 5 lakh. വി ഗെറ്റ് ഇറ്റ് ആസ് 15 lakh എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ഇൻവെന്ററി. ഇനി നമുക്ക് എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട്? കറന്റ് റേഷ്യോയും തന്നിട്ടുണ്ട്, അതുപോലെ ക്വിക്ക് റേഷ്യോയും തന്നിട്ടുണ്ട്. കറന്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു 8:5. ദാറ്റ് ഇസ് കറന്റ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റീസ് 8/5. ആൻഡ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ quick ratio is equal to 6:5 എന്ന് തന്നിട്ടുണ്ട്. That is 6/5. So quick asset by current liability is equal to 6 divided by 5 എന്ന് വരും. സോ നമുക്കറിയാവുന്ന കാര്യമാണ്, കറണ്ട് അസറ്റിൽ നിന്ന് നമ്മുടെ സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് ക്വിക്ക് അസറ്റ് കിട്ടും. സോ
സോ കറന്റ് റേഷ്യോ മൈനസ് ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇൻവെന്ററി പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് അല്ലേ. നമ്മുടെ കറന്റ് റേഷ്യോയിൽ നിന്ന് ക്വിക്ക് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എന്തായിരിക്കും? ഇൻവെന്ററിയും പ്രീപെയ്ഡ് എക്സ്പെൻസും ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ, നമുക്ക് കറന്റ് അസറ്റ് 1 lakh ഉണ്ട്. കറന്റ് അസറ്റ് ഇസ് ഈക്വൽ ടു 1 lakh ആണ്. നമ്മുടെ സ്റ്റോക്ക് 10,000 ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് 20,000 ആണ്. സോ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ 1 lakh മൈനസ് 30,000 70,000 എന്ന് കിട്ടും. സോ ക്വിക്ക് കറന്റ് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ് 1 lakh മൈനസ് 70,000 ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് 30,000 ആയില്ലേ. നമ്മുടെ ഈ കറന്റ് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും 30,000 കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്വിക്ക് അസറ്റ് 70,000 എന്ന് കിട്ടിയത്. ഇനി ഈ കറന്റ് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയില്ലേ. സെയിം ലോജിക് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കറന്റ് റേഷ്യോ മൈനസ് ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. കറന്റ് റേഷ്യോയിലും ക്വിക്ക് റേഷ്യോയിലും ഡിനോമിനേറ്റർ സെയിം ആണ് കറന്റ് ലയബിലിറ്റി. ആ കറന്റ് ലയബിലിറ്റി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ കറന്റ് റേഷ്യോ 8/5, ക്വിക്ക് റേഷ്യോ 6/5. സോ 8 minus 6 is 2/5. So 2/5 is equal to inventory divided by current liability. ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ല. So 2/5 is equal to 15 lakh divided by current liability. So 2CL is equal to 15 into 5 is equal to 75 lakh എന്ന് കിട്ടും. So current liability is equal to 75 divided by 2 is equal to 37,50,000 ആണ് നമ്മുടെ കറന്റ് ലയബിലിറ്റി. ഇനി കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 8:5 ആണ് അല്ലേ. കറന്റ് അസറ്റ് ബൈ കറന്റ് ലയബിലിറ്റി ഇസ് 8:5. കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഇസ് 37,50,000. Okay, current liability is 37,50,000 is equal to 8/5. So 5 current asset is equal to 37,50,000 into 8 is equal to 3 crore എന്ന് വരും. So 3 crore divided by 5 ചെയ്താൽ we get current asset as 60 lakh എന്ന് കിട്ടും. So current asset 60 lakhും current liability 37,50,000 ആണെങ്കിൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി 22,50,000. സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ വർക്കിംഗ് ക്യാപിറ്റലും കിട്ടി, സെയിൽസും കിട്ടി. സോ സെയിൽസ് 40 lakhും വർക്കിംഗ് ക്യാപിറ്റൽ 22,50,000 ആണെങ്കിൽ വി ഗെറ്റ് ദി ആൻസർ ആസ് 1.78 ടൈംസ് എന്നും കിട്ടി. സോ അങ്ങനെ നമ്മൾ ഈ ഇലസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തു. സോ ദാറ്റ് നമ്മൾ റേഷ്യോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീർത്തു. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ഡിവിഡൻഡ് ഡിസിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് ഡിവിഡൻഡ് ഡിസിഷൻ. ഈ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻലി കുറച്ച് തിയറീസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഡിവിഡൻഡ് എത്ര കൊടുക്കണം, എന്തുമാത്രം റീറ്റെയിൻ ചെയ്യണം, ഡിവിഡൻഡ് നമ്മൾ കൊടുത്താൽ എങ്ങനെ അത് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ നോക്കുന്നത് രണ്ട് അപ്രോച്ചാണ്, റെലവൻറ്റ് അപ്രോച്ചും ഇറെലവൻറ്റ് അപ്രോച്ചും. റെലവൻറ്റ് അപ്രോച്ചിനിടയിൽ വോൾട്ടേഴ്സ് മോഡലുണ്ട്, ഗോൾഡൻസ് മോഡലുണ്ട്. ആൻഡ് ഇറെലവൻറ്റ് അപ്രോച്ചിൽ അപ്രോച്ച് ആണുള്ളത്. റെലവൻറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നോ കൊടുക്കാതിരിക്കുന്നതോ അതനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേമിനെ എഫക്റ്റ് ചെയ്യും. അതേസമയം ഇറെലവൻറ്റ് അപ്രോച്ചിൽ പറയുന്നത് നിങ്ങൾ എന്ത് ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വാല്യൂ ഓഫ് ദ ഫേം വിൽ നോട്ട് ചേഞ്ച്, മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം റിമെയിൻ കോൺസ്റ്റന്റ്. ക്ലിയർ ആണോ? സോ ആദ്യം നമ്മൾ നോക്കുന്നത് വോൾട്ടറിന്റെ മോഡലാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് വോൾട്ടേഴ്സ് മോഡൽ. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിസിഷൻ എടുക്കുന്ന ഓൺ ദ ബേസ് ഓഫ് രണ്ട് കാര്യം, ഒന്ന് റിട്ടേൺ, രണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഓക്കെ, ഒന്ന് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, രണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. സോ ഇഫ് ആർ ഗ്രേറ്റർ ദാൻ കെ, നമ്മുടെ റിട്ടേൺ കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ കൂടുതൽ എമൗണ്ട് നമ്മൾ ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് റീറ്റേൺ ഏർണിങ്സ് കൂടുതൽ വെച്ചിട്ട് ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുക. അതായത് 100% റീറ്റെയിൻ ചെയ്യുക, 0% ഡിവിഡൻഡ് കൊടുക്കണം. കമ്പനി ഏൺസ് മോർ ഇൻസൈഡ് ദെൻ ഇൻവെസ്റ്റർ എക്സ്പെക്ട്. കമ്പനി ഷുഡ് നോട്ട് പേ ഡിവിഡൻഡ് വെൻ ആർ ഗ്രേറ്റർ ദാൻ കെ. ഇതാണ് വോൾട്ടർ പറയുന്നത്. അങ്ങനെ ചെയ്താലേ വാല്യൂ ഓഫ് ഫേം കൂടത്തുള്ളൂ എന്നാ പറയുന്നത്. ഇനി അടുത്തത്
ആറും കെയും ഈക്വൽ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ഫേം. ഇനി 6 നമ്മുടെ റിട്ടേൺ കോസ്റ്റിനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് കൊടുക്കണം. ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ മാത്രമേ വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഈ വാല്യൂ ഓഫ് ദി ഫേം ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാനുള്ള കാരണക്കാരെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ആണ്. നമ്മളിവിടെ നോക്കുന്നത് എങ്ങനെ മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യും. ഇതാണ് വോൾട്ടറിന്റെ അപ്രോച്ച് പ്രകാരമുള്ള മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദാറ്റ് ഇസ് പി എസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി ബൈ കെ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ. വലിയ ഇക്വേഷൻ ആണ്. ഇക്വേഷന് കോൺസെപ്റ്റും കാര്യങ്ങളുണ്ട്. ഇപ്പൊ അത് പറയാനൊന്നും സമയമില്ല, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ഡി പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി ബൈ കെ ദ ഹോൾ ഡിവൈഡ് ബൈ കെ. അതുപോലെ ഗോർഡനും ഈ സെയിം കാര്യങ്ങളാണ് പറഞ്ഞത്. വോൾട്ടറിന്റെ കേസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചോ അത് തന്നെയാണ് ഗോൾഡനും. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 3 കേസില്ലേ, ആർ ഗ്രേറ്റർ ദാൻ കെ, ആർ ഈക്വൽ ടു കെ, ആർ ലെസ് ദാൻ കെ, 3 കാര്യങ്ങൾ അതുപോലെ. പക്ഷെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് ഇ ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ മൈനസ് പി ആർ ആണ്. ഇനി മോഡിഗ്ലാനി-മില്ലർ അപ്രോച്ച്, നമ്മുടെ റെലവെന്റ് അപ്രോച്ചിൽ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇസ് ഡി വൺ പ്ലസ് പി വൺ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ ഇ ആണ്. ഇവിടെ കെ എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ അറൌണ്ട് 7 പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ബാക്കിയെല്ലാം വർക്ക് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് വർക്ക് ഔട്ട്. Equity share capital 100 lakh rupees 50 each, 12% preference share capital 50 lakh, 10% debentures 50 lakh, return on capital employed 18.75%, total dividends including preference dividends 18 lakh, theoretical MP under Gordon's model 300, tax rate 20%, market price at the beginning of the year rupees 100. Okay, determine theoretical market price of an equity share under Walter's model and MM model. Are you satisfied with the current dividend policy? If not, what should be the optimum payout ratio? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ്. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോഴേ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ദാറ്റ് ഇസ് 100 lakh, 50 lakh, 50 lakh. സോ ടോട്ടൽ 200 lakh. അതിനു മുന്നേ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് തിയറിറ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ഇക്വിറ്റി ഷെയർ. ഓക്കെ, ഇക്വിറ്റി ഷെയറിന്റെ തിയറിറ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അണ്ടർ വോൾട്ടേഴ്സ് മോഡലും ചെയ്യണം, ഗോർഡൻസ് മോഡലും ചെയ്യണം. ഇനി അടുത്ത നമ്മളോട് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 18.75% ആണ്. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഇസ് 18.75%. ദാറ്റ് ഇസ് EBIT is equal to 200 lakhന്റെ 200 lakh into 18.75%, that is 37.50 lakh എന്ന് കിട്ടും. 200 into 18.75% is equal to 37.5 lakh. That is our EBIT. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇസ് ഈക്വൽ ടു 37.5 lakh. അറിയാലോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EBIT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ആണ്. സോ ദാറ്റ് ആ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ EBIT നമുക്ക് 37.5 lakh എന്ന് കിട്ടി. ഇനി ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് 50 lakhന്റെ 10%, ദാറ്റ് ഇസ് 5 lakh എന്ന് കിട്ടും. ഇൻട്രസ്റ്റ് 5 lakh. സോ ദാറ്റ് EBT is equal to 37,50,000 minus 5 lakh is equal to 32,50,000 എന്ന് വരും. 32,50,000. ഇനി ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. സോ ഇൻറ്റു 20% is equal to 6,50,000 എന്ന് വരും. സോ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് is equal to 32,50,000 minus 6,50,000 is equal to 26 lakh എന്ന് വരും. 26 ലക്ഷമാണ് നമ്മുടെ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്. ഈ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻസ് നമ്മൾ ലെസ് ചെയ്യണം. പ്രിഫറൻസ് ഡിവിഡൻസ് ലെസ് ചെയ്യുമ്പോഴാണ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുക. സോ പ്രിഫറൻസ് ഡിവിഡൻസ് എന്ന് പറഞ്ഞാൽ 50 lakhന്റെ 12%. സോ 50 ലക്ഷത്തിന്റെ 12% എന്ന് പറഞ്ഞാൽ 6 ലക്ഷം കിട്ടും. 6 lakh എന്ന് കിട്ടും.
So earnings available to equity shareholders is equal to 26 lakh minus 6 lakh is equal to 20 lakh എന്ന് വരും. 20 ലക്ഷമാണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ടോട്ടൽ ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് പ്രിഫറൻസ് ഡിവിഡൻഡ് 18 ലക്ഷമാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഡിവിഡൻഡ്. ഇതേ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ടോട്ടൽ ഡിവിഡൻഡ് 18 lakh ആണ്. ഓക്കെ, അതിൽ നിന്ന് ഇക്വിറ്റി ഡിവിഡൻഡ് നമ്മൾ കണ്ടുപിടിച്ചു 6 lakh ആണ്. ഓക്കെ, സോ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 6 lakh ആണ്. സോ ടോട്ടൽ ഡിവിഡൻഡിൽ നിന്ന് പ്രിഫറൻസ് ഡിവിഡൻഡ് പോയി കഴിഞ്ഞാൽ ഇക്വിറ്റി ഡിവിഡൻഡ് എത്രയായിരിക്കും? 12 ലക്ഷമാണ്. ടോട്ടൽ ഡിവിഡൻഡ് 18 ലക്ഷമാണ്. ദാറ്റ് ഇസ് ഇക്വിറ്റി ഡിവിഡൻഡും പ്രിഫറൻസ് ഡിവിഡൻഡും കൂടെ ചേരുമ്പോൾ പ്രിഫറൻസ് ഡിവിഡൻഡ് 6 ലക്ഷമാണ്. സോ ഇക്വിറ്റി ഡിവിഡൻഡ് എത്രയായിരിക്കും? 18 മൈനസ് 6 12 ലക്ഷമാണ് ഇക്വിറ്റി ഡിവിഡൻഡ്. സോ മൊത്തം നമുക്ക് ഏർണിങ്സ് 20 lakh ഉണ്ട്. അതിൽ 12 lakh നമ്മൾ എന്ത് ചെയ്തു? ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. സോ ബാക്കി റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കും? 20 lakh മൈനസ് 12 lakh ദാറ്റ് ഇസ് 8 lakh നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഇനി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 100 lakh ഡിവൈഡഡ് ബൈ 50 ചെയ്താൽ പോരെ. 100 lakh ഡിവൈഡ് ബൈ 50 is equal to 2 lakh shares എന്ന് കിട്ടും. ഇനി ഏർണിങ്സ് പെർ ഷെയർ ദാറ്റ് ഇസ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് 20 lakh divided by number of equity shares 2 lakh that is rupees 10. 20 lakh divided by 2 lakh rupees 10. ഇനി ഡിവിഡൻഡ് പെർ ഷെയർ ഓക്കെ, നമുക്ക് ടോട്ടൽ ഡിവിഡൻഡ് എത്രയാണ്? ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു 12 lakh ആണ്. സോ 12 lakh ഡിവൈഡഡ് ബൈ 2 lakh ഇസ് ഈക്വൽ ടു 6 lakh എന്ന് കിട്ടും. ഇനി റിട്ടേൺ ഓൺ ഇക്വിറ്റി ദാറ്റ് ഇസ് ആർ. നമ്മുടെ ടോട്ടൽ ഇക്വിറ്റിയിൽ റിട്ടേൺ പെർസെൻറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 100 ലക്ഷമാണ് അല്ലേ? നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 20 ലക്ഷം. ദാറ്റ് ഇസ് 20% ആണ് ആർ എന്ന് പറയുന്നത്. അതേസമയം കെ ഇ എന്ന് പറയുന്നത് ഫ്രം ഗോർഡൻസ് മോഡൽ വിത്ത് ഗിവൺ എം പി ഇസ് ഈക്വൽ ടു 300. ഓക്കെ, ഗോർഡൻസ് മോഡൽ വെച്ചിട്ട് തിയറിറ്റിക്കൽ മാർക്കറ്റ് പ്രൈസ് അണ്ടർ ഗോർഡൻസ് മോഡൽ 300 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി പി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ മൈനസ് ബി ആർ. പി എന്ന് പറയുന്നത് 300 ആണ്. ഏർണിങ്സ് പെർ ഷെയർ ഇസ് 10. 1 മൈനസ് ബി നമ്മൾ റീറ്റെയിൻ ചെയ്യണ പോർഷൻ എത്രയാണെന്നാ ചോദ്യം. സോ 20 lakh ആണ് ടോട്ടൽ ഏർണിങ്സ്. ആ 20 lakhൽ 12 lakh നമ്മൾ ഡിവിഡൻഡ് കൊടുത്തെങ്കിൽ ബാക്കിയല്ലേ നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത്. 20യുടെ 12 lakh 60% ഡിവിഡൻഡ് കൊടുത്തു. ബാക്കി 40% ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്തത്. സോ കെ ഇസ് ഈക്വൽ ടു നമുക്കറിയില്ല ആൻഡ് മൈനസ് ബി ഇസ് 0.4 ആൻഡ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് ഇസ് ആർ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. സോ ഇക്വേഷൻ സോൾവ് ചെയ്താൽ 300 ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 0.6 എന്ന് വരും. ദാറ്റ് ഇസ് 6. 300 is equal to 6 divided by k minus 0.4 into 0.2 is 0.08 എന്ന് വരും. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ 300k മൈനസ് 300 into 0.08 24 is equal to 6. So 300k is equal to 30 and k is equal to 30 divided by 300 0.1 എന്ന് വരും. ക്ലിയർ ആണോ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജിലോട്ടാക്കാം. സോ 0.1നെ പെർസെൻറ്റേജിലോട്ടാക്കി കഴിഞ്ഞാൽ 10% കിട്ടും. ഇവിടെ 16% എന്നാണ് എഴുതിയേക്കുന്നത്. ദാറ്റ് ഇസ് പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? വോൾട്ടറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് പി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ഇ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ ഇ ആണ്. ഓക്കെ, സോ പി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ ദാറ്റ് ഇസ് 6, ആർ ഇസ് 0.2 ആൻഡ് ടോട്ടൽ ഏർണിംഗ് ഇസ് 10 മൈനസ് 6 ഡിവൈഡഡ് ബൈ 0.1 the whole divided by 0.1. So 10 minus 6 is 4. So 0.2 into 4 is equal to 0.8 divided by 0.1 plus 6 the whole divided by 0.1 ചെയ്താൽ
140 എന്ന് കിട്ടും. 140. ഓക്കെ, ഇതാണ് അണ്ടർ വോൾട്ടേഴ്സ് മോഡൽ. ഇനി അതുപോലെ അണ്ടർ മോഡൽ ആവുമ്പോഴത്തേലും ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ 100 ആണ് തന്നിട്ടുണ്ട്. സോ P0 100 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? P0 ഇസ് ഈക്വൽ ടു P1 പ്ലസ് D1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് K. ഇതല്ലേ മോഡലിൽ നമ്മുടെ ഇക്വേഷൻ. P0 100 ആണ്. P1 നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് D1 എന്ന് പറയുന്നത് ഇസ് 6 എന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ആൻഡ് ബൈ 1 പ്ലസ് 0.1. ഇക്വേഷൻ സോൾവ് ചെയ്താൽ 100 plus 0.100, that is 10, is equal to P1 plus 6. So 110 is equal to P1 plus 6. Therefore P1 is equal to 104 എന്ന് കിട്ടും. ഇതാണ് ആൻസർ. 104 ആൻസർ കിട്ടും. ഇവിടെ തെറ്റാണ്. ഓക്കെ, 104 എന്ന് കിട്ടും ആൻസർ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ 72 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു പോർഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. Are you satisfied with the current dividend policy? If not, what should be the optimum payout ratio? സോ ആറും കെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം R 20%, കെ 10% ആണ്. ദാറ്റ് ഇസ് R ഗ്രേറ്റർ ദാൻ 20%. R ഗ്രേറ്റർ ദാൻ കെ. നമ്മുടെ റിട്ടേൺ ഗ്രേറ്റർ ആണ്. സോ നമ്മൾ കൂടുതലും എന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. കറന്റ് ഡിവിഡൻഡ് പോളിസി ഇസ് നോട്ട് സാറ്റിസ്ഫാക്ടറി ബിക്കോസ് കമ്പനി ഇസ് ജനറേറ്റിംഗ് റിട്ടേൺ ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. Payout earnings as dividend reduces shareholders wealth. So optimum payout ratio എത്രയായിരിക്കണം? 0% ആയിരിക്കണം. നമ്മൾ കൂടുതലും റീറ്റെയിൻ ചെയ്യണം. 100% റീറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സിറ്റുവേഷൻ എന്ന് പറയാം. സോ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ നമ്മൾ എത്രയായിട്ട് മാറ്റണം? 0% ആക്കണം. ഇപ്പൊ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയാ? 60% ആണ്. അത് പറ്റത്തില്ല. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 0% ആക്കണം. ബിക്കോസ് അവർ റിട്ടേൺ ഇസ് മച്ച് മോർ ഗ്രേറ്റർ ദാൻ അവർ കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 73. T Limited has 10 lakh equity shares outstanding. The current market price is rupees 150. Current market price 150 ആണ്. The board has recommended rupees 8 per share as dividend. Capitalization rate is 12%. Based on approach, calculate the market price when dividend is declared and not declared. First one ചെയ്യാം. So approach പ്രകാരം P0 is equal to D1 plus P1 divided by 1 plus KE. P0 ആണ് 150. So 150 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ നമ്മൾ എത്ര കൊടുക്കും? 8 ആണ്. പ്ലസ് P1 നമുക്ക് അറിഞ്ഞൂടാ ബൈ 1 പ്ലസ് KE എന്ന് പറയുന്നത് 0.12 ആണ്. സോ 150 പ്ലസ് 150 into 0.12 is equal to 18 is equal to 8 plus P1. That is 168 is equal to 8 plus P1 എന്ന് വരും. So equation solve ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? We get the answer as P1 160 എന്ന് കിട്ടും അല്ലേ? 168 ന്ന് 8 കുറച്ചാൽ 160 ആണ് നമ്മുടെ P1 എന്ന് പറയുന്നത്. ഓക്കെ, 168 is equal to 8 plus P1 എന്ന് വരും. Therefore P1 is equal to 160 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർഡ് ആണെങ്കിലോ 150 is equal to 0 plus P1 divided by 1 plus 0.12. So 150 plus 150 into 0.12 is 18 is equal to P1. That is 168 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ how many new shares are to be issued assuming net income is 2 crore and investment budget is 4 crore when dividends are distributed and not declared. Okay, so നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടേബിൾ പോലെ ചെയ്യാം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു, ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർഡ്. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 2 കോടി എന്ന് കിട്ടും. 2 കോടിയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥലത്ത് ഡിവിഡൻഡ് കൊടുത്തു. സോ ഇവിടെ ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ മൊത്തം 10 ലക്ഷം ഷെയർസ് അല്ലേ നമുക്ക് എക്സിസ്റ്റിംഗ്ലി ഉള്ളത്? 10 ലാക്ക് ഷെയർസ് ആണ്. ഒരു ഷെയറിന് നമ്മൾ 8 രൂപ വെച്ചിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. സോ 80 ലാക്ക്, ഇവിടെ 80 ലാക്ക്. ഇവിടെ 80 ലാക്ക് കൊടുക്കുന്നില്ല. ഇവിടെ ഡിവിഡൻഡ് നമ്മൾ കൊടുക്കുന്നേ ഇല്ല.
സോ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ 2 crore മൈനസ് 80 lakh, ദാറ്റ് ഇസ് 1 crore 20 lakh ആണ് ഇവിടെ വരുന്നത്. 1,20,00,000 നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ്. അതേസമയം ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്ര വരും? 2 കോടി തന്നെ വരും. ഓക്കെ, 2 കോടി തന്നെ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് കിട്ടും. ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ പ്രകാരം നമ്മുടെ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 4 കോടിയാണ്, 4 crores ആണ്. ഓക്കെ, 4 കോടിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻ പ്രകാരം നമുക്ക് വേണ്ടത്. 4 കോടി. ഓക്കെ, ഇപ്പോ അറ്റ് പ്രസന്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇവിടെ 1 crore 20 lakh ആണ്, ഇവിടെ 2 crore ആണ്. സോ എന്തുമാത്രം ഫണ്ട് ഇനിയും വേണ്ടി വരും? അഡീഷണൽ ഫണ്ട് റിക്വയർഡ്. ഇവിടെ എത്രയാ? 4 കോടി വേണം, 1,20,00,000 ഉണ്ട്, ദാറ്റ് ഇസ് 2,80,00,000 ഇവിടെ ഇനിയും വേണം. അതേസമയം ഇവിടെ ആണെങ്കിൽ ഇനി 2 കോടി കൂടെ വേണം. ഓക്കെ ആണോ? ഇനി നമുക്കറിയാവുന്ന കാര്യം, ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ഒരു ഷെയറിന് 160 രൂപയും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ഒരു ഷെയറിന് 168 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 160 ആൻഡ് 168. സോ നമ്പർ ഓഫ് ഷെയർസ് എങ്ങനെ കാണും? 2 crore 80 lakh ഡിവൈഡഡ് ബൈ 160 ചെയ്താൽ മതി. അതല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 crore 80 lakh ഡിവൈഡ് ബൈ 160 is 1,75,000 ഷെയർസ്. അതുപോലെ ഇവിടെ 2 crore ഡിവൈഡഡ് ബൈ 168 ചെയ്താൽ 1,19,048 എന്ന് കിട്ടും. 1,19,048 എന്ന് കിട്ടും. ക്ലിയർ ആണോ? സോ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് ഡിവിഡൻഡ് നോട്ട് ഡിക്ലെയർഡ് എന്നുള്ള കേസസിൽ നമ്മൾ നമ്പർ ഓഫ് അഡീഷണൽ ഷെയർസ് കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഷോ ദ മാർക്കറ്റ് വാല്യൂ റിമെയിൻസ് ദ സെയിം ഇൻ ബോത്ത് കേസസ്. രണ്ട് കേസിലും മാർക്കറ്റ് വാല്യൂ സെയിം ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞത്. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് മൊത്തം 1,70,75,000 ഷെയർസ് ഉണ്ട് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യേണ്ടത്. എക്സിസ്റ്റിംഗിൽ എത്ര ഷെയർസ് ഉണ്ട്? ഒരു 10 ലക്ഷം ഷെയർസും കൂടി ഉണ്ട്. സോ ടോട്ടൽ നമ്മുടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന കേസിൽ നമ്മുടെ ടോട്ടൽ ഷെയർസ് ഇസ് ഈക്വൽ ടു 11,75,000. അതുപോലെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത കേസിലോ നമ്മുടെ ടോട്ടൽ ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന 1,19,048 പ്ലസ് ഒരു 10 lakhും, ദാറ്റ് ഇസ് 1,11,9048 എന്ന് വരും. ഇനി മാർക്കറ്റ് വാല്യൂ കാണണമെങ്കിൽ ഈ 11,75,000 ഇൻറ്റു എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസ് ചെയ്യണം, ദാറ്റ് ഇസ് 160. സോ 11,75,000 ഇൻറ്റു 160 ചെയ്തപ്പോൾ 11,75,000 ഇൻറ്റു 160 ഇസ് ഈക്വൽ ടു വി ഗെറ്റ് 188,123,123 ഇതാണ് കിട്ടുക. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത കേസിലോ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര? 111,9048 ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് എത്രയാ? 168. സോ ഇൻറ്റു 168 ചെയ്യണം. സോ 111,90,480 സോറി 480 ഇല്ല 48 ഇൻറ്റു 168 ചെയ്താൽ വി ഗെറ്റ് അറൗണ്ട് ഏകദേശം ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. 188,000. ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, ദാറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഫൈൻ. സോ വാല്യൂ ഓഫ് ദി ഫേം ഈക്വൽ ആണ് രണ്ട് കേസിലെന്ന് കണ്ടുപിടിച്ചു. സോ അത് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ ഓൾസോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്തു പോവാ, അത്രേ ഉള്ളൂ. ആൻഡ് ഒരു കൺക്ലൂഷനും കൂടെ എഴുതാം. ഇനി 76 എന്ന് പറയുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. The following figures are collected from the annual report of PQR Limited. Net profit 60 lakh ആണ്. Outstanding 12% preference shares 200 lakh. Number of equity shares 6 lakh. Return on investment, that is ROI 20%. KE 16%. What should be the approximate dividend payout ratio so as to keep share price at ₹42 by using Walters model? So Walters model use ചെയ്തിട്ട്
നമുക്ക് ഷെയർ പ്രൈസ് 42 ആക്കണമെങ്കിൽ എത്രയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ വോൾട്ടേഴ്സ് മോഡൽ പ്രകാരമുള്ള ഇക്വേഷൻ എന്താ? പി ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ആർ ഇൻറ്റു ഇ മൈനസ് ഡി ഡിവൈഡഡ് ബൈ കെ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട് നോക്കാം. പ്രൈസ് 42 ആണെന്നറിയാം. പ്രൈസ് ഇസ് ഈക്വൽ ടു 42 നമുക്കറിയാം. ടോട്ടൽ ഏർണിങ്സ് എത്ര എന്ന് അറിഞ്ഞാലല്ലേ എന്തുമാത്രം ഡിവിഡൻഡ് കൊടുക്കണം നമുക്ക് അറിയാൻ പറ്റൂ. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 60 ലാക്ക് ആണ്. നെറ്റ് പ്രോഫിറ്റ് 60 ലാക്ക്. അതിൽ നിന്ന് ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് 60 ലാക്ക്. സോ 200 ലാക്കിന്റെ 12% ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. സോ 200 ലക്ഷത്തിന്റെ 12% എന്ന് പറഞ്ഞാൽ 24 ലക്ഷമാണ്. സോ 60 ലാക്ക് മൈനസ് 24 ലാക്ക് 36 ലാക്ക് ആണ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ 36 ലക്ഷം ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. EPS പെർ ഷെയർ, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ അപ്പം എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 6 ലാക്ക് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 36 ലാക്ക് ഡിവൈഡഡ് ബൈ 6 ലാക്ക് ചെയ്താൽ ₹6 ആണ് നമ്മുടെ EPS എന്ന് കിട്ടും. ഓക്കെ, ഈ EPSന്റെ സർട്ടൻ പെർസെൻറ്റേജ് അല്ലേ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്? അതെത്ര നമുക്ക് അറിഞ്ഞൂടാ. ആ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആ പെർസെൻറ്റേജ് നമ്മൾ y ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാണ്. സോ 6y എന്ന് വരും ഡിവിഡൻഡ്. ആൻഡ് R എന്ന് പറയുന്നത് 0.2 20 ആണെന്ന് നമുക്കറിയാം. E എന്ന് പറയുന്നത് 6 minus 6y divided by k is equal to 16%. The whole divided by 6y divided by 0.16. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. സോ 0.2 divided by 0.16 എന്ന് പറഞ്ഞാൽ we get 1.25 എന്ന് കിട്ടും. സോ 42 is equal to 6y plus 1.25 into 6 minus 6y the whole divided by 0.16 എന്ന് വരും. So 42 into 0.16 is equal to 6.72 is equal to 6y plus 1.25 into 6. So 1.25 into 6 is equal to 7.5 എന്ന് വരും. 7.5 minus 1.25 into 6 is equal to 7.5y എന്ന് വരും. The whole divided by നമ്മൾ ചെയ്തു. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 6.72 minus 7.5 6.72 minus 7.5 is equal to negative 0.78 എന്ന് വരും. That is equal to 6y minus 7.5 that is minus 1.5y എന്ന് വരും. ഈ നെഗറ്റീവും ക്യാൻസൽ ചെയ്താൽ 0.78 divided by 1.5 is equal to 0.52 എന്ന് വരും. ഇത് പെർസെൻറ്റേജിലോട്ട് ചേഞ്ച് ചെയ്താൽ 52% എന്ന് വരും. കഴിഞ്ഞു. ഇനി വാട്ട് ഷുഡ് ബി ദ അപ്രോക്സിമേറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ സോ ആസ് ടു കീപ്? നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് അപ്രോക്സിമേറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ? 52% ആണ്. കൺക്ലൂഷൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ ആറിന്റെയും കെയുടെയും കേസാണ്. ആർ ഗ്രേറ്റർ ദാൻ കെ, ആർ ലെസ് ദാൻ കെ. അത് നിങ്ങൾക്ക് നോക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC Limited has 5 lakh outstanding shares of ₹10 each. The company earns a rate of 24% on its investment and retains 50% of earnings as a policy. So 5 lakh shares ഉണ്ട്. ഒരു ഷെയറിന്റെ വില 10 എന്നാണ്. The company earns a rate of 24% on its investment. That is R is equal to 24% and retain 50% of earnings as a policy. That is B is equal to 50% ആണ്. If cost of capital that is K is 18%, calculate price of the share according to Gordon's model.
total investment in asset is 50 lakh. If payout ratio changes to 10%, 90%, how will share price change? Comment on the optimal dividend policy. So K എന്ന് പറഞ്ഞാൽ 18% ആണ്. K is equal to 18%. R is equal to 24% ആണ്. ഇനി EPS നമ്മുടെ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഏർണിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 5 ലാക്ക് ആണ് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ്. സോ 5 ലാക്ക് ഇൻറ്റു 10 50 ലക്ഷമാണ് ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതിന്റെ 24% ആണ് നമ്മുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്, റിട്ടേൺ. സോ 50 ലാക്ക് ഇൻറ്റു 24% എന്ന് പറഞ്ഞാൽ 12 ലാക്ക് എന്ന് കിട്ടും. 12 ലക്ഷം എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ടോട്ടൽ ഏർണിങ്സ്. പെർ ഷെയർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 12 ലാക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, ദാറ്റ് ഇസ് 5 ലാക്ക് ചെയ്താൽ മതി. സോ 12 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ we get the answer as rupees 2.4 EPS കിട്ടും. ക്ലിയർ ആണോ? നമുക്ക് EPS എത്രയെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ ആ EPS അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇക്വേഷനിൽ എന്താ വേണ്ടേ? E ഇൻറ്റു 1 മൈനസ് ബി ഡിവൈഡഡ് ബൈ കെ മൈനസ് ബി ആർ ആണ്. ഈ നമുക്ക് അറിയത്തില്ല, സോ ഈ നമ്മൾ ചെയ്യാണ്. സോ നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 5 ലക്ഷമാണ്, ഒരു ഷെയറിന്റെ വില 10 ആണ്. സോ ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും? 50 ലക്ഷമാണ്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ 24% ആണ്. സോ നമ്മുടെ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 50 ലക്ഷത്തിന്റെ 24%, ദാറ്റ് ഇസ് 12 ലക്ഷം. അത് ടോട്ടലാണ്. ഇനി പെർ ഷെയർ വേണം. സോ 12 ലക്ഷം ഡിവൈഡഡ് ബൈ 5 ലക്ഷം ചെയ്താൽ മതി. 12 ലാക്ക് ഡിവൈഡ് ബൈ 5 ലാക്ക് ചെയ്താൽ നമുക്ക് 2.4 എന്ന് കിട്ടും. ഇനി നേരെ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് കേസിൽ റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് 10%ഉം 90% ആയിട്ട് മാറുന്നു എന്ന്. സോ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാന്നുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട്. സോ E is equal to 2.4 into 1 minus 0.5 divided by K എന്ന് പറയുന്നത് is 0.18 minus B. B is equal to E എവിടെ നമ്മുടെ? B is equal to 0.5 and R is equal to 0.24 and R is equal to 0.24. Equation solve ചെയ്താൽ you get P is equal to 20 എന്ന് കിട്ടും. അതുപോലെ അടുത്ത കേസിലും അതിൻ്റെ അടുത്ത കേസിലും ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. സിൻസ് R greater than K, നമ്മുടെ റിട്ടേൺ കെയെ കാട്ടി കൂടുതലാണ്. റിട്ടേൺ കെയെ കാട്ടി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതലും റീറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ഡിവിഡൻഡ് കുറവ് കൊടുത്തിട്ട് കൂടുതലും റീറ്റെയിൻ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. കമ്പനി ഈസ് എ ഗ്രോത്ത് ഫേം. ആസ് പെർ ഗോർഡൻസ് മോഡൽ റിറ്റൻഷൻ റേഷ്യോ ഇൻക്രീസസ്, ഷെയർ വാല്യൂ ഇൻക്രീസസ്. സോ നമ്മൾ കൂടുതൽ റീറ്റെയിൻ ചെയ്താലേ കൂടുതൽ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. ഒപ്റ്റിമൽ പോളിസി ഇസ് ടു റീറ്റെയിൻ ആസ് മച്ച് ആസ് പോസിബിൾ. നമ്മുടെ ഒപ്റ്റിമൽ പോളിസി എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് റീറ്റെയിൻ ചെയ്യാമോ അത്രയും ചെയ്യണം. പക്ഷെ ഗോർഡൻ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. The retention ratio must be less than K by R. വോൾട്ടറിന്റെ മോഡലിൽ ഈ ഒരു കണ്ടീഷൻ ഇല്ല. ഗോൾഡൻ മോഡലിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മുടെ റിട്ടൻഷൻ റേഷ്യോ ഷുഡ് ബി ലെസ് ദാൻ K by R. സോ K by R ചെയ്താൽ 75% കിട്ടും. ഓക്കെ, സോ 75%-ന് റിട്ടൻഷൻ റേഷ്യോ മസ്റ്റ് ബി ലെസ് ദാൻ K by R. ദാറ്റ് ഇസ് 75%-ന് ലെസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 50% ആണ്, ഇവിടെ റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് 90% ആണ്, ഇവിടെ റിട്ടൻഷൻ റേഷ്യോ 10% ആണ്. ഇത് രണ്ടും 75%-നേക്കാൾ കുറവാണ്. പക്ഷെ ഇത് 75%-നേക്കാൾ ഗ്രേറ്റർ ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ആൻസർ കിട്ടിയത്. മനസ്സിലായോ? സോ ആ ഒരു പോയിന്റ് ആലോചിച്ച് വെക്കാം. K by R 75%, അതിനേക്കാൾ ലെസ് ആയിരിക്കണം ഓൾവേസ് നമ്മുടെ റിട്ടൻഷൻ റേറ്റ്. ആ ഒരു പോയിന്റ് മാത്രമേ പറയാനുള്ളൂ. ബാക്കി ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി, കിട്ടും. ഇനി 78 ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. 3 ടേബിൾ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. നമ്മുടെ ആസ് യൂഷ്വൽ നോർമൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. സോ നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത നമ്മൾ കമ്പാരിറ്റീവ് കോമൺ സൈസ് ട്രെൻഡ് അനാലിസിസ്, ആ ഒരു ചാപ്റ്റർ നോക്കാം. ഷഡേന്ന് നമുക്ക് നോക്കാം, ഓരോ ഇതിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് വേഗം നോക്കാം.
കമ്പാരറ്റീവ് കോമൺ സൈസ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. യെസ്, കിട്ടി. മൊത്തം ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ക്വസ്റ്റ്യൻ ഫുള്ളൊന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. Prepare a common size income statement of RR Limited and offer comment on its profitability position. കോമൺ സൈസ് ആണ്. സോ നമ്മളൊരു കോമൺ ബേസ് ആണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എപ്പോഴും ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നെറ്റ് സെയിൽസ് ആണ്. ഓക്കെ, സോ ഗ്രോസ് സെയിൽസ് 10,30,000, 12,42,000 തന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ 30,000 ആൻഡ് 42,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തൊക്കെ ഐറ്റംസ് ആണോ തന്നിരിക്കുന്നത് ആ ഐറ്റംസ് എല്ലാം അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബേസ് ആയിട്ട് ഇതാ ഈ 10 ലക്ഷവും ഈ 12 ലക്ഷവും വേണം എടുക്കാൻ. ഓരോ ഐറ്റം എന്ത് ചെയ്യുക, ആ ബേസ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 10,30,000 ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്താൽ 103 എന്ന് കിട്ടും. 30,000 ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്താൽ 3 എന്ന് കിട്ടും. അടുത്തത് 6 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്താൽ 60 കിട്ടും. ഇവിടെ ആണെങ്കിലോ 10 lakh ബൈ 10 lakh ചെയ്താൽ 100 കിട്ടും. അങ്ങനെ ഓരോ ഐറ്റവും അങ്ങനെ ഡിവൈഡ് ചെയ്യുക, എടുത്ത് സൈഡിൽ എഴുതുക. സിമ്പിൾ. അതുപോലെ തന്നെ 2024ലും. സോ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ നെറ്റ് സെയിൽസ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു, അത് വെച്ചിട്ട് അങ്ങ് പെർസെൻറ്റേജ് കാണുന്നു, അത്രയേ ഉള്ളൂ. ഇനി കമന്റ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു യുക്തി പ്രകാരം അങ്ങ് ചെയ്ത് വെച്ചാൽ മതി, വേറൊന്നുമില്ല. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ട്രെൻഡ് അനാലിസിസിന് കഴിഞ്ഞ അറ്റംപ്റ്റിൽ പ്രീവിയസ് ഇയർ December 25 അറ്റംപ്റ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ട്രെൻഡ് അനാലിസിസ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ട്രെൻഡ് അനാലിസിസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ട്രെൻഡ് അനാലിസിസിൽ കുറച്ചൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയാണ് തന്നിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ട്. ഈ ഏരിയാസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. സോ 23, ഓക്കെ, 23 നമുക്ക് 100% ആണ് തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ബേസ് ആയിട്ട് എടുക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഇയർ തന്നിരിക്കുന്ന ഡേറ്റയിൽ ഫസ്റ്റ് ഇയർ വേണം നമ്മൾ ബേസ് ആയിട്ട് എടുക്കാൻ. സോ 10,000 ബൈ 10,000 ഇൻറ്റു 100% എന്ന് കിട്ടും. ഇനി 2024 എത്ര വരും, 15,000 ഡിവൈഡഡ് ബൈ 10,000 ദാറ്റ് ഇസ് 150% എന്ന് വരും. ഇനി 25 ആയാലോ 20,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100 200% എന്ന് കിട്ടും. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദാ ഇവിടെ 100 വരും, ദാറ്റ് ഇസ് 7,000 ബൈ 7,000 ഇൻറ്റു 100 വരും. അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എക്സ് മൈനസ് 7,000 ഇൻറ്റു 100 എത്രയായി വരുന്നത്, 125 എന്ന് കിട്ടും. സോ 100x ഇസ് ഈക്വൽ ടു 7,000 ഇൻറ്റു 125 ഇസ് ഈക്വൽ ടു 8,75,000 എന്ന് വരും. 8,75,000 എന്ന് വരും. So x is equal to 8,75,000 divided by 100 is equal to 8,750 എന്ന് വരും. കണ്ടോ? അതുപോലെ 2025 നോക്കുമ്പോൾ x by 7,000 into 100 ചെയ്താൽ we get it as 200 എന്ന് കിട്ടും. ഓക്കെ, 200 എന്ന് കിട്ടും. സോ 200 into 7,000 divided by 100 is equal to 14,000 എന്ന് കിട്ടും. 14,000. ക്ലിയർ ആണോ? ഇനി ഗ്രോസ് പ്രോഫിറ്റ് ഇതാ ഇവിടെയും ഫില്ല് ചെയ്ത് കൊടുക്കണം. അറിയില്ല, ഇതറിയില്ല. അടുത്തത് ഇവിടെയും empty സ്പേസസ് ആണ് വന്ന് കിടക്കുന്നത്. സോ നമുക്ക് ചെയ്ത് നോക്കാം. സെയിൽസ് 15,000 ആണെന്നറിയാം, COGSും കിട്ടി. സോ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ we get gross profits as 6,250. ഇവിടെ 20,000 മൈനസ് 14,000 ചെയ്താൽ 6,000 കിട്ടി. ഇനി പെർസെൻറ്റേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 6,250 by 3,000 into 100 that is 208.33 and 6,000 divided by 3,000 into 100 that is 200 എന്ന് കിട്ടും. സോ അവിടെ എല്ലാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കഴിഞ്ഞു. ദാ പിന്നെ ഇവിടെ കുറച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യാനുണ്ട്. അതെല്ലാം നമുക്ക് ഫിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആണെങ്കിൽ 625 ഡിവൈഡ് ബൈ 500 ഇൻറ്റു 100. സോ 625 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് 125 എന്ന് കിട്ടും. 125. അടുത്തതാണെങ്കിലോ 750
ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് 150 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് കോളത്തിലാണെങ്കിലോ 375 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 150 എന്ന് വരും. അടുത്തത് 500 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100 ചെയ്താൽ 150 എന്ന് വരും. ആൻഡ് ഇവിടെ ആണെങ്കിൽ 800 divided by 250 into 100 is equal to 320 എന്ന് വരും. ആൻഡ് 1000 divided by 250 into 100 is equal to 400 എന്ന് വരും. ക്ലിയർ ആണോ? സോ ക്വസ്റ്റ്യൻ 88 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനിലും കമന്റ് എഴുതണേ. ജസ്റ്റ് നിങ്ങളൊരു നോട്ട് പോലെ ഒന്ന് എഴുതി കൊടുത്താൽ മതി. അടുത്തത് കോമൺ സൈസ് പ്രോഫിറ്റബിലിറ്റി ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. പറഞ്ഞതുപോലെ നെറ്റ് സെയിൽസ് ബേസ് ആക്കുന്നു ചെയ്യുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ 5,25,000 6,75,000 ആണ്. അതങ്ങ് ബേസ് ആക്കി എടുക്കുക, ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്, അതുപോലെ കോപ്പി ഡൗൺ ചെയ്യുക, പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. പക്ഷെ ബേസ് ആയിട്ട് നെറ്റ് സെയിൽസ് കൊടുക്കണം. അതുപോലെ ഇനിയിപ്പോൾ ബാലൻസ് ഷീറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് അസറ്റ്സിന് ടോട്ടൽ അസറ്റ്സും ലയബിലിറ്റിക്ക് ടോട്ടൽ ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റി ഈക്വൽ ആണ്, പക്ഷെ ഞാൻ പറയാണ് അസറ്റ്സിന് നമ്മൾ ബേസ് ടോട്ടൽ അസറ്റ്സ് ആണ് എടുക്കുന്നത്. ഓരോ ലയബിലിറ്റിക്കും നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ടോട്ടൽ ലയബിലിറ്റി ആണ്. ഈ ക്വസ്റ്റ്യൻ ഓൾസോ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, സെയിം ക്വസ്റ്റ്യൻ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ബൈ യോർ സെൽഫ്. 91 എന്ന് പറയുന്നത് പ്രിപ്പയർ എ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 91 ഇസ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ എങ്ങനെ ചെയ്യും? ഡിഫറൻസ് ആണ് എടുക്കുക. ഒരു കമ്പാരിസൺ നടക്കുകയാണ്. 2 വർഷം തന്നിട്ടുണ്ടെങ്കിൽ ആ 2 വർഷത്തെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. സോ നോക്കാം, ഫോർമാറ്റ് അതുപോലെ കോപ്പി ഡൗൺ ചെയ്യുക. 2021-ലും 2022-ലും എന്താണ് ഡിഫറൻസ് വന്നേ നോക്കാം. 2500 മൈനസ് 1890 610 എന്ന് വരും. ഇനി ഈ 610 നമ്മുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 1890 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് 32.28% കിട്ടും. ഈ അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ. ഓക്കെ, അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് പറയുന്നത്. ക്ലിയർ ആണോ? സോ 330 ഡിവൈഡഡ് ബൈ 1240 ഇതിന്റെ ഡിഫറൻസ് ആണ് 330. ഈ 330 ഡിവൈഡ് ബൈ 1240, 330 ഡിവൈഡഡ് ബൈ 1240 ഇൻറ്റു 100 ചെയ്താൽ വി ഗെറ്റ് 26.61% കിട്ടും. 26.61% കിട്ടും. അതുപോലെ ഓരോ എലമെന്റ്സും എന്ത് ചെയ്യുക? പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇന്റർപ്രിട്ടേഷനും കൂടെ കൊടുക്കുക. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ട്രെൻഡ് അനാലിസിസ് ആണ്. ട്രെൻഡ് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. എന്താ? നമ്മുടെ ബേസ് ഇയർ, ഫസ്റ്റ് ഇയറിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യണം. സോ 2 lakh ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100 ദാറ്റ് ഇസ് 100. ഓരോന്നും ചെയ്യണം. 2021-ലാണെങ്കിൽ 2 lakh ബൈ 2 lakh 100 വരും. ഇനി 2022 ആണെങ്കിൽ 2,50,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100 ചെയ്താൽ 125 കിട്ടും. 2 lakh divided by 2,50,000 ചെയ്താൽ 2 lakh divided by 2 lakh ചെയ്താൽ 100 കിട്ടും. 1,80,000 divided by 2 lakh ചെയ്താൽ 90 എന്ന് കിട്ടും. ഇനി അടുത്തതാണെങ്കിലോ 1,50,000 by 1,50,000 100. ഇവിടെയും 1,50,000 by 1,50,000 100. നെക്സ്റ്റ് 200 divided by 1,50,000 133.33. 1,25,000 by 1,50,000 83.33. ഏതാണോ ഫസ്റ്റ് ഇയർ അത് വേണം നമ്മൾ ബേസ് ആയിട്ട് എടുക്കുക, പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെറ്റ് സെയിൽസ് ബേസ് ആയിട്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ്സ് ആണെങ്കിൽ ടോട്ടൽ അസറ്റിന്റെ ബേസിസിലും ലയബിലിറ്റി ആണെങ്കിൽ ടോട്ടൽ ലയബിലിറ്റിയുടെ ബേസിസിലും. ട്രെൻഡ് അനാലിസിസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ബേസിസിലായിരിക്കണം ബാക്കി എല്ലാ വർഷത്തെയും
ട്രെൻഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നുള്ള ട്രെൻഡ് നമ്മൾ കാണുകയാണ്. ഇനിയിപ്പം കമ്പാരറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് കാണണം. അപ്പം ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഇൻകം സ്റ്റേറ്റ്മെന്റ് P&L ആണെങ്കിലും 2 കൊല്ലം തന്നിട്ടുണ്ടാവും. ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ, ദാറ്റ് ഇസ് ഫസ്റ്റ് ഇയർ ഇൻറ്റു 100 ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ കമ്പാരറ്റീവ് കോമൺ സൈസ് ആൻഡ് ട്രെൻഡ് അനാലിസിസ്. സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് വേഗം അങ്ങ് പറഞ്ഞു പോയത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എനിക്കറിയാം മെജോറിറ്റി ആൾക്കാർക്കും ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റർ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. പക്ഷെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എടുക്കുമ്പോൾ എല്ലാ അറ്റംപ്റ്റിലും ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്കാണ് NPV. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, NPV എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്യാം. So what is NPV? NPV is equal to present value cash inflow minus present value cash outflow. NPV പോസിറ്റീവ് ആയാൽ നമ്മളൊരു പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. അതേസമയം NPV നെഗറ്റീവ് ആയാൽ നമ്മൾ പ്രോജക്റ്റ് എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്യണം. ഇനി NPV ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ we can either accept or reject the project. Okay, positive NPV ആണെങ്കിൽ accept, നെഗറ്റീവ് ആണെങ്കിൽ റിജക്ട്. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ either accept or reject. So question 2, this is previous year June 2025 attempt ചോദിച്ച question ആണ്. Jay and Karthi Limited is considering 3 capital projects. The expected cash flow of the project are as under. Okay, cash flows തന്നിട്ടുണ്ട് year 0, 1, 2 and 3. Amount in bracket represents cash outflow. ബ്രാക്കറ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം, നമ്മുടെ cash outflows ആയിട്ട് കൺസിഡർ ചെയ്യണം. As a cost and management accountant, you are required to calculate NPV and profitability index of the above project and suggest which will be preferred by Jay and Karthi Limited, presuming a discount rate of 10% and present value of ₹1 at this rate being തന്നിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ, ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് എല്ലാം തന്നിട്ടുണ്ട് 1, 2 and 3 years. ഓക്കെ, സോ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന എല്ലാം ഔട്ട്ഫ്ലോ ആണ്. സോ ആൽഫ, ബീറ്റ, ഗാമ 3 പ്രോജക്റ്റ് ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഇയർ 1 ആൽഫയ്ക്ക് 60,000, 2 45,000 ആൻഡ് 15,000. സോ അത് എടുത്ത് എഴുതി. അതേസമയം ബീറ്റയ്ക്ക് ഇയർ 1 ഇൻഫ്ലോ ഒന്നുമില്ല, അപ്പോഴും ഔട്ട്ഫ്ലോ ആണ്. ഇയർ 2 ആയപ്പോൾ 60,000, ഇയർ 3 ആയപ്പോൾ 70,000. ഗാമയ്ക്കാണെങ്കിലും ഇയർ 1 ഔട്ട്ഫ്ലോ ആണ് 20,000, ഇയർ 2 ഔട്ട്ഫ്ലോ ഇയർ 1 40,000 ആണ്, ഇയർ 2 80,000, ഇയർ 3 86,000. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രസന്റിലോട്ട് കൊണ്ടുവരണം. ഫസ്റ്റ് ഇയറിലെ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ 0.909 ആൻഡ് സെക്കൻഡ് ഇയറിൽ 0.826 ആണ്, തേർഡ് ഇയറിൽ 0.751 ആണ്. സോ ആൽഫയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ 60,000 ഇൻറ്റു 0.909 ചെയ്യുക, 54,540. 45,000 ഇൻറ്റു 0.826 ചെയ്യുക, 37,170. 15,000 ഇൻറ്റു 0.751 ചെയ്താൽ 11,265. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ വിൽ ബി 1,02,975 എന്ന് കിട്ടും. ഇനി ബിടെക് ആണെങ്കിലോ ഫസ്റ്റ് ഇയറിൽ ഇൻഫ്ലോ ഒന്നും ഇല്ല, സെക്കൻഡ് ഇയറിൽ ഇൻഫ്ലോ ആണ് 60,000. സോ 60,000 ഇൻറ്റു 0.826 is 49,560. 70,000 into 0.751 is 52,570 and total is 1,02,130. ഇനി ഗാമയ്ക്കാണെങ്കിൽ 80,000 into 0.826 ചെയ്താൽ 66,080. 86,000 into 0.751 ചെയ്താൽ 64,586 എന്ന് വരും. ടോട്ടൽ 1,30,666. ക്ലിയർ ആണോ? സോ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ 0th ഇയർ അല്ലെങ്കിൽ ബിഗിനിങ്ങിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുക, അതുപോലെ എടുത്തെഴുതാം. ആൽഫയ്ക്കാണെങ്കിലോ 0th ഇയറിൽ മാത്രമേ ഔട്ട്ഫ്ലോ ഉള്ളൂ, സോ ആ ഒരു 1 lakh എടുത്ത് കാണിച്ചു. ബിടെക് ആണെങ്കിൽ 0th ഇയറിൽ 80,000 ഉണ്ട്, അത് അതുപോലെ നമ്മൾ കാണിക്കണം. ഇനി ഇയർ 1 20,000 ആണ്. സോ ഈ 20,000 നമ്മൾ പ്രസന്റിലോട്ട് കൊണ്ടുവരാൻ ഇയർ 1 പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എത്രയാ, 0.909. സോ 20,000 ഇൻറ്റു
0.909 ചെയ്യുക, വി ഗെറ്റ് ദി ആൻസർ എസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 98,180 എന്ന് കിട്ടും. അതുപോലെ ഗാമയ്ക്കാണെങ്കിൽ ഇയർ 0യിലുള്ള ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 90,000 ആണ്. സോ 90,000 എന്ന് വരും. പ്ലസ് ഇയർ 1ലുള്ള ഔട്ട്ഫ്ലോ 40,000 ആണ്. സോ 40,000 ഇൻറ്റു 0.909 ചെയ്താൽ 1,26,360 എന്ന് കിട്ടും. ക്ലിയർ? സോ കഴിഞ്ഞു. ഔട്ട്ഫ്ലോസ് കിട്ടി, ഇൻഫ്ലോസ് പറയാം. ഇനിയിപ്പോൾ NPV കാൽക്കുലേറ്റ് എങ്ങനെയാ? ആൽഫയുടെ ആണെങ്കിൽ 1,02,975 മൈനസ് 1,00,000 ഇസ് 2,975. ബിടെക് ആണെങ്കിൽ 1,02,130 minus 98,180. So we get it 3,950. ഗാമയ്ക്കാണെങ്കിൽ 1,30,666 മൈനസ് 1,26,360 ചെയ്താൽ 4,306 എന്ന് കിട്ടും. ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓൾസോ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്നും നമുക്കറിയാം, പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണെന്നും ഓരോ കേസിലും അറിയാം. സോ ഡിവൈഡ് ചെയ്താൽ 1.03, 1.04 ആൻഡ് 1.034 എന്ന് കിട്ടും. സോ നമ്മൾ കമന്റ് ചെയ്യുമ്പം ഏറ്റവും ഹയസ്റ്റ് NPV ആർക്കാ? ഗാമയ്ക്കാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഏറ്റവും ഹയസ്റ്റ് ആർക്കാ? ഗാമയ്ക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഗാമ അക്സെപ്റ്റ് ചെയ്യണം. വെൻ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിഫറെന്റ് ഇൻ വേരിയസ് പ്രോജക്ട്സ്, profitability index method is preferred in comparison to NPV method because it measures the profitability in relation to the investment in the project. Hence, although NPV of gamma is the highest, the company will prefer project beta because of its highest profitability index. Okay, നമ്മളിവിടെ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ബീറ്റയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.04 ആണ്. അതേസമയം ഗാമയ്ക്ക് 1.034 ഉള്ളൂ. നമ്മൾ ഏത് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ? ബീറ്റയ്ക്ക് ഗ്രേറ്റർ ആണ്. സോ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. സോ 1.04 ഉള്ള ബീറ്റ വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. സോ ആ ബേസിസിലുള്ള ഒരു കൺക്ലൂഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആണോ? സോ ക്വസ്റ്റ്യൻ 2 നമ്മൾ ചെയ്തു. അതൊന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കണേ. NPVയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഇവിടെ പോസിറ്റീവ് മെഷർ ആണ് തരുന്നത്. ഗാമയ്ക്കാണ് ഹയസ്റ്റ് 4,306 NPV ഉണ്ട്. പക്ഷെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതായത് എന്തുമാത്രം റിട്ടേൺ ഫ്രം എ സിംഗിൾ റുപ്പി, ഹൗ മച്ച് ഓഫ് റിട്ടേൺ ക്യാൻ ബി ജനറേറ്റഡ്, അതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കൂടുതൽ ബീറ്റയ്ക്കാണ്. സോ ബീറ്റ വേണം നമ്മൾ നോക്കാൻ. ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല ബീറ്റയ്ക്ക് 1.04 ഉള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഗാമയാണ് എടുക്കേണ്ടത്. കാരണം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും NPVയും കൂടുതലാണല്ലോ. പക്ഷെ കൺക്ലൂഷൻ വായിച്ചപ്പോഴാണ് ഞാനും ആ പോയിന്റ് നോട്ടീസ് ചെയ്തത്. ബീറ്റ ഈസ് ഹാവിംഗ് മോർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.04. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മീൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന 1 രൂപയ്ക്ക് നമുക്ക് എന്തുമാത്രം റിട്ടേൺ കിട്ടും. സോ ഹയർ റിട്ടേൺ വരുന്നത് ബീറ്റയ്ക്കാണ്. സോ ബീറ്റ ഷുഡ് ബി അക്സെപ്റ്റഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. This is a very lengthy question, but then it's very simple. Previous year June 25 attempt ചോദിച്ച question ആണ്. Okay, XYZ Limited is considering the introduction of a new product. It is estimated that the profit before depreciation and tax would increase by 2,40,000 each year for first 4 years and 1,20,000 each for the remaining 6 years. So 2,40,000 ആണ് ആദ്യത്തെ 4 കൊല്ലം. അത് കഴിഞ്ഞ് വരുന്ന 6 കൊല്ലം 1,20,000 ആണ്. An advertisement cost of ₹40,000 is expected to be incurred in the first year. ഫസ്റ്റ് ഇയറിൽ മാത്രം നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എവിടെ എത്തി? യെസ്, which is not included in the above estimate of profits. അത് നമ്മൾ ആദ്യം കാണിച്ച പ്രോഫിറ്റിൽ കാണിക്കാൻ മറന്നുപോയി, കാണിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഉള്ള കാര്യം. The cost will be allowed for tax purpose in the first year. A new plant costing 4 lakh will be installed for the production of new product. നമ്മളൊരു ന്യൂ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 ലക്ഷമാണ്. Salvage value of the plant after its life of 10 years is estimated to be 80,000. Residual value 80,000 ആണ്. Working capital investment of 40,000 will be required in the year of installing the plant and further 30,000 in following year. So ഒരു working capital ഉണ്ട് 40,000
അടുത്ത വർഷം ഒരു 30,000 ഉണ്ട്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യം നമ്മളൊരു ഔട്ട്ഫ്ലോ ആയിട്ട് കണക്കാക്കണം. ആൻഡ് ഏറ്റവും അവസാനം ലൈഫ് ബിസിനസിന്റെ അല്ല അസറ്റിന്റെ ലൈഫ് തീരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ആദ്യമേ ഔട്ട്ഫ്ലോ, ദെൻ ഇൻഫ്ലോ. The company's tax rate is 30% and its claim written down value depreciation at 33.1/3% per annum. If the company's required rate of return is 20%, suggest whether the company should introduce the new product or not. Ignore tax effect on profit or loss on sale of asset. Okay, so tax effect on profit or loss on sale of asset ഇഗ്നോർ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. പ്രസന്റ് വാല്യൂ, ഇൻട്രസ്റ്റ് ഫാക്ടർ ടേബിൾ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പ്രോഫിറ്റ് 2,40,000 ആണ് പറയുന്നുണ്ട്. ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസും കൂടെ ഫസ്റ്റ് ഇയറിലുണ്ട്, അതും കൂടെ നമ്മൾ കുറച്ച് വേണം കാണിക്കാൻ. സോ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് 2 lakh എന്ന് പറഞ്ഞ് കാണിച്ചു. ക്ലിയർ ആണോ? ഇനി പിന്നെ വരുന്ന 5 വർഷം നമ്മൾ എത്ര തന്നെ കാണിക്കണം? എത്ര വർഷമാണ് 2,40,000? For the first 4 years ആണ്. ഓക്കെ, 2,40,000 for the first 4 years. സോ അത് കഴിഞ്ഞ് വരുന്ന സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും നമ്മൾ 2,40,000 തന്നെ കാണിച്ചു. പിന്നെ വരുന്ന 6 ഇയേഴ്സിൽ 1,20,000 ആണ്. സോ പിന്നെ വരുന്ന എല്ലാ വർഷവും 1,20,000 കാണിച്ചു. ഇനി ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. സോ ന്യൂ പ്ലാൻ കോസ്റ്റിംഗ് 4 lakh, അതിൻ്റെ സാൽവേജ് വാല്യൂ 80,000 ആണ്. ലൈഫ് 10 years ആണ് പറയുന്നുണ്ട്. ഇനി ഡിപ്രിസിയേഷൻ ഏത് മെത്തേഡിൽ ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? അതാ, കമ്പനീസ് ടാക്സ് റേറ്റ് ഇസ് 30% ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ ഡിപ്രിസിയേഷൻ ഇസ് 33.1/3% എന്ന് പറയുന്നുണ്ട്. സോ 4 lakhന്റെ 33.1/3%, സോ 4 ലക്ഷം ഇൻറ്റു 33.33% ചെയ്താൽ വി ഗെറ്റ് 1,33,333. സോ അടുത്ത കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം? ഈ 4 lakh മൈനസ് 1,33,333, ദാറ്റ് ഇസ് 2,66,667 എന്ന് കിട്ടും. ഇൻറ്റു 33.33% ചെയ്താൽ 88,889 എന്ന് വരും. ഇനി വീണ്ടും നമ്മൾ മൈനസ് ചെയ്യുക, 33.33% ചെയ്യുക. അങ്ങനെ ഓരോ കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം? WDVയുടെ ബേസിസിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആവും. ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് നമ്മൾ ടാക്സ് റേറ്റ് ദാറ്റ് ഇസ് 30% കുറച്ചാൽ 66,667, 66,667 മൈനസ് 30% ചെയ്താൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 46,667 എന്ന് കിട്ടും. അടുത്ത കേസിലോ 1,51,111, 1,51,111 മൈനസ് 30% ചെയ്താൽ വി ഗെറ്റ് 1,05,778 കിട്ടും. അത് കഴിഞ്ഞ് വരുന്ന വർഷം 1,80,741 മൈനസ് 30% ചെയ്ത് കഴിഞ്ഞാൽ we get the answer as 1,26,519. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് എല്ലാ കൊല്ലം എന്ത് ചെയ്യണം? ടാക്സ് റേറ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതിനകത്തോട്ട് ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ക്യാഷ് ഫ്ലോ കിട്ടത്തുള്ളൂ. ഓക്കെ, ഡിപ്രിസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ച് കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ക്യാഷ് ഫ്ലോ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിപ്രിസിയേഷൻ തിരിച്ച് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. സോ ക്യാഷ് ഫ്ലോ കിട്ടും. ഈ ക്യാഷ് ഫ്ലോയിനെ നമ്മൾ പ്രസന്റിലോട്ട് കൊണ്ടുവരാൻ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. തന്നിട്ടുണ്ടല്ലോ 10 കൊല്ലത്തെ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ. സോ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസന്റ് വാല്യൂ കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് വർഷം 10ാമത്തെ വർഷം 2 അഡീഷണൽ ഇൻഫ്ലോയും കൂടെ ഉണ്ട്. ഒന്ന് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ, 2 വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ആദ്യമേ ഔട്ട്ഫ്ലോ ആയിട്ട് കാണിച്ച വർക്കിംഗ് ക്യാപിറ്റൽ 10ാമത്തെ കൊല്ലം ഇൻഫ്ലോ ആയിട്ട് കാണിക്കണം. സോ ടോട്ടൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 40,000 ആൻഡ് 30,000 70,000 വരും. സോ 70,000 ഇൻറ്റു 0.162 ചെയ്ത് പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. ഇനി സ്ക്രാപ്പ് വാല്യൂ എത്ര? 80,000 ആണ്. സോ ഏറ്റവും അവസാനത്തെ വർഷം നമ്മൾ ഇത് വിൽക്കുമ്പോൾ 80,000 കിട്ടും. അത് നമ്മുടെ ഇൻഫ്ലോ ആണ്. സോ 80,000 ഇൻറ്റു 0.162 ചെയ്താൽ 12,960 കിട്ടും. സോ ടോട്ടൽ നമ്മുടെ പ്രസന്റ് വാല്യൂ
6,45,351 എന്ന് കിട്ടും. ഇനി ക്യാഷ് ഔട്ട്ഫ്ലോ കാണിക്കുമ്പോൾ നമ്മുടെ ഇനിഷ്യൽ പ്ലാൻ കോസ്റ്റ് 4 ലാക്ക്. ഇനി ഇനിഷ്യലി തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്തത് 40,000 ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ 40,000 ഇയർ 0-ൽ. ആൻഡ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ കാണിച്ചത് 30,000 ആണ്. സോ ആ 30,000 എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ആണ്. ആൻഡ് നമ്മുടെ present value interest factor is 0.833. So 30,000 into 0.833 ചെയ്താൽ 24,990 കിട്ടും. സോ നമ്മുടെ present value cash outflow എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരണം. 4,40,000 24,990 ചെയ്താൽ 4,64,990 എന്ന് വരും. സോ NPV is equal to present value inflow minus present value outflow. That is 1,80,361 എന്ന് കിട്ടും. ക്ലിയർ? സോ അവിടെ കഴിഞ്ഞു ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ഓൾസോ NPVയുടെ ക്വസ്റ്റ്യൻ ആണ്. A project requires an investment of 5 lakh in fixed asset and rupees 1 lakh in working capital. The salvage value of fixed asset after 3 years is expected to be 2 lakh. Annual cash inflow before tax is 3 lakh. Income tax rate on profit as well as capital gain is 30%. Cost of capital is 18%. Depreciation is to be charged under WDV method at 40%. Calculate NPV of the proposal and suggest whether the proposal should be accepted or rejected. So ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആണ്. സോറി 2 lakh അല്ല, അസറ്റിന്റെ വാല്യൂ ഇസ് 5 lakh. 5 lakh ആണ് പ്രൊജക്റ്റിന്റെ വാല്യൂ. സോ 5 lakhന്റെ 40% ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 2 lakh കിട്ടും. WDV അല്ലേ? സോ 2 lakh 5 lakh minus 2 lakh 3 lakh വരും. സോ 3 lakhന്റെ 40% is 1,20,000. So 3 lakh minus 1,20,000 is 1,80,000. So 1,80,000 40% എന്ന് പറഞ്ഞാൽ 72,000 എന്ന് കിട്ടും. ക്ലിയർ? സോ ഡിപ്രിസിയേഷൻ കിട്ടി. ഇനി ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ടാക്സ് ആർ 3 lakh. ഓക്കെ, എല്ലാ കൊല്ലവും നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 3 lakh ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ അതിന് എന്ത് എഴുതി? പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുക. ഇപ്പോൾ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്നാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോ ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാലും ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആയിട്ട് എടുക്കുക. 3 lakh ആണ് വരുന്നത്. ആൻഡ് ഡിപ്രിസിയേഷൻ 2 lakh, 1,20,000 ആൻഡ് 72,000 എന്ന് വരും. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സസ് 3 lakh minus 2 lakh 1 lakh, 3 lakh minus 1,20,000 1,80,000, 3 lakh minus 72,000 2,28,000. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറയ്ക്കണം. ടാക്സ് റേറ്റ് 30% ആണെന്ന് പറയുന്നുണ്ട്. സോ 1 lakh minus 30% 70,000, 1,80,000 minus 30% 1,26,000, 2,28,000 minus 30% 1,59,600. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ 70,000 plus 2 lakh, 2,70,000, 1,26,000 plus 1,20,000, 2,46,000, 1,59,600 plus 72,000, 2,31,600 എന്ന് കിട്ടും. ദിസ് ഇസ് അവർ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ഇനി സോ നമുക്ക് ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി ഏറ്റവും ലാസ്റ്റ് ഇയർ എൻഡ് ഓഫ് തേർഡ് ഇയറിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ സാൽവേജ് വാല്യൂ ഉണ്ട്. എത്രയാണ് സാൽവേജ് വാല്യൂ? അറ്റ് ദി എൻഡ് ഓഫ് ആഫ്റ്റർ 3 years 2 lakh കിട്ടും എന്ന് പറയുന്നുണ്ട് സാൽവേജ് വാല്യൂ. ഈ 2 lakh നമുക്ക് കിട്ടുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് തേർഡ് ഇയർ നമ്മുടെ മെഷീൻ്റെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ വാല്യൂ എത്രയാണ്, അല്ലെ അസറ്റിൻ്റെ വാല്യൂ ഇസ് 1,80,000 മൈനസ് 72,000 എന്ന് പറഞ്ഞാൽ 1,80,000 മൈനസ് 72,000 1,08,000 ആണ്. ഓക്കെ, 1,08,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് നമുക്ക് വിറ്റ സാൽവേജ് വാല്യൂ 2 ലക്ഷം കിട്ടും. വിച്ച് മീൻസ് 2 lakh minus 1,08,000 is our capital gain.
92,000 നമുക്കൊരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നുണ്ട്. ആ ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നമ്മൾ ടാക്സ് അടയ്ക്കണം. അത് നമ്മളെ സംബന്ധിച്ചൊരു ലോസ് അല്ലേ? നമ്മുടെ സാൽവേജ് വാല്യൂ 2 ലാക്ക് ഫുൾ നമുക്ക് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ അവസാനത്തെ വർഷം ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ആ 92,000 പുറത്തുള്ള 30% ടാക്സ് റേറ്റ് 27,600 കൂടെ നമ്മൾ കുറയ്ക്കണം. സോ 2 ലാക്ക് മൈനസ് 27,600 ചെയ്താൽ 1,72,400 കിട്ടും. ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവേർഡ് ഇസ് 1 ലാക്ക് ആണ്. നമ്മൾ ഇനിഷ്യലി നമ്മളൊരു 1 ലാക്ക് റുപ്പീസ് സ്പെൻഡ് ചെയ്തു ഔട്ട്ഫ്ലോ പോലെ, അത് നമുക്ക് എന്ത് ചെയ്യും ലാസ്റ്റ് കൊല്ലം ഒരു ഇൻഫ്ലോ ആയിട്ട് കിട്ടും. സോ ടോട്ടൽ വിൽ ബി 1,72,400 പ്ലസ് 2,72,400. ഓക്കെ, അപ്പോൾ ക്യാഷ് ഫ്ലോസ് എല്ലാം കിട്ടി. ഇനി ഇത് പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. പ്രസന്റ് വാല്യൂവിൽ കൊണ്ടുവരാനുള്ള ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 2,70,000, സെക്കൻഡ് ഇയറിൽ 2,46,000, തേർഡ് ഇയറിൽ 2,31,600 പ്ലസ് 2,31,600 പ്ലസ് 2,72,400 ചെയ്താൽ 5,04,000 കിട്ടും. സോ ഇത് പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദി പ്രസന്റ് വാല്യൂ കിട്ടും. സോ നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോ 7,12,236 ആണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് 6 ലാക്ക് കുറച്ചാൽ we get the NPV as 1,12,236. എങ്ങനെ നമുക്ക് 6 ലാക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടി? 5 ലക്ഷം പ്രൊജക്റ്റിന്റെ വാല്യൂ പ്ലസ് 1 ലാക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലും കൂടെ ചേർത്താണ് 6 ലാക്ക് വരാം. ഇനി കൺക്ലൂഷൻ എഴുതാൻ മറക്കല്ലേ, NPV is positive so that the proposal can be accepted. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ ഡിസംബർ 23 അറ്റംപ്റ്റിൽ ചോദിച്ചതാണ്. കമ്പനി A wants to invest in a project, the life of which is expected to be 4 years. The actual net profit is expected to be 20,000 after charging yearly depreciation of 16,000 in order to write off capital cost of 64,000. Okay, സോ കമ്പനിക്ക് ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ലൈഫ് ഓഫ് ദി പ്രോജക്റ്റ് 4 ഇയേഴ്സ് ആണ്. ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് 20,000 ആണ്. ആഫ്റ്റർ ചാർജിങ് ഇയർലി ഡിപ്രിസിയേഷൻ ഓഫ് റുപ്പീസ് 16,000. ഓക്കെ, 16,000 ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് 20,000 ആണ്. ഇൻ ഓർഡർ ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് റുപ്പീസ് 64,000. ഔട്ട് ഓഫ് ദ ക്യാപിറ്റൽ കോസ്റ്റ് 40,000 is payable immediately. സോ നമ്മുടെ മൊത്തത്തിലുള്ള ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 64,000 ആണ്. അതിൽ നിന്ന് 40,000 is payable immediately year 0 and balance in the next year end. ബാലൻസ് നമ്മൾ അടുത്ത വർഷം എൻഡിലാണ് പേ ചെയ്യുന്നത്. ഓക്കെ, stock amounting to 12,000 to be invested in year 0 will be required throughout the project, and for debtors further sum of 16,000 will have to be invested at the end of year 1. That is our working capital. Okay, so stock debtors നമ്മുടെ working capital ആണ്. The working capital will be recouped at the end of year 5. അവസാനത്തെ 5ാമത്തെ കൊല്ലാകുമ്പം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, റീകൂപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് മെഷീനറി വിൽ ഫെച്ച് എ സ്ക്രാപ്പ് ഓഫ് 4,000 അറ്റ് ദി എൻഡ് ഓഫ് 4th ഇയർ. 4th ഇയറിന്റെ അവസാനമാകുമ്പം 4,000 രൂപ എന്ത് ചെയ്യും, സ്ക്രാപ്പ് വാല്യൂ കിട്ടും. ഇൻകം ടാക്സ് ഇസ് പേയബിൾ അറ്റ് 40% ആൻഡ് ഡിപ്രിസിയേഷൻ ഈക്വൽസ് ദി taxation writing down allowance of 25% per annum. So income tax 40% ആണ്, depreciation എന്ന് പറഞ്ഞാൽ 25% ആണ്. Income tax is paid after 9 months after the end of the year when profit is made. Okay, income tax is paid after 9 months after the end of the year when profit is made. The residual value of 4,000 will also bear tax at 40%. Since the tax is paid in the next year and working capital is recouped in the 5th year cash inflow, calculation will be required up to 5 years. So 5 കൊല്ലത്തെ calculation ചെയ്യണം എന്നാ പറയുന്നത്. Taking discount factor of 10%, calculate NPV of the project and give your comments. So present value, interest factors എല്ലാം തന്നിട്ടുണ്ട്. So ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്ഫ്ലോ ചെയ്യാം. നമ്മളോട് പറയുന്നത് മൊത്തം 64,000 ക്യാപിറ്റൽ കോസ്റ്റിൽ 40,000 പെയ്ഡ് ഇമീഡിയറ്റ്ലി. സോ ഇയർ 0യിൽ തന്നെ 40,000 ഉണ്ട്. ബാക്കി വരുന്ന 24,000 നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത വർഷം അതായത് എൻഡ് ഓഫ് ഇയർ
ദാറ്റ് ഈസ് ഇയർ 1-ലെ എൻഡ്. സോ 24,000 ഇൻറ്റു 0.9091 ചെയ്താലേ പ്രസന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റൂ. സോ 21,818. ഇനി നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ വരുന്നുണ്ട്? 12,000 അപ്പം തന്നെ. സോ ആ 12,000 പ്രസന്റിലായിരിക്കുന്നത്. ഇനി ഡെറ്റേഴ്സ് 16,000 അറ്റ് ദി എൻഡ് ഓഫ് ഇയർ 1. സോ 16,000 ഇൻറ്റു 0.9091 ചെയ്യണം. സോ 14,546 വരും. So total present value of cash outflow is 88,364 എന്ന് വരും. ക്ലിയർ? ഇനി NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് the net profit is expected to be 20,000 after charging yearly depreciation of rupees 16,000. സോ നമ്മുടെ 16,000 ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷം നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാ? 20,000 ആണ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാണ്. 16,000 4 കൊല്ലം ആഡ് ബാക്ക് ചെയ്യാണ്. ഇനി നമ്മുടെ റെസിഡുവൽ വാല്യൂ എന്ന് പറയുന്നത് 4,000 ആണ്. ആ 4,000 നമ്മൾ 4ാമത്തെ വർഷം നമ്മൾ തിരിച്ചെടുക്കും. ഓക്കെ, സോ 4,000 4th ഇയറിൽ നമ്മളെ സംബന്ധിച്ചൊരു ക്യാഷ് ഇൻഫ്ലോ ആണ്. സോ ആ 4,000 നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കാണിച്ചു. ഇനി ടാക്സ് നമ്മൾ കുറയ്ക്കണം. ടാക്സ് 40% നമ്മൾ കുറയ്ക്കണം. അത് പക്ഷെ ഫോളോയിങ് ഇയർ, ഇപ്പോൾ ഫസ്റ്റ് ഇയറിലെ ടാക്സ് പേയ്മെന്റ് സെക്കൻഡ് ഇയറിലായിരിക്കും, സെക്കൻഡ് ഇയറിലെ ടാക്സ് പേയ്മെന്റ് തേർഡ് ഇയറിലായിരിക്കും, തേർഡ് ഇയറിലെ ടാക്സ് പേയ്മെന്റ് ഫോർത്ത് ഇയറിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ടാക്സ് പേയ്മെന്റ് കൊടുക്കുക. ക്ലിയർ? സോ ഫസ്റ്റ് ഇയറിൽ 20,000 ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഈ 20 ഡിപ്രിസിയേഷന് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. സോ ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ടിൽ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ 20,000-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് റേറ്റ്? 40% ആണ്. സോ 20,000-ന്റെ 40% എന്ന് പറഞ്ഞാൽ 8,000. സെക്കൻഡ് ഇയറിലും 8,000 ആണ്, തേർഡ് ഇയറിൽ 8,000 ആണ്. ഇനി ഫോർത്ത് ഇയറിൽ നമ്മളോട് പറയുന്നത് റെസിഡുവൽ വാല്യൂ 4,000 വിൽ ഓൾവേസ് ബെയർ ടാക്സ് അറ്റ് 40%. അപ്പം ഈ 4,000-നും ടാക്സ് ഉണ്ട്. സോ 20,000 പ്ലസ് 4,000 24,000-ന്റെ 40%, ദാറ്റ് ഇസ് 9,600 എന്ന് കിട്ടും. ഇനി ഏറ്റവും അവസാനം ഫിഫ്ത്ത് ഇയറിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റിക്കവറി ചെയ്യാം. ദാറ്റ് ഇസ് 12,000 പ്ലസ് 16,000, ദാറ്റ് ഇസ് 28,000 എന്ന് വരും. നമ്മുടെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ ഈസ് 36,000, 28,000, 28,000, 32,000, 18,400. Okay, so present value interest factor is 0.9091, 0.8264, 0.7513, 0.6830, 0.62029. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് കിട്ടും. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ആഡ് ചെയ്താൽ മതി. 32,728 പ്ലസ് 23,139 പ്ലസ് 21,036 പ്ലസ് 21,856 പ്ലസ് 11,425 is equal to 1,10,184 എന്ന് കിട്ടും. സോ പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഔട്ട്ഫ്ലോ, ദാറ്റ് ഇസ് 88,364 ലെസ് ചെയ്താൽ we get it as 21,820 എന്ന് കിട്ടും. Since NPV of the project is 21,820, the project should be accepted. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയില്ലെങ്കിൽ നമുക്ക് എക്സാമിന് കൺഫ്യൂസിങ് ആയി പോകും. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ 6. A company has to replace one of its machine which has become unserviceable. Two options are available to the company: a more expensive machine premium with 12 years life, a less expensive machine standard with 6 years life. If standard machine is chosen, it will be replaced at the end of 6 years by another standard machine. The pattern of maintenance, running cost and prices as under: purchase price under, scrap value under, overhauling is due at the end of 8th year, 4th year, overhauling cost തന്നിട്ടുണ്ട്, annual repairing expense തന്നിട്ടുണ്ട്. Cost of capital 14%,
you are required to recommend which of the machine should be purchased given present value interest factors. സോ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ ആനുവിറ്റി ഓൾസോ തന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് മെഷീൻ്റെയും കോസ്റ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി ആർ ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ്. സോ നമ്മൾ കോസ്റ്റിന്റെ ബേസിസിൽ ഡിസിഷൻ എടുക്കുമ്പോൾ എവിടെയാണ് ഏറ്റവും കോസ്റ്റ് കുറവ്, ദാറ്റ് ഈസ് ബെസ്റ്റ്. ഓക്കെ, സോ ക്യാഷ് ഔട്ട്ഫ്ലോസ് നമുക്ക് നോക്കാം. ആദ്യം പ്രീമിയം മെഷീൻ പർച്ചേസ് പ്രൈസ് 40 lakh ആണ്, ദാറ്റ് ഈസ് ഇയർ 0. ആനുവൽ റിപ്പയർ എന്ന് പറഞ്ഞാൽ എല്ലാ കൊല്ലവും വരുന്ന റിപ്പയർ എന്ന് പറയുന്നത് ഇസ് 4 lakh ആണ്, ദാറ്റ് ഈസ് 4 ലക്ഷം എന്ന് വരും. ഇനി ഓവർഹോളിംഗ് കോസ്റ്റ് ദാറ്റ് ഇസ് 8 lakh ആണ് അറ്റ് ദി എൻഡ് ഓഫ് 8th ഇയർ. സോ 8 lakh അറ്റ് ദി എൻഡ് ഓഫ് 8th ഇയർ. ഇനി സ്ക്രാപ്പ് വാല്യൂ 6 lakh, ദാറ്റ് ഇസ് ആൻ ഇൻകം. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ആ 6 lakh ഇൻഫ്ലോ നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, സോ ഇനി ഇതിനെല്ലാം പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം. ഈ 40 lakh അതുപോലെ 40 lakh ആണ്. ആനുവൽ റിപ്പയർ എല്ലാ കൊല്ലവും വരും. സോ ഇൻട്രസ്റ്റ് ഫാക്ടർ ആനുവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 5.6600. സോ 22,64,000 വരും. ഇനി ഓവർഹോളിംഗ് കോസ്റ്റ് 8th ഇയറിൽ മാത്രമാണ് വരാം. സോ ഇൻടു 0.3506 ചെയ്താൽ വി ഗെറ്റ് 2,80,480 എന്ന് കിട്ടും. ഇനി സ്ക്രാപ്പ് വാല്യൂ 12th ഇയറിൽ മാത്രമാണ്, ദാറ്റ് ഇസ് 0.2076 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1,24,560. സോ ടോട്ടൽ NPV ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 40 lakh പ്ലസ് 22,64,000 പ്ലസ് 2,80,480 minus 1,24,560 is equal to 64,19,920 എന്ന് കിട്ടും. ഇനി നമ്മുടെ അത് ഞാൻ പറയാം, ഇപ്പം ഇവിടെ വരെ ചെയ്യാം. ഇനി അതുപോലെ സ്റ്റാൻഡേർഡ് മെഷീൻ 6 years ലൈഫാണ്. സോ പർച്ചേസ് പ്രൈസ് 28 lakh ആണ് വരാം. ഓക്കെ, പർച്ചേസ് പ്രൈസ് 28 lakh. 6 വർഷം എല്ലാ കൊല്ലം 5,60,000 ആനുവൽ റിപ്പയർ. ഓവർഹോളിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 lakh ആണ്. അത് ഇൻകർ ചെയ്യുന്നത് ഏത് വർഷമാണ്? അറ്റ് ദി എൻഡ് ഓഫ് 4th ഇയർ ആണ്. സോ അത് കാണിക്കാൻ സ്ക്രാപ്പ് വാല്യൂ 6 lakh ആണ് അറ്റ് ദി എൻഡ് ഓഫ് 6th ഇയർ. സോ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എന്താ, ഇയർ 0 28 lakh തന്നെ കാണിക്കാം. ഇനി 1 to 6 എല്ലാ കൊല്ലം വരുന്നുണ്ട്. ആനുവിറ്റി ഫാക്ടർ 3.8899 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 21,78,344 എന്ന് വരും. നെക്സ്റ്റ് വൺ 4th ഇയറിൽ മാത്രമാണ്. സോ 4th ഇയറിൽ 0.5921 ആണ്. ആൻഡ് സ്ക്രാപ്പ് വാല്യൂ 6th ഇയറിൽ 0.4556 ആണ്. ഓക്കെ, സോ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ 49,41,824 എന്ന് വരും. ഇവിടെ ഒന്നിന്റെ ലൈഫ് 12 ഇയറും ഇതിന്റെ ലൈഫ് 6 ഇയറും. സോ കമ്പാരിസൺ പോസിബിൾ അല്ല. സോ ഇതിനെ ഈക്വലന്റ് ആക്കാൻ വേണ്ടി നമ്മൾ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ അനുവിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. So 64,19,920 divided by 5.6600 ചെയ്താൽ we get 11,34,261 എന്ന് കിട്ടും. ആൻഡ് അതുപോലെ ഇവിടെ 49,41,824 divided by 1 to 6 ഇയറിലെ ആനുവിറ്റി 3.8899 വെച്ച് ഡിവൈഡ് ചെയ്താൽ you will get it as 12,70,424 എന്ന് കിട്ടും. ഓക്കെ, സോ കമ്പാരിസൺ നോക്കുമ്പം കോസ്റ്റ് കുറവ് പ്രീമിയത്തിനാണ്. സോ പ്രീമിയം ഷുഡ് ബി അക്സെപ്റ്റഡ് സിൻസ് ദ equivalent annualized outflow for premium is less. The company should purchase the premium machine. Done. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ June 23 സിമിലർ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ക്വസ്റ്റ്യൻ്റെ ഒരു സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് യു ക്യാൻ വർക്ക് ഔട്ട്. അതോ ഞാൻ ചെയ്ത് കാണിക്കണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, സോ നമുക്ക് നോക്കാം. പർച്ചേസ് പ്രൈസ് ഓഫ് ദ മെഷീൻ എക്സിന് 6 lakh, മെഷീൻ വൈക്ക് 10 lakh ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ 3 lakh ആൻഡ് 5 lakh. യൂസ്ഫുൾ ലൈഫ് 5 years 8 years. സാൽവേജ് വാല്യൂ അറ്റ് ദി എൻഡ് 1 lakh 2 lakh ആണ്. ആക്ച്വൽ സാൽവേജ് വാല്യൂ റിയലൈസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് യൂസ്ഫുൾ ലൈഫ് 1,20,000 80,000. This is estimate and this is actual. Okay. Method of depreciation straight line. ടാക്സ് റേറ്റ് രണ്ട് സ്ഥലത്തും 30% ആണ്. ആനുവൽ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് ദാറ്റ് ഇസ് 4 lakh. ആനുവിറ്റി ഫാക്ടർ ഇവിടെ 5 ഇയേഴ്സിന് 3.791, ഇവിടെ 8 ഇയേഴ്സിന് 5.335. ഇനി പ്രസന്റ് വാല്യൂ ഫാക്ടർ 4, 5,
fifth year 0.621 and for 8th year is 0.467. Which of the above machine should be purchased? So NPV നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ NPV കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ ഡിപ്രിസിയേഷൻ SLM മെത്തേഡ് ആണ്. പർച്ചേസ് പ്രൈസ് 6 lakh ആണ്. നമ്മുടെ എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ ഇസ് 1 lakh. സോ 6 lakh മൈനസ് 1 lakh ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് 5 ചെയ്താൽ ഡിപ്രിസിയേഷൻ 1 lakh കിട്ടും. ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ പറയുന്നത്, ആനുവൽ ഏർണിങ്സ് ബിഫോർ ടാക്സസ് 4 lakh. സോ ഈ 4 lakhന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് 4 lakhന്റെ 30%, 1,20,000 ടാക്സ് കുറച്ചാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വിൽ ബി 2,80,000. ഇതിനകത്തോട്ട് ഡിപ്രിസിയേഷൻ നമ്മൾ 1 lakh ആഡ് ചെയ്ത് കൊടുത്താൽ വി ഗെറ്റ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സസ് 3,80,000. നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആണ്, ക്വസ്റ്റ്യൻ തന്നാൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒരു നോട്ട് ഡൗൺ കൊടുക്കാം. ഇപ്പം ചില ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഏർണിങ്സ് ബിഫോർ ടാക്സ് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കുന്നതിന് മുന്നേ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നാൽ ചില ക്വസ്റ്റ്യനിൽ ഡിപ്രിസിയേഷൻ കുറച്ചതിന് ശേഷമാണെന്നുള്ളതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആക്ച്വലി പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോഴാണ് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ കുറച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ് വരെ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു, ഡിപ്രിസിയേഷൻ കുറയ്ക്കണോ വേണ്ട. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻസിലും വർക്ക് ബുക്കിലെ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ആ ഒരു കൺഫ്യൂഷൻ അറൈസ് ചെയ്യാറുണ്ട്. സോ നിങ്ങളൊരു നോട്ട് ആ സമയത്ത് അങ്ങ് എഴുതി കൊടുത്താൽ മതി, നിങ്ങൾ ഈ ഒരു രീതിയിലാണ് ചെയ്തതെന്ന്. പിന്നെ എക്സാമിനിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അതായത് ക്ലിയർലി മെൻഷൻ ചെയ്യും. ഇപ്പൊ ഡിപ്രിസിയേഷൻ അവർ കുറച്ചിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്ന് എടുത്ത് പറയും. ഓക്കെ, ഇവിടെ ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയുമ്പോൾ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് എന്നുള്ള രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. സോ ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കാണണം. സോ 3,80,000 ഇൻറ്റു നമ്മുടെ ആനുവിറ്റി ഫാക്ടർ 3.79 വെച്ച് 1 മൾട്ടിപ്ലൈ ചെയ്താൽ 14,40,580 ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് സാൽവേജ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ വർഷം നമുക്ക് എന്ത് ചെയ്യുന്നു, 1,20,000 ആക്ച്വലി കിട്ടുന്നു. ദാറ്റ് ഇസ് എൻഡ് ഓഫ് 5th ഇയർ 0.621 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 74,520 ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യുന്നത് 3 lakh ആണ്. അത് ഓൾസോ എൻഡ് ഓഫ് 6th ഇയർ ആണോ, എൻഡ് ഓഫ് 5th ഇയർ ആണ്. സോ 3 lakh ഇൻറ്റു 0.621 ചെയ്താൽ 1,86,300. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഇസ് 17,01,400. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 6 ലക്ഷം പ്ലസ് 3 ലക്ഷം 9 ലക്ഷം കുറച്ചാൽ NPV 8,01,400 എന്ന് കിട്ടും. ഇനി അതുപോലെ മെഷീൻ വൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡിപ്രിസിയേഷൻ എങ്ങനെ ചെയ്യാം, 10 lakh മൈനസ് 2 lakh 8 lakh ആണ്. 8 lakh ബൈ യൂസ്ഫുൾ ലൈഫ് 8, സോ 1 lakh എന്ന് വരും. ഏർണിങ്സ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഏർണിങ്സ് ബിഫോർ ടാക്സ് 4 lakh എന്ന് പറയുന്നുണ്ട്. സോ 4 lakh അതിൽ നിന്ന് ടാക്സ് 30% കുറച്ച് 1,20,000 ആൻഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,80,000. ഡിപ്രിസിയേഷൻ 1 lakh ആഡ് ബാക്ക് ചെയ്താൽ 3,80,000 എന്ന് കിട്ടും. സോ 3,80,000 ഇൻറ്റു ആൻഡ് ഇവിടെ നമുക്ക് 8 വർഷമാണ്. സോ ആനുവിറ്റി ഫാക്ടർ ഇസ് 5.335. സോ 20,27,300 എന്ന് കിട്ടും. ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് സാൽവേജ്, സോ 80,000 ആണ് ആക്ച്വൽ സാൽവേജ് അല്ലെ റെസിഡൽ വാല്യൂ റിസീവ്ഡ്. So 8th year 0.467, so 37,360 and present value of working capital required is 5 lakh into 0.467, that is 2,33,500 എന്ന് വരും. ലാസ്റ്റ് വർഷമാണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവർ ചെയ്യുക. സോ 8th ഇയറിന്റെ ഇൻട്രസ്റ്റ് ഫാക്ടർ വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാം. സോ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഇൻഫ്ലോ ഇസ് 22,98,160. ഇനി ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, 10 lakh plus 5 lakh 15 lakh ആണ്. 10 ലക്ഷം പ്ലസ് 5 ലക്ഷം. സോ ദാറ്റ് ഇസ് അവർ ഔട്ട്ഫ്ലോ. സോ NPV is 7,98,160. ഇനി ആനുവലൈസ്ഡ് NPV ഇവിടെ നോക്കുമ്പോൾ
രണ്ടിൻ്റെയും വർഷം ഡിഫറൻസ് അല്ലേ, ഒന്ന് 5 ഇയേഴ്സും രണ്ടാമത്തെ 8 ഇയറോ. സോ ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനുവിറ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ 3.791 ആണ് അനുവിറ്റി ഫാക്ടർ. സോ 2,11,396 എന്ന് കിട്ടും. ഇവിടെ 5.335 ആണ്. സോ 1,49,608 എന്ന് കിട്ടും. സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെഷീൻ എക്സിനാണ് കൂടുതൽ NPV. സോ മെഷീൻ എക്സ് ഷുഡ് ബി purchased. Done. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി പേ ബാക്ക് പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, പേ ബാക്ക് പീരീഡ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കമ്പനി ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ 3 മെഷീൻസ്. ഈച്ച് മെഷീൻ കോസ്റ്റ് 6 lakh, ടാക്സ് റേറ്റ് 30%, ഡിപ്രിസിയേഷൻ അണ്ടർ SLM, കമ്പ്യൂട്ട് ദി പേ ബാക്ക് പീരീഡ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ചില ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആണ്. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇപ്പം ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് സ്കിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് നോ. ഓക്കെ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പേ ബാക്ക് പീരീഡ് കമ്പ്യൂട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, a firm whose cost of capital is 10% is considering 2 mutually exclusive projects A and B, the details of which are തന്നിട്ടുണ്ട്. Compute NPV profitability index at 10%. Okay, simple. Present value interest factor യൂസ് ചെയ്യുക, present value inflow കണ്ടുപിടിക്കുക, outflow minus NPV comparison and profitability index also calculate ചെയ്യുക. So ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, M Limited has an investment budget of 100 lakh. It has shortlisted 2 projects A and B. After completing the market and technical appraisal, the management want to complete the financial appraisal before making the investment. Further particular regarding the 2 projects are given below. So investment required is 190. ആവറേജ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ഇതേ കണ്ടോ, ഇവിടെ ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത്. സോ 28 lakh and 24 lakh. Salvage value nil for both project. Estimate life 10 years for both projects. The company follows straight line method of charging depreciation. Tax rate is 50%. Calculate NPV for the 2 projects with a cost of capital 12%. Present value annuity for 1 for 10 years at different discount rate is given below. Okay, present value annuity factor പല ഡിസ്കൗണ്ട് റേറ്റിലും തന്നിട്ടുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നോക്കാം, പ്രൊജക്ട് എ ആൻഡ് പ്രൊജക്ട് ബി. ക്യാഷ് ഇൻഫ്ലോ ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ഇസ് 28 lakh and 24 lakh. ഇനി ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഏത് മെത്തേഡാന്ന് പറയുന്നുണ്ട്, SLM മെത്തേഡാണ്. സോ 100 lakh divided by 10 is equal to 10 ആണ് നമ്മുടെ ഡിപ്രിസിയേഷൻ. ആൻഡ് ഇവിടെ 90 lakh divided by 10 9 ആണ് ഡിപ്രിസിയേഷൻ. സോ ഏർണിങ്സ് ബിഫോർ ടാക്സസ് 18 and 15. ഇനി ടാക്സ് 50% ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ടാക്സ് 18ന്റെ 50% is 9, 15ന്റെ 50% is 7.5. സോ 18 minus 9 is 9, 15 minus 7.5 is 7.5. ഇനി ഡിപ്രിസിയേഷൻ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം. സോ 10ഉം 9ഉം ആഡ് ബാക്ക് ചെയ്താൽ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ഇസ് 19 and 16.5 എന്ന് കിട്ടും. ഇനി NPV നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണ് പറയുന്നത്. സോ ഇൻട്രസ്റ്റ് ഫാക്ടർ അനുവിറ്റി എത്രയാ, 5.6502 ആണ്. 12% വരാം. സോ 19 into 5.6502 107.3538 എന്ന് കിട്ടും. 16.5 into 5.6502 ചെയ്താൽ 93.2283 എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്യണം. സോ ദാറ്റ് 100ഉം 90 ആണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. സോ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ കിട്ടി, പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്താൽ, ഇത് NPV അല്ല കേട്ടോ, പ്രസന്റ് NPV at 12% അല്ല, പ്രസന്റ് വാല്യൂ at 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. സോ വി ഗെറ്റ് ദ NPV as 7.3538 and 3.2283. So project A is having higher NPV, so project A should be accepted. Done. So ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഇസ് ക്യാപിറ്റൽ റേഷനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ Honey Limited having limiting funds of rupees 10 lakh 10,000 and cost of capital 10% is evaluating the desirability of following project having useful life of 10 years.
ജൂൺ 2023 അറ്റംപ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് തന്നിട്ടുണ്ട്, NPV ഉണ്ട്, റാങ്കിങ് ആസ് പെർ NPV ഉണ്ട്. അതായത് ഏറ്റവും ഹയസ്റ്റ് NPV എവിടെയാ? 32,40,000 ആണ്. സോ ഫസ്റ്റ് റാങ്ക് കൊടുത്തു. സെക്കൻഡ് വരുന്നത് 13,75,000 ആണ്. ആസ് പെർ NPVയിൽ നമ്മൾ റാങ്ക് ചെയ്തു. റാങ്കിങ് ആസ് പെർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓൾസോ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടുക. Which project should be selected assuming that the projects are divisible and there is no alternative use of money allocated for capital budgeting? നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതാ ശ്രദ്ധിച്ചോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 50,000 റുപ്പീസ് ആകെ ഉള്ളൂ, അല്ലെ 5 lakh റുപ്പീസ് ആണ് ആകെ ഉള്ളത്. ഓക്കെ, പ്രൊജക്ട് എക്ക് 1 lakh, പ്രൊജക്ട് ബിക്ക് 2 lakh, പ്രൊജക്ട് സിക്ക് 2 lakh ആൻഡ് പ്രൊജക്ട് ഡിക്ക് ഒരു 1 lakh, അല്ലെങ്കിൽ കാണിച്ചാൽ പ്രൊജക്ട് സിക്ക് നമുക്ക് 1 lakh ആക്കാം. സോ 3, 4 ആൻഡ് ഇവിടെ നമുക്ക് 3 lakh ആക്കാം. ഓക്കെ, സോ 1 lakh, 2 lakh, 1 lakh ആൻഡ് 3 lakh. അപ്പൊ നമ്മുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. സോ പ്രൊജക്ട് എയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പ്രൊജക്ട് ബിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സോ 3 lakh കഴിഞ്ഞു. പ്രൊജക്ട് സിയിൽ ഓൾസോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 4 lakh ആയേ. ഇനി നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയും കൂടി ഉണ്ട്. അപ്പൊ പ്രൊജക്ട് ഡിയിൽ 3 ഫ്ലോർ ആണ് ഉള്ളതെങ്കിൽ ഒരു ഫ്ലോറിനാണ് 1 lakh. അപ്പൊ നമുക്ക് 4 lakh പ്ലസ് 3 ആൻഡ് 4 lakh റുപ്പീസ് നമ്മളിപ്പോൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തു അല്ലേ. 3 ലക്ഷം പ്ലസ് 1 ലക്ഷം 4 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു. ഇനി 1 ലക്ഷം രൂപയുണ്ട്. ഈ 3 ലക്ഷം ആവുന്നത് 3 ഫ്ലോറിനാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ഫുൾ പ്രോജക്റ്റ് പറ്റിയില്ലെങ്കിൽ പാർട്ട് ഓഫ് ദി പ്രോജക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതാണ് ഡിവിസിബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിവിസിബിൾ ആണെങ്കിൽ ഏതൊക്കെ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഇൻ ടോട്ടൽ 10,10,000 റുപ്പീസ് ഉണ്ട്. സോ ഇൻ കേസ് ഓഫ് ഡിവിസിബിൾ പ്രോജക്റ്റ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. സോ ഫസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഇവിടെയാണ്. സോ 50,000 റുപ്പീസ് സ്പെൻഡ് ചെയ്യും. സെക്കൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ബിക്കാണ്. സോ 1 lakh നമ്മൾ കാണിച്ചു. സോ ഇൻ ടോട്ടൽ 1,50,000 ആയി. തേർഡ് സിക്കാണ്. സോ അവിടെയും 1,50,000 ആണ്. സോ 2,50,000 പ്ലസ് 50,000 3 lakh ആയി. അടുത്തതായി ഇവിടെ വന്നു. സോ വീണ്ടും 2 ലക്ഷമാണ്. സോ 2 lakh ആണ്. സോ 50,000 പ്ലസ് 1 lakh പ്ലസ് 1,50,000 പ്ലസ് 2 lakh ഇസ് ഈക്വൽ ടു 5 lakh എന്ന് വരും. ഇനി ഈക്കാണെങ്കിലോ 5th ആണ് റാങ്ക് വരാ. സോ നമുക്ക് 2,50,000 വരും. സോ 2,50,000 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 7,50,000 വരും. ഇനി അടുത്ത റാങ്കിങ് വരുന്ന എഫ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇനി പെൻഡിങ് ഇപ്പം മൊത്തത്തിൽ നമ്മൾ 7,50,000 സ്പെൻഡ് ചെയ്തു. മൊത്തം നമുക്ക് 10,10,000 ആണ് പോസിബിൾ. സോ 10,10,000 മൈനസ് 10,10,000 മൈനസ് 7,50,000 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 2,60,000 കിട്ടും. 2,60,000 ആണ് ഇനി നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളത്. സോ ആ 2,60,000 എന്ത് ചെയ്തു? എഫിനങ്ങ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തു. സോ മൊത്തം 10,10,000 ആയി. ഇനി NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഇത് ഇത്രയും ടോട്ടൽ NPV അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. പക്ഷെ എഫിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാർഷ്യൽ NPV കാണിക്കാൻ പറ്റൂ. സോ ടോട്ടൽ NPV 32,40,000 വന്നത്. 6 ലക്ഷത്തിനാണ് 32,40,000 വന്നത്. ഓക്കെ, 6 lakh ഇൻവെസ്റ്റ് ചെയ്താൽ 32,40,000 കിട്ടും. നമ്മളിവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ? 2,60,000 ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. NPV എത്ര വരും? 2,60,000 into 32,40,000 divided by 6 lakh ചെയ്താൽ we get the answer as 14,04,000. പ്രൊപ്പോർഷനേറ്റ് NPV കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ NPV കിട്ടും. കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, which project should be selected assuming that the projects are indivisible and unutilized fund can be invested for a period of 10 years at a risk-free interest rate of 5%. Okay, so next നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിസിബിൾ പ്രോജക്റ്റ് ആണ്. ഇൻഡിവിസിബിൾ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പൈസ ഇപ്പൊ നമ്മുടെ 5 ലക്ഷം രൂപയുള്ളൂ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ 5 ലക്ഷം രൂപയുള്ളൂ. ഒന്നെങ്കിൽ എ ഫുൾ, അപ്പൊ എ നമ്മൾ 1 lakh, ബി 2 lakh, സി
വീണ്ടും 1 lakh. സോ 4 lakh rupees നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇനി ഡി നമ്മൾ പർച്ചേസ് ആണെങ്കിൽ ഫുള്ളേ പറ്റുള്ളൂ. ആ 3 ലക്ഷം രൂപ മൊത്തം കൊടുക്കണം. പക്ഷെ 3 ലക്ഷം നമ്മുടെ കയ്യിൽ ഉണ്ടോ? സോ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഡി മൊത്തം ഒഴിവാക്കണം. ഡിയുടെ ഒരു പോർഷൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. മനസ്സിലായോ? ഡിവിസിബിൾ അല്ല. നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റ് ഫുൾ പർച്ചേസ് ചെയ്യാം. പൈസ ഇല്ലെങ്കിൽ അതങ്ങ് എലിമിനേറ്റ് ചെയ്യാം. മൊത്തത്തിൽ അങ്ങ് എലിമിനേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ട്രയൽ ആൻഡ് എററേ പോസിബിൾ ആവത്തുള്ളൂ. ഓരോ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ്. സോ ഫസ്റ്റ് എഫും ഇയും സി എടുക്കാണ്. സോ എഫ് ഇ സി നമ്മളിവിടെ ഡിസിഷൻ എടുക്കുന്ന ഓൺ ദ ബേസിസ് ഓഫ് NPV ആണ്. സോ ഫസ്റ്റ് റാങ്ക് എഫിനാണ്, സെക്കൻഡ് റാങ്ക് ഇക്കാണ്. സോ നമുക്ക് 6 lakh പ്ലസ് 2,50,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,50,000 വരും. ആൻഡ് 8,50,000 കഴിഞ്ഞ് തേർഡ് റാങ്ക് വരുന്ന ഡിക്കാണ്. ഡിക്ക് എത്രയാണ്? 2 lakh ആണ്. സോ 8,50,000 പ്ലസ് 2 lakh എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ഇറ്റ് as 10,50,000 വരും. പക്ഷെ 10,50,000 നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ ഡി ഒഴിവാക്കി അടുത്ത് എന്ത് ചെയ്തു? സിയിലോട്ട് പോയി. സോ 6 lakh പ്ലസ് 2,50,000 8,50,000 8,50,000 പ്ലസ് സി 1,50,000 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 10 ലക്ഷം എന്ന് കിട്ടി. 1,50,000 കൂടെ ചെയ്താൽ 10 lakh കിട്ടി. ഇതാണ് കോമ്പിനേഷൻ. സോ NPV ഇതിന്റെ മൂന്നിന്റെ എടുത്തു. മനസ്സിലായോ? ഇനി അടുത്ത കോമ്പിനേഷൻ എന്താ? എ പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എഫ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് കിട്ടി? 10 ലക്ഷം. ഇതുപോലൊരു 2 or 3 കോമ്പിനേഷൻ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഹയസ്റ്റ് NPV വരുന്നത് 59,40,000. ദാറ്റ് ഇസ് എ പ്ലസ് സി പ്ലസ് ഡി പ്ലസ് എഫിനാണ്. സോ ദ കമ്പനി ഈസ് അഡ്വൈസ് ടു അണ്ടർടേക്ക് ദ പ്രോജക്ട് എ സി ഡി ആൻഡ് എഫ് സിൻസ് NPV ഇസ് മോർ. ഓക്കെ, കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ 18 എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 17 എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി പേ ബാക്ക് പീരീഡും NPVയും IRRും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ 16 ഇസ് MIRR. MIRR അങ്ങനെ നമ്മുടെ ഇന്റർ ലെവലിൽ ചോദിക്കാറില്ല, ഫൈനലിലാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഇപ്പൊ തൽക്കാലം ചോദിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല, സോ നമ്മൾ നോക്കുന്നില്ല. ഇനി 15 നോക്കാം. A project requires an initial investment of 1,91,315 and is expected to generate the following net cash inflow. Year 1 95,000, Year 2 80,000, Year 3 60,000, Year 4 55,000. Compute discounted payback period of the project if the appropriate discount rate for the project is 12%. ഓക്കെ, നമ്മുടെ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 12% ആണ്. സോ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഇതെല്ലാം അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോസ് അല്ലേ? ഈ അൺഈക്വൽ ക്യാഷ് ഇൻഫ്ലോസിനെ എല്ലാം നമ്മൾ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരും. എങ്ങനെ നമ്മൾ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ കണ്ടുപിടിക്കും? 1 ഡിവൈഡഡ് ബൈ 1.12 ചെയ്താൽ വി ഗെറ്റ് 0.892 എന്ന് കിട്ടും. അത് ഫസ്റ്റ് ഇയറിലെ ഇൻറ്റു ഈക്വൽ ടു അമർത്തിയ സെക്കൻഡ് ഇയറിലെ 0.797 കിട്ടും. വീണ്ടും ഈക്വൽ ടു അമർത്തിയാൽ 0.712 എന്ന് കിട്ടും. വീണ്ടും ഈക്വൽ ടു അമർത്തിയ 0.636 എന്ന് കിട്ടും. സോ ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രസന്റ് വാല്യൂ കിട്ടും. ഇനി ക്യുമുലേറ്റീവ് പ്രസന്റ് വാല്യൂ കാണാം. സോ 84,835 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 84,835 പ്ലസ് 63,760 84,835 പ്ലസ് 63,760 is equal to 1,48,595 എന്ന് വരും. പ്ലസ് 42,720 ചെയ്താൽ വി ഗെറ്റ് 1,91,315 എന്ന് വരും. പ്ലസ് 34,980 ചെയ്താൽ വി ഗെറ്റ് 2,26,295 എന്ന് കിട്ടും. സോ നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? 1,91,315 അതാ ഇവിടെ കിട്ടി. സോ ഇയർ 3 ആണ് നമ്മുടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ കൺക്ലൂഷൻ എഴുതാം. ഇൻ ദിസ് കേസ് വി സീ ദാറ്റ് project discounted payback period is 3 years since cumulative present value at the end of year 3 is 1,91,315. കഴിഞ്ഞു. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 14. ഈ ക്വസ്റ്റ്യൻ 14ന്റെ
സിമിലർ ക്വസ്റ്റ്യൻ, നമ്പർ ചേഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തേ ഉള്ളൂ. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് ക്വസ്റ്റ്യൻ 13. ക്വസ്റ്റ്യൻ 13 നിങ്ങൾക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ LPVയുടെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വേഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ 12 ഓൾസോ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഹോംവർക്ക് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 11. ക്വസ്റ്റ്യൻ 11 എന്താ? IRR കമ്പ്യൂട്ട് ചെയ്യാനാണ്. സോ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ടേഷൻ ആണ്. ഇത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഡിഫറെന്റ് ഓപ്ഷൻസ് എടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ഗെറ്റ് ഇഫ് യു നോ ദി മെത്തേഡ്. ഓക്കെ, ടൈം കൺസ്ട്രെയിൻ കൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നോക്കി പോകുന്നത്. ഇനി 9 ഓൾസോ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്യാം. അതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് വർക്ക് ഔട്ട് ദാറ്റ്. യെസ്, ക്വസ്റ്റ്യൻ 1 നമ്മുടെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ഡേറ്റ ഹാസ് ബീൻ അവൈലബിൾ ഫോർ എ ക്യാപിറ്റൽ പ്രോജക്ട് പ്രീവിയസ് ഇയർ December 25. ക്വസ്റ്റ്യൻ ആണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 1 lakh, യൂസ്ഫുൾ ലൈഫ് 4 years, salvage value 0, internal rate of return 12%, profitability index 1.064. You are required to calculate the following for this project. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് കാണണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം, നെറ്റ് പ്രസന്റ് വാല്യൂ കാണണം, പേ ബാക്ക് പീരീഡ് കാണണം. പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് ഡിഫറെന്റ് റേറ്റ്സ് ആർ ഗിവൺ ബിലോ. സോ ഇയർ 1 ഇയർ 2 ഇയർ 3 ഇയർ 4 പല റേറ്റിൽ തന്നിട്ടുണ്ട്. 12%, 11%, 10%, 9%, ഡിഫറെന്റ് റേറ്റിൽ തന്നിട്ടുണ്ട്. ആൻഡ് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് ഓൾസോ. ഇതെന്താ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് കിട്ടും. സോ കോസ്റ്റ് ഓഫ് പ്രൊജക്ട് നമ്മൾ കാണണം. നമുക്ക് ഇവിടെ IRR തന്നിട്ടുണ്ട് 12%. IRR എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദിസ് റേറ്റ് നമ്മുടെ NPV ഈക്വൽ ടു 0 ആണ്. NPV ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. അല്ലെ, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh ആണ്. സോ എല്ലാ കൊല്ലവും 1 lakh വരും. സോ 12% ആണ് നമ്മുടെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. സോ 12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വന്നാൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എത്രയായിരിക്കും? 1 lakh into 3.038. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 3,03,800 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഈ പ്രസന്റ് വാല്യൂ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഷുഡ് ബി ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ദി പ്രോജക്ട് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 3,03,800 ആണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.064 ആണ്. സോ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്താൽ മതി. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.064, പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് അറിഞ്ഞൂടാ, പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു 3,03,800 ആണ്. സോ 3,03,800 ഇൻറ്റു 3,03,800 into 1.064 is equal to 3,23,243.2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഇതിന്ന് നമ്മൾ എന്ത് കാണണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കുമ്പോൾ 3,23,400. ദിസ് ഇസ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ. നമുക്കറിയാവുന്നൊരു കാര്യമാണ് 1 lakh ആണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ അല്ലേ. 1 ലക്ഷമാണ് നമ്മൾ പ്രസന്റ് വാല്യൂട്ട് കൊണ്ടുവരുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ. ഈ 1 lakh ഇൻറ്റു പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ അനുവിറ്റി ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടുക 3,23,243.2 എന്നുള്ള ഫിഗർ കിട്ടാം.
സോ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ അനുവിറ്റ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? 3,23,243.2 ഡിവൈഡഡ് ബൈ 1 lakh ചെയ്താൽ പ്രസന്റ് വാല്യൂ ഇൻട്രസ്റ്റ് ഫാക്ടർ അനുവിറ്റി 3.232 എന്ന് കിട്ടും. നമ്മളോട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആ ഒരു റേറ്റ് അല്ലേ ചോദിച്ചത്. സോ 3.23 എന്ന് പറയുന്നത് ദേ ഇവിടെ അല്ലേ കിട്ടുന്നത്. ദാറ്റ് ഈസ് 9% ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ അതും കഴിഞ്ഞു, അപ്രോക്സിമേറ്റ്ലി 9%. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന NPV കമ്പ്യൂട്ട് ചെയ്യാനാ, നെറ്റ് പ്രസന്റ് വാല്യൂ. അതെങ്ങനെ കാണാം? പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ മൈനസ് present value cash outflow. Present value cash inflow is 3,23,243.2 and present value cash outflow is 3,03,800. So 19,443.2 എന്ന് കിട്ടും. ക്ലിയർ? അടുത്തത് പേ ബാക്ക് പീരീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആണ്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. സോ നമ്മൾ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യും, ഡിസ്കൗണ്ട് എന്ന് പറയുന്നില്ല. സോ പേ ബാക്ക് പീരീഡ് നോർമലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് നമുക്കറിയാം, കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് എന്ന് പറയുന്നത് 3,03,800. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ഇയേഴ്സ് കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ. സോ നമ്മൾ 3,03,800 ആണ് നമ്മുടെ ഔട്ട്ഫ്ലോ. ഒരു വർഷം നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 1,00,000 രൂപയാണ്. സോ 3,03,800 ഡിവൈഡഡ് ബൈ 1 lakh ചെയ്താൽ മൊത്തം 3.038 ഇയേഴ്സ് കൊണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പം ഡിസ്കൗണ്ടഡ് ആണെങ്കിൽ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ എല്ലാം നമ്മൾ പ്രസന്റ് വാല്യൂലോട്ട് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സോ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇപ്പം ഞാൻ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ ഓരോ കൊല്ലം എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് കിട്ടും. ഇവിടെ ഞാൻ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എത്രയാ, 3,03,800 ആണ് എൻ്റെ ഔട്ട്ഫ്ലോ. ഓക്കെ, ഓരോ കൊല്ലം എനിക്ക് 1 ലക്ഷം രൂപ വെച്ച് റിട്ടേൺ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 3.038 ഇയേഴ്സ് കൊണ്ടാണ് എനിക്ക് റിട്ടേൺ തിരിച്ച് കിട്ടുക. ക്ലിയർ? ഇതോടുകൂടി നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ 4 സോഴ്സസ് ഉണ്ട്: ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡെറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. ഓക്കെ, സോ ഈ സോഴ്സസിൽ നിന്ന് നമ്മളൊരു കോമ്പിനേഷൻ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, എന്തുമാത്രം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വേണം, എന്തുമാത്രം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വേണം, എന്തുമാത്രം ഡെപ്റ്റ് വേണം, അതോ ഡെപ്റ്റ് വേണ്ടേ, ഏതൊക്കെ സോഴ്സസിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം, ഒരു പെർസെൻറ്റേജ്. ഇപ്പം മൊത്തം ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ പറയും 3 ലക്ഷം രൂപ ഇക്വിറ്റിയിൽ നിന്ന്, 1 ലക്ഷം രൂപ ഡെറ്റിൽ നിന്ന്, 1 ലക്ഷം രൂപ റീറ്റെയിൻഡ് ഏർണിങ്സ്, മൊത്തം 5 ലക്ഷം രൂപയായോ. അപ്പോൾ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് എത്ര ഫണ്ട് റേസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയാം. നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഒന്ന് EPSന്റെ ബേസിസിൽ, 2 MPSന്റെ ബേസിസിലാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം, സിമ്പിൾ ടോപ്പിക് ആണ്, വേഗം തീരും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ June 24 അറ്റംപ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. J Limited currently has an equity share capital of 40 lakh consisting of 40,000 equity shares of rupees 100 each. Okay, so currently equity share capital ഉണ്ട് 40 ലക്ഷം, 40,000 equity share ഉണ്ട്, ഒരു ഷെയറിന്റെ പ്രൈസ് 100 ആണ്. The management is planning to raise another rupees 30 lakh to finance a major program of expansion through one of the 4 possible financial plans. So ഒരു 30 ലക്ഷം രൂപയും കൂടെ വേണം മാനേജ്മെന്റിന്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? എൻറ്റയർലി ത്രൂ ഇക്വിറ്റി ഷെയർ, എ എൻറ്റയർലി ത്രൂ ഇക്വിറ്റി ഷെയർ, B 15 lakh in equity shares of rupees 100 each and balance through 8% debenture. ഇനി C എന്ന് പറഞ്ഞാൽ 10 lakh in equity shares of rupees 100 each and balance through long term borrowings at 9% interest per annum. ഇനി D എന്ന് പറഞ്ഞാൽ 15 lakh in equity shares of rupees 100 each, balance through preference shares with 5% dividends. The company is expected to earn Company's expected earnings before interest and tax will be 15 lakh, assuming corporate tax rate of 50%. Analyze the EPS and financial leverage that will be authorized under each of the above schemes of financing and comment on the best plan to be selected. Okay, നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണു, EPS കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, എല്ലാ കേസിലെയും EBIT എത്രയാ? 15 ലക്ഷം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഓക്കെ, സോ ഇൻട്രസ്റ്റ് വരുന്നത് നമുക്ക് എക്സിസ്റ്റിംഗ്ലി 40 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ആണ്. സോ ഫസ്റ്റ് കേസിൽ 100% ഇക്വിറ്റി ഷെയർസ്, സോ ഇൻട്രസ്റ്റ് ഇല്ല. സെക്കൻഡ് കേസിൽ
15 ലക്ഷം രൂപ, മൊത്തം 30 ലക്ഷം, 15 ഇക്വിറ്റിന്നും ബാക്കി 15 ഡിബെഞ്ചേഴ്സ് ചെയ്യുന്നു. സോ 15 ലാക്കിന്റെ 8%. സോ 15 ലക്ഷത്തിന്റെ 8% എന്ന് പറഞ്ഞാൽ 1,20,000 കാണിച്ചു. ഇനി പ്ലാൻ സിയിലാണെങ്കിലോ 10 ലാക്ക് ഇക്വിറ്റി ഷെയർസ്, ബാലൻസ് എന്താ ലോങ് ടേം ബോറോയിങ്സ്. ഓക്കെ, സോ ദാറ്റ് ഇസ് 30 ലാക്ക് മൈനസ് 10 ലാക്ക് 20 ലാക്ക് ഉണ്ട്. സോ 20 ലാക്കിന്റെ 9% എന്ന് പറഞ്ഞാൽ 1,80,000 ആണ്. ഡീലാണെങ്കിലും ഡിബെഞ്ചേഴ്സ് ഇല്ല, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും ഉള്ളൂ. സോ അവിടെ ഇൻട്രസ്റ്റ് ഇല്ല. സോ ഈ BT എന്ന് പറഞ്ഞാൽ 15 ലാക്ക്, 13 ലാക്ക് 80,000, 13 ലാക്ക് 20,000, 15 ലാക്ക്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറയ്ക്കണം. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50% ആണ്. ഓക്കെ, സോ 15 ലാക്കിന്റെ 50% 7,50,000, 13 lakh 80,000 50% 6,90,000, 13 lakh 20,000 50% 6,60,000, 15 ലാക്കിന്റെ 50% 7,50,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിഫറൻസ് ഡിവിഡൻഡ് കുറയ്ക്കണം. പ്രിഫറൻസ് ഡിവിഡൻഡ് എവിടെ മാത്രമേ വരുന്നുള്ളൂ? ലാസ്റ്റ് കേസിൽ മാത്രമേ വരുള്ളൂ. സോ 15 ലക്ഷത്തിന്റെ 5%. സോ 15 ലാക്കിന്റെ 5% എന്ന് പറഞ്ഞാൽ we get 75,000 കിട്ടും. So earnings available for equity shareholders is 7,50,000, 6,90,000, 6,60,000 and 6,75,000. Number of equity shares എങ്ങനെ കാണും? ഓൾറെഡി നമുക്ക് 40,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അത് കൂടാതെ ഇവിടെ എയിലാണെങ്കിലോ 30 lakh ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 30 ലക്ഷം ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 30,000 ഉണ്ട്. സോ 30,000 പ്ലസ് 40,000 ഇസ് ഈക്വൽ ടു 70,000 ആണ്. ഇനി പ്ലാൻ ബിയിലാണെങ്കിൽ 10 ലാക്ക് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ആണ്. സോ 10 ലാക്ക് ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 10,000 ആണ്. സോ നേരത്തെ 30,000 ഉണ്ട് പ്ലസ് അത് സി ആട്ടോ. ബി എന്ന് പറഞ്ഞാൽ 15 ലാക്ക് ആണ്. സോ 15 ലാക്ക് ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 15,000 ആണ്. സോ നേരത്തെ 30,000 പ്ലസ് 15,000 എന്ന് പറഞ്ഞാൽ നേരത്തെ 40,000 പ്ലസ് 15,000 എന്ന് പറഞ്ഞാൽ 55,000 ആണ്. ഇനി സിക്കാണ് 10,000 വരാ. സോ 30,000 പ്ലസ് 40,000 പ്ലസ് 10,000 50,000 വരും. അതുപോലെ ഡിക്കാണെങ്കിൽ 15 ലാക്ക് ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 15,000 ആണ്. സോ 40,000 പ്ലസ് 15,000 55,000 വരും. ഓക്കെ, 55,000 വരും. സോ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കിട്ടി, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കിട്ടി. സോ EPS കാണാൻ എന്ത് ചെയ്യണം? 7,50,000 ബൈ 70,000 ചെയ്താൽ 10.71, 6,90,000 ഡിവൈഡ് ബൈ 55,000 ചെയ്താൽ 12.55, 6,60,000 ഡിവൈഡ് ബൈ 50,000 ചെയ്താൽ 13.2, 6,75,000 ഡിവൈഡ് ബൈ 55,000 ചെയ്താൽ 12.27. സോ EPS ഏറ്റവും ഹയസ്റ്റ് ഏതിനാ വരുന്നത്? 13.2 ആണ്. ദാറ്റ് ഇസ് പ്ലാൻ സിക്കാണ്. ഇനി നമ്മളോട് എന്തും കൂടെ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് ഓൾസോ കാണാൻ പറയുന്നുണ്ട് അല്ലേ? EPS ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. സോ ഫിനാൻഷ്യൽ ലിവറേജ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് EBIT ഡിവൈഡ് ബൈ EBT ചെയ്താൽ മതി. സോ ഫസ്റ്റ് കേസിൽ 15 ലാക്ക് ബൈ 15 ലാക്ക് 1, സെക്കൻഡ് കേസിൽ 15 ലാക്ക് ഡിവൈഡ് ബൈ 13 ലാക്ക് 80,000 1.087, അടുത്തതിൽ 15 ലാക്ക് ഡിവൈഡ് ബൈ 13 ലാക്ക് 20,000 1.136 ആൻഡ് ലാസ്റ്റ് കേസിൽ 15 ലാക്ക് ഡിവൈഡഡ് ബൈ 15 ലാക്ക് 1 തന്നെയായിട്ട് വരാം. ഇവിടെ എന്താ ഇങ്ങനെ കാണിച്ചത് എനിക്കറിയില്ല. 1 ആണ്, 1.111 ഒന്നുമില്ല. EBIT ബൈ EBT അല്ലേ? സോ ഫൈനൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ പ്ലാൻ സി ആണ് വരാം. ഓക്കെ, ഇക്വിറ്റി പ്ലസ് ഡെറ്റ് ആണെങ്കിൽ ഇക്വിറ്റിക്ക് 0യും ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് പോർഷനും കൂടെ കാണിക്കണം. ഇനി ഇക്വിറ്റി പ്ലസ് ഡെറ്റ് പ്ലസ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ 0, ഡെപ്റ്റിന് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർസിന് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. സോ നമ്മൾ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്, ഇക്വിറ്റി മാത്രമേ ഉള്ളെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, അതായത് EPS 0 ആവുന്ന ലെവൽ ഓഫ് EBIT വിൽ ബി ഈക്വൽ ടു 0. ഇനി ഡെപ്റ്റ് ഉണ്ടെങ്കിൽ ഡെപ്റ്റിന് നമ്മൾ ഡെപ്റ്റും കൂടി ഉണ്ടെങ്കിൽ അവർ EBIT വിൽ ബി ഈക്വൽ ടു ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അവർ EBIT വിൽ ബി ഈക്വൽ ടു പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. ഓക്കെ,
സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിൽ പ്ലാൻ എയിൽ ഇക്വിറ്റി മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് പ്ലാൻ ബിയിലാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. സോ ഇൻട്രസ്റ്റ് പോർഷൻ ഇസ് 8,000. സോ 8,000 എന്ന് വരും. ആൻഡ് പ്ലാൻ സിയിലാണെങ്കിൽ നമുക്ക് 8,000 ആണ് പ്രിഫറൻസ് ഡിവിഡൻഡ്. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് ബൈ 1 മൈനസ് ടാക്സ് റേറ്റ്. സോ 8,000 divided by 0.65 ചെയ്താൽ 8,000 divided by 0.65 is equal to 12,308 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇനി ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദിസ് ലെവൽ ഓഫ് EBIT അവർ EPS will be same. അതായത് രണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ എടുത്താൽ ഈ ഇൻഡിഫറൻസ് പോയിന്റ് എത്രയാണോ ആ ഒരു ലെവലിൽ നമ്മുടെ EBIT സെയിം ആയിരിക്കും. ഓക്കെ, സോറി EBIT അല്ല, EPS സെയിം ആയിരിക്കും. EPS നമ്മൾ സെയിം ആക്കുന്ന ലെവൽ ഓഫ് EBIT. സോ EBIT ആണ് നമുക്ക് അറിയാത്ത കാര്യം. സോ EBIT എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? നമ്മൾ EBIT കമ്പ്യൂട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. സോ EBITന്ന് ഇൻട്രസ്റ്റ് കുറച്ചു, അവിടെ നമ്മൾ ടാക്സും കുറച്ച് പ്രിഫറൻസ് ഡിവിഡൻഡും കുറയ്ക്കുമ്പോഴാണ് ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടുക. സോ EPS is equal to earnings available to equity shareholders divided by number of equity shares ആണ്. അപ്പം EBITന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കണം. സോ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് റേറ്റ് 1 മൈനസ് ടാക്സ് റേറ്റും പ്രിഫറൻസ് ഡിവിഡൻഡും കുറച്ചാൽ ഏർണിംഗ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്താൽ EPS കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ ഇൻഡിഫറൻസ് പോയിന്റ് ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് നമുക്ക് ഒരിക്കലും എക്കും ബിക്കും സിക്കും കൂടെ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? എയുടെയും ബിയുടെയും കാണും, പിന്നെ ബിയുടെയും സിയുടെയും കാണും, പിന്നെ എ ആൻഡ് സി കാണും. സോ എ ആൻഡ് ബി നമുക്ക് നോക്കാം. എ ആൻഡ് ബി ചെയ്യുമ്പോൾ ലെവൽ ഓഫ് EBIT നമുക്ക് അറിയത്തില്ല. സോ നമ്മളത് എക്സ് ആയിട്ട് കൊടുത്തു. ഇൻട്രസ്റ്റ് നമുക്ക് അറിയത്തില്ല. സോ നമ്മളത് 0 ആയിട്ട് കൊടുത്തു. ഇൻട്രസ്റ്റ് അറിയത്തില്ല എന്നല്ല, ഇൻട്രസ്റ്റ് ഫസ്റ്റ് കേസിൽ ഇല്ല. സോ ദാറ്റ് ഇസ് 0 ആൻഡ് 1 മൈനസ് ടാക്സ് റേറ്റ്. സോ 1 മൈനസ് 0.35 that is 0.65. പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല. സോ 0 കൊടുത്തു. ആൻഡ് ഫസ്റ്റ് കേസിൽ നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണ്. സോ ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ 0.65x divided by 10,000 എന്ന് വരും. This should be equal to plan Bയുടെ EPS. So plan Bയുടെ നോക്കുമ്പോൾ EBIT x ആണ് into 1 minus 0.35 minus പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഡിവിഡൻഡ് എത്രയാണ്? തന്നിട്ടില്ല. ഡിവൈഡഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ് ഇല്ല ഈ കേസിൽ. ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, സോറി ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്. സോ എക്സ് മൈനസ് നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷൻ 8,000 into 0.65 divided by number of equity shares that is equal to 5,000 എന്ന് വരും. സോ ഈ 5,000ഉം 10,000ഉം ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. സോ 0.65x by 2 is equal to 0.65x minus 8,000 into 0.65 is equal to 5,200 divided by 1 എന്ന് വരും. So 0.65x is equal to 2 into 0.65 that is equal to 1.3 minus 1.3x minus 5,200 into 2 is equal to 10,400 എന്ന് കിട്ടും. So 0.65 1.3 minus 0.65 is equal to 0.65x is equal to 10,400. So 10,400 divided by 0.65 is equal to 16,000 വരും. നമ്മുടെ EBIT 16,000 വരും. ഇതാണ് എയുടെയും ബിയുടെയും. ഇനി ബിയും സിയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി നമുക്ക് ഓൾറെഡി അറിയാം, എക്സ് മൈനസ് 8,000 into 0.65 മൈനസ് 5,000 ചെയ്താൽ മതി ഈക്വൽ ടു. ഇനി സിയുടെ വരുമ്പോൾ എക്സ് മൈനസ് 8,000, ഇവിടെ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇല്ല. സോ എക്സ് ഇൻറ്റു ടാക്സ് റേറ്റ് 0.65 മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് 8,000 ഉണ്ട്. സോ പ്രിഫറൻസ് ഡിവിഡൻഡ് 8,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ ലാസ്റ്റ് കേസിൽ? 5,000 തന്നെയാണ്.
സോ ബൈ 5000 ചെയ്യാം. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാണ്. സോ 0.65x മൈനസ് 8000 into 0.65 is equal to 5200 is equal to 0.65x മൈനസ് 8000. സോ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ 0.65ഉം ഈ 0.65ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് മുന്നോട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റാണ്ട് നമ്മൾ സ്റ്റക്ക് ആയി പോകും. 0.65x മൈനസ് 5200, യെസ്, നമ്മൾ സ്റ്റക്കായി നിന്ന് പോവാണ്. ഈ 0.65xും 0.65xും ക്യാൻസൽ ആവുന്നു. സോ നമുക്കിവിടെ സൊല്യൂഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് എയും സിയും വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്, ദാറ്റ് ഇസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മാരത്തൺ രാഹുൽ സാർ ലൈവ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ സാറ് ക്യാഷ് ഫ്ലോ ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് വീണ്ടും ഞാൻ ക്യാഷ് ഫ്ലോ ഇവിടെ എടുക്കുന്നില്ല. സോ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്ലോയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഫണ്ട് ഫ്ലോയുടെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നമുക്ക് ഈ മാരത്തൺ സെഷൻ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻഡെപ്ത് ഇൻ ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം. ഓക്കെ, സോ ഫണ്ട് ഫ്ലോയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം ചെയ്യാം. ഇനി ഫണ്ട് ഫ്ലോയുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ ഫണ്ട് ഫ്ലോയുടെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ഫുൾ ക്ലാസ്, റെഗുലർ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി, കിട്ടും. കുറച്ചൊരു 3 മാസം മുന്നെയാണ്, കഴിഞ്ഞ ഡിസംബറിലാണ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, so from the following information, prepare a statement of source and application of fund for the year ended 31st March 2024. സോ നമ്മൾ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി 39,900, റീഫണ്ട് ഓഫ് ടാക്സ് 25,470, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 7,16,730, application redemption of debenture 72,800, payment of dividend 4,70,350, net increase in working capital balancing figure ആണ്. ഓക്കെ, സോ സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നത്, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോടും. ഓക്കെ, സെയിൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വിറ്റാൽ നമുക്ക് പൈസ കിട്ടല്ലേ. സോ 39,900 നമ്മുടെ സോഴ്സസിന്റെ അണ്ടറിൽ വേണം വരാൻ. ഇനി റീഫണ്ട് ഓഫ് ടാക്സ് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൈസ കിട്ടാണ്. സോ 25,470 എന്ന് വരും. ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, സോഴ്സസ്, നമ്മുടെ ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫണ്ട്. സോ സോഴ്സസിൽ കാണിക്കണം 7,16,730. റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ പൈസ പൂവാണ് 72,800. പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ 4,70,350 ആണ്. ഓക്കെ, സോ ബാലൻസിങ് ഫിഗർ എത്ര നോക്കാം. സോഴ്സസിന്റെ ടോട്ടൽ 39,900 പ്ലസ് 25,470 പ്ലസ് 7,16,730 ചെയ്താൽ വി ഗെറ്റ് 7,82,100 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 72,800 കുറച്ച് 4,70,350 കൂടെ കുറച്ചാൽ ദ ബാലൻസിങ് ഫിഗർ വിൽ ബി 2,38,950 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, ദാറ്റ് ഇസ് പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. സോ സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും വേണം. So following is the balance sheet of Gamma Limited. Share capital 2023 6,75,000 ആണ്. 2024 ആയപ്പോൾ 7,87,500 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സോ ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഴ്സസിൽ കാണിക്കാം. സോ 7,87,500 minus 6,75,000 is equal to 1,12,500 increase in share capital. പിന്നെ ജനറൽ റിസർവ് 2023 2,25,000 ആണ്. 24 ആയപ്പോൾ 2,81,250, അത് ഇൻക്രീസ് ആണ്. ഇത് നമ്മൾ എവിടെ കാണിക്കണം, നമ്മുടെ
ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ ആഡ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുക 2,81,250 minus 2,25,000 is equal to 56,250 എന്ന് വരും. 56,250 ആഡ് ബാക്ക് ചെയ്യണം. ഇനി ക്യാപിറ്റൽ റിസർവ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിൽ കാണിക്കുന്നത്. ദാറ്റ് ഇസ് 11,250. P&L അക്കൗണ്ട് 1,12,500 2,25,000 ഇൻക്രീസ് ചെയ്തു. സോ നെറ്റ് പ്രോഫിറ്റ് വിൽ ബി 2,25,000 മൈനസ് 1,12,500. ദാറ്റ് ഇസ് 1,12,500 ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കാണിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്, നമ്മുടെ ഡിബെഞ്ചേഴ്സ് 3,37,500 2,25,000. ദാറ്റ് മീൻസ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ. സോ 3,37,500 മൈനസ് 2,25,000 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 1,12,500. ഓക്കെ, സോ 1,12,500 ആണ് ഡിബെഞ്ചർ റിഡംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊവിഷൻ ഫോർ ടാക്സ് 78,750 ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് ഇൻക്രീസ് ടു 85,500. ലെറ്റ് ഇറ്റ് ബി ദർ. പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് 33,750 38,250. അതും അവിടെ നിൽക്കട്ടെ. ഇനി എന്തൊക്കെ അഡീഷണൽ ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്? അഡീഷണൽ ഇൻഫോർമേഷൻസ് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് സോൾഡ് ഫോർ 9,000, നെറ്റ് ബുക്ക് വാല്യൂ 11,250, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 33,750, ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിംഗ് 90,000 സോൾഡ്, 90,000 പർച്ചേസ്, ഡിബെഞ്ചേഴ്സ് റിട്ടയർഡ് അറ്റ് 10% പ്രീമിയം, ടാക്സ് ഓഫ് rupees 61,875 paid, bad debt 15,750 written off, proposed dividend of 22-23 paid in 23-24. Okay, so proposed dividend ഈ 33,750 എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ഇയറിൽ മാറ്റിവെച്ച ഡിവിഡൻഡ്. അതിന്റെ പേയ്മെന്റ് കറണ്ട് ഇയറിൽ നടന്നു നമ്മൾ എടുക്കുകയാണ്. സോ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞ് 33,750 എന്നും കാണിക്കണം. ആൻഡ് ഈ വർഷം നമ്മൾ മാറ്റിവെച്ച 38,250 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതാണ് P&L കറണ്ട് ഇയറിൽ പ്രൊവിഷൻ ആക്കി മാറ്റിയെന്ന് എടുക്കാം. സോ പ്രൊവിഷൻ 38,250 നമ്മൾ ആഡ് ചെയ്തു. ഡൺ. ഇനി അടുത്തത് ഈ ഒരു പോയിന്റ് കഴിഞ്ഞു. പ്രൊപ്പോസ്ഡ് ഡിവിഡൻസിന്റെ കേസ് കഴിഞ്ഞു. ഇനി ഡിബെഞ്ചർ റിട്ടയർഡ് അറ്റ് 10% പ്രീമിയം. ഡിബെഞ്ചർ നമ്മൾ 10% പ്രീമിയത്തിലാണ് റിട്ടയർ ചെയ്തത്. സോ ഡിബെഞ്ചറിന് എന്തുമാത്രമാണ് ഡിബെഞ്ചറിന്റെ ഡിഫറൻസ് വന്നത്? 3,37,500 മൈനസ് 2,25,000. ഓക്കെ, 3,37,500 മൈനസ് 2,25,000 എന്ന് പറഞ്ഞാൽ 1,12,500 കിട്ടും. ഇതിന്റെ 10%, ദാറ്റ് ഇസ് 11,250 ആണ് പ്രീമിയം. സോ ഈ പ്രീമിയം നമ്മൾ എന്ത് ചെയ്യണം? പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൽ എന്ത് ചെയ്യണം? റിഡംഷൻ പ്രീമിയം 11,250 കാണിക്കണം. ക്ലിയർ ആണോ? സോ അതും കഴിഞ്ഞു. ഡിബെഞ്ചേഴ്സ് റിട്ടയർഡ് അറ്റ് 10% പ്രീമിയം. ഇനി ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിംഗ് 90,000 സോൾഡ്, 90,000 പർച്ചേസ്ഡ്. ഓക്കെ, സോ 90,000 നമ്മൾ സെൽ ചെയ്തു. 90,000 സെൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 90,000 മാത്രം കാണിച്ചാൽ പോരാ. അതിനകത്തോട്ട് ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിംഗ് 90,000 സോൾഡ്, അതിൽ നമ്മുടെ പ്രോഫിറ്റ് പോർഷൻ എന്ന് പറയുന്നത് 11,250 ആണെന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റൽ റിസർവ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 11,250 എന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ ടോട്ടൽ സെൽ ചെയ്യുന്നത് 90,000 പ്ലസ് 11,250 ഇസ് ഈക്വൽ ടു 1,01,250 റുപ്പീസിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യുന്നത്. ഇനി പേർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പേർച്ചേസ് ചെയ്തത് 90,000 റുപ്പീസിനാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പേർച്ചേസ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ തരാതൊരു മിസ്സിംഗ് ഫിഗർ ഉണ്ട്, ദാറ്റ് ഇസ് മിസിലീനിയസ് എക്സ്പെൻസ്. ഓക്കെ, മിസിലീനിയസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഇവിടെ കാണിക്കണം. ദാറ്റ് ഇസ് മിസിലീനിയസ് എക്സ്പെൻസ് റിട്ടേൺ ഓഫ് 5,625 ആണ്. ഡിപ്രിസിയേഷൻ അല്ല. ഓക്കെ, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 90,000. ഓക്കെ, ഇനി ടാക്സിന്റെ കേസ്.
സോ നമുക്ക് ടാക്സിന് വേണ്ടി ഒരു അക്കൗണ്ട് വരയ്ക്കാം. നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 78,750. സോ ബാലൻസ് ബ്രോട്ട് ഡൗൺ 78,750 ഉണ്ട്. ആൻഡ് ബാലൻസ് ക്യാരി ഡൗൺ 85,500 ഉണ്ട്. 85,500 ഉണ്ട്. ബാലൻസ് ബ്രോട്ട് ഡൗണുമായി ബാലൻസ് ക്യാരി ഡൗണുമായി. ഇനി അടുത്ത നമ്മളോട് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫോർമേഷനിൽ പറയുന്ന പോയിന്റ് ആണ് ടാക്സ് ഓഫ് 61,875 പെയ്ഡ്. ഓക്കെ, സോ നമുക്ക് ക്യാഷ് പോയത് 61,875 ആണ് പോയത്. സോ ഇനി നമ്മളിത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 61,875 പ്ലസ് 85,500 ഇസ് ഈക്വൽ ടു 147,375 എന്ന് വരും. ഇവിടെ ഓൾസോ 147,375 എന്ന് വരും. മൈനസ് 78,750 ഇസ് ഈക്വൽ ടു 68,625 ആണ് നമ്മുടെ പ്രൊവിഷൻ. ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ പി ആൻഡ് എല്ലോട്ട് മാറ്റുന്ന എമൗണ്ട്. സോ പി ആൻഡ് എല്ലോട്ട് നമ്മൾ മാറ്റുന്ന കറണ്ട് ഇയർ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 68,625 ആണ്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ പ്രൊവിഷൻ ഓൾവേസ് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻകം ടാക്സ് നമ്മൾ പേ ചെയ്തു എന്ന് പറഞ്ഞത് 61,875 ആണ് കറണ്ട് ഇയറിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവിഷനിൽ നിന്ന് ആ പൈസ പോകണം. സോ ക്രെഡിറ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ലെസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 68,625 കിട്ടും. അതാണ് ഈ വർഷം നമ്മൾ പുതിയതായിട്ട് മാറ്റി വെച്ച പ്രൊവിഷൻ. സോ ആ പ്രൊവിഷൻ ആയിരിക്കും പി ആൻഡ് എല്ലിൽ കുറച്ചിട്ടുണ്ടാവുക. സോ അത് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ബാക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ 61,875 നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് അല്ലേ. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, 61,875 ടാക്സ് പെയ്ഡ് കാണിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഫിക്സ്ഡ് അസറ്റ് സോൾഡ് 9,000. സോ നമ്മൾ 9,000 ഫിക്സ്ഡ് അസറ്റ് സെൽ ചെയ്തു. അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 11,250 ആണ്. ഇവിടെ ഫിക്സ്ഡ് അസറ്റിന് വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ? ക്വസ്റ്റ്യനിൽ കുറേ ഡേറ്റാസ് മിസ്സിംഗ് ആണ്. സോ ഫോർ ദ ടൈം ബീങ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഡേറ്റാസ് മിസ്സിംഗ് ആണ്. എന്തോ ക്ലറിക്കൽ എറർ സംഭവിച്ചതാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. ഫണ്ട് ഫ്ലോയുടെ ഫുൾ ഫ്ലെഡ്ജ് ഇൻഡെപ്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഡിസംബറിലാണ് അപ്ലോഡ് ചെയ്തത്. സോ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 95. ഇതിലും കുറച്ച് പോയിന്റുകൾ മിസ്സിംഗ് ആണ്, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഓപ്പണിംഗും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസിംഗും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് എന്ന് പറയുന്നത് എമൗണ്ട് വരുന്നത് 35,000 ആണ്, 35,000. അതുപോലെ ക്ലോസിംഗ് പ്രൊവിഷൻ ഫോർ ടാക്സേഷന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 45,000 ആണ്. ഇനി പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനും ഓപ്പണിംഗും ഉണ്ട്, അതുപോലെ ക്ലോസിംഗും ഉണ്ട്. ഓക്കെ, ഓപ്പണിംഗ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് is equal to 42,000 ആണ്, 42,000 ആണ്. ക്ലോസിംഗ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് is equal to 50,000 ആണ്. ഇനി പ്രോഫിറ്റിന്റെ ബ്രോഡ് ഡൗൺ 30,000 ആണ് ആൻഡ് ക്ലോസിംഗ് ഇസ് 48,000 ആണ്. ഇതുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, 48,000 ആണ്. സോ നമുക്കിനി ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. Prepare a fund flow statement from the following information. Working capital movement 2023 2,07,000 ആണ്, 24 ആയപ്പോൾ 2,58,000 ആയി. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ അതൊരു ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. So 2,58,000 minus 2,07,000 എന്ന് പറഞ്ഞാൽ we get 51,000 as our working capital increase and it should be treated as an
ആപ്ലിക്കേഷൻ. ഓക്കെ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഒരു സോഴ്സും ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ഒരു ആപ്ലിക്കേഷനും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ ഡേറ്റാസ് ആയിട്ട് വായിക്കാം. ഫിക്സ്ഡ് അസറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡിപ്രിസിയേഷൻ 20,000 ആണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ 20,000 ഉണ്ട്. സോ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റിലോട്ട് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടതാണ്. ഡിപ്രിസിയേഷൻ ഇസ് എ നോൺ ക്യാഷ് എക്സ്പെൻസ്. സോ നമ്മളത് കുറച്ച് വെച്ചിട്ടുണ്ടാവും. സോ ആ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഓപ്പണിംഗ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30,000ഉം ക്ലോസിംഗ് 48,000ഉം ആണ്. സോ നെറ്റ് പ്രോഫിറ്റിന്റെ ഡിഫറൻസ് 18,000 ആണ്. ഓക്കെ, 18,000 നെറ്റ് പ്രോഫിറ്റ്. അതിലോട്ട് ഡിപ്രിസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം, വിച്ച് ഇസ് 20,000 ഡിപ്രിസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ഇനി അടുത്ത എന്താ പറയുന്നത്, സം സോൾഡ് ഫോർ 10,000. സോ നമ്മുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ 10,000-ന് സെല്ല് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇസ് എ സോഴ്സ്. സോ 10,000 നമ്മൾ സോഴ്സസിൽ കാണിക്കണം. പിന്നെ പറയുന്ന പോയിന്റ് ആണ് ഡിപ്രിസിയേഷൻ ഫോർ പ്ലാന്റ് 10,000 ആണ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്തു, പി ആൻഡ് എൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിപ്രിസിയേഷൻ 10,000 തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം. 10,000 ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഓപ്പണിംഗ് പ്ലാന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80,000ഉം ക്ലോസിംഗ് 2 lakhും ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അക്കൗണ്ട് വരയ്ക്കാം. സോ ബാലൻസ് ബ്രോട്ട് ഡൗൺ 80,000 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 2 lakhും ആണ്. പിന്നെ ഡിപ്രിസിയേഷൻ നമ്മളോട് പറയുന്നുണ്ട്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ 10,000 നമ്മൾ പി ആൻഡ് എൽ കാണിക്കുന്നു. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, പി ആൻഡ് എൽ എന്ന് എഴുതാം. സോ ടോട്ടൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 2,10,000 ആണ്. ആൻഡ് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ 2,10,000 ആക്കണം. സോ നമ്മുടെ ബാലൻസിങ് ഫിഗർ വിൽ ബി 2,10,000 മൈനസ് 80,000. വി ഗെറ്റ് ഇറ്റ് ആസ് 1,30,000 എന്ന് വരും. ഇത് ഡെബിറ്റ് സൈഡിലല്ലേ, സോ ഇറ്റ് ഇസ് എ പർച്ചേസ് ചെയ്ത അസറ്റ് കൂടും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ക്ലിയർ ആണോ? 1,30,000 എന്ന് കിട്ടും. ഈ 1,30,000 നമ്മൾ സോഴ്സസിൽ കാണിക്കണം. നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 1,30,000, സോറി സോഴ്സസ് അല്ല, ആപ്ലിക്കേഷൻ പൂവല്ലേ. സോ 1,30,000 പർച്ചേസ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇനി അടുത്ത ഇൻഫോർമേഷൻ, ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh ഉണ്ട്. സോ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ സോഴ്സസ് ആയിട്ട് 1 lakh കാണിച്ചു. ഇനി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ 50,000 നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കാണിക്കണം. റിഡംഷൻ ടാക്സ് പെയ്ഡ് 35,000 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സ് പെയ്ഡ് 35,000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് പെയ്ഡ് 35,000 കാണിച്ചു ആപ്ലിക്കേഷനിൽ. ഇനി ഇന്ററിം ഡിവിഡൻറ്റ് 20,000 ആണ്. സോ ഈ ഇന്ററിം ഡിവിഡൻറ്റ് നമ്മൾ 2 സ്ഥലത്ത് കാണിക്കണം. ഒന്ന് പി ആൻഡ് എല്ലിൽ നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും. സോ ഇന്ററിം ഡിവിഡൻറ്റ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് ഇസ് ഇന്ററിം ഡിവിഡൻറ്റ് 20,000 ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ ഇന്ററിം ഡിവിഡൻറ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഓൾസോ 20,000 പെയ്ഡ് എന്നുള്ള രീതിക്ക് കാണിക്കണം. ഇനി പ്രിഫറൻസ് ഡിവിഡൻറ്റ് 12,000 പെയ്ഡ്. ഈ പ്രിഫറൻസ് ഡിവിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് 12,000 കാണിക്കണം. അതുപോലെ പ്രിഫറൻസ് ഡിവിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്കും ചെയ്യണം നെറ്റ് പ്രോഫിറ്റിൽ. സോ പ്രിഫറൻസ് ഡിവിഡൻറ്റ് 12,000 നമ്മൾ ആഡ് ബാക്കും ചെയ്യണം. ക്ലിയർ? ഇനി അടുത്ത പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് 42,000. ആ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിന്റെ ഓപ്പണിംഗ് ആണ് 42,000. ഇത് കട്ട് ഓഫ് ചെയ്തോളൂ. 42,000 ആൻഡ് ക്ലോസിംഗ് 50,000. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓപ്പണിംഗ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മൾ ഈ വർഷം പേ ചെയ്തു എന്ന് കാണിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷനിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് പെയ്ഡ് 42,000 കാണിച്ചു. ആൻഡ് ക്ലോസിംഗിലുള്ള 50,000 ആണ് ഈ വർഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊവിഷൻ, ഈ വർഷം നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കാൻ മാറ്റി വെച്ചത്. സോ പി ആൻഡ് എല്ലിൽ അത് കുറച്ചിട്ടുണ്ടാവും. സോ തിരിച്ച് എന്ത് ചെയ്യണം, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ ആണോ? ഇനി അടുത്തത് എല്ലാം കഴിഞ്ഞു, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ് ചെയ്തു. ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ ഉണ്ട്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 25,000 ഉണ്ട്. സോ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 25,000 ആഡ് ബാക്ക് ചെയ്യണം.
ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 30,000 ഉണ്ട്, അതും ആഡ് ബാക്ക് ചെയ്യണം. ഇനി പ്രൊവിഷൻ ഫോർ ടാക്സേഷൻസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്താ നമ്മളിപ്പോൾ ആഡ് ബാക്ക്, നമ്മളിപ്പോൾ അഡീഷണലി ചേർത്തതാണ്. നമ്മൾ പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ സെയിം കോൺസെപ്റ്റ്. ഓപ്പണിംഗ് നമ്മൾ എന്ത് ചെയ്യണം, പെയ്ഡ് ആയിട്ടും കാണിക്കുക, ക്ലോസിംഗ് ആയിരിക്കും ഈ വർഷം ടാക്സിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചത്. സോ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം നെറ്റ് പ്രോഫിറ്റിന്റെ ഒപ്പം. സോ 35,000 നമ്മൾ ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ആൻഡ് അതുപോലെതാ ഈ 45,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാണ്. ഓക്കെ, സോ 45,000 നമ്മൾ തിരിച്ച് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആഡ് ബാക്ക് ചെയ്തു. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ജസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 18,000 പ്ലസ് 20,000 പ്ലസ് 10,000 പ്ലസ് 20,000 പ്ലസ് 12,000 പ്ലസ് 50,000 പ്ലസ് 25,000 പ്ലസ് 30,000 പ്ലസ് 45,000 ചെയ്താൽ we get the answer as ഫണ്ട് ഫ്രം ഓപ്പറേഷൻ 2,30,000 വരും. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ്. സോ സോഴ്സസിൽ വേണം 2,30,000 കാണിക്കാൻ. ഇനി നമ്മൾ നമ്മുടെ സോഴ്സസും ആപ്ലിക്കേഷൻസും കൂടെ ആഡപ്പ് ചെയ്താൽ 3,40,000 കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ മാരത്തൺ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഏറ്റവും ഫൈനൽ ക്വസ്റ്റ്യൻ. From the summarized balance sheet of ABC Limited as on 31st December 2022 and 23, prepare statement showing change in working capital, fund flow statement showing sources and applications. Okay, so first working capital change കാണിക്കാം. working capital change വേണമെങ്കിൽ current asset minus current liabilities ചെയ്താൽ മതി. സോ നമ്മുടെ current asset എന്ന് പറയുമ്പം സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ്. സ്റ്റോക്കിന്റെയും ഡെപ്റ്റേഴ്സിന്റെയും ക്യാഷിന്റെയും എമൗണ്ട് കാണിക്കണം. ഇനി കറന്റ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ആകെ ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, ദാറ്റ് ഇസ് ട്രേഡ് പേയബിൾ 2,60,000 ആൻഡ് 2,80,000 കാണിച്ചു. സോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ 1,80,000 1,52,000 വരും. സോ ചെയ്ത് കഴിഞ്ഞാൽ there is a decrease in working capital 28,000. decrease in working capital should be treated as a source. സോ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ 28,000 സോഴ്സസ് ആയിട്ട് വേണം കാണിക്കാൻ. ഇനി ഓരോ ഐറ്റംസ് ആയിട്ട് ചെയ്യണം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് വായിക്കാം. പ്ലാന്റ് കോസ്റ്റ് 40,000, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 26,000, സോൾഡ് ഫോർ 6,000. ഓക്കെ, സോ പ്ലാന്റിന്റെ കോസ്റ്റ് 40,000 ആണ്. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 26,000 കുറച്ചാൽ ബുക്ക് വാല്യൂ 14,000 ആണ്. സോ 14,000 വാല്യൂ ഉള്ള ഒരു അസറ്റ് നമ്മൾ വിറ്റത് 6,000. സോ അതൊരു ലോസ് അല്ലേ? സോ 14,000 മൈനസ് 6,000, 8,000 ലോസ് നമുക്ക് ഇൻകർ ചെയ്തു. ഓക്കെ, ലോസ് ഒരു 8,000 ഇൻകർ ആയി. ആ 8,000 നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പി ആൻഡ് എൽ ലോസ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ, ഡെബിറ്റ് സൈഡ് കാണിച്ചിട്ടുണ്ടോ, ആ 8,000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. സോ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 8,000 ആഡ് ബാക്ക് ചെയ്യണം. ഇനി നമ്മൾ സെല്ല് ചെയ്തത് എത്ര രൂപയ്ക്കാ? സോ നമ്മൾ സെല്ല് ചെയ്തത് സെയിൽ ഓഫ് പ്ലാന്റ് 6,000 റുപ്പീസിനാണ് സെല്ല് ചെയ്തത്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സോഴ്സസിൽ ആ 6,000 കാണിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഓൺ പ്ലാന്റും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടും ഉണ്ട്. സോ ഈ രണ്ട് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് നോക്കണം. സോ ഫസ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ വിൽ ഓൾവേസ് ബി ഇൻ ക്രെഡിറ്റ് സൈഡ്, ദാറ്റ് ഇസ് 2,80,000 ബ്രോട്ട് ഡൗൺ 2,80,000 ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ക്യാരി ഡൗൺ എന്ന് പറയുന്നത് ക്യാരി ഡൗൺ 3 lakh ഡെബിറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ വിറ്റ അസറ്റിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഡിപ്രിസിയേഷൻ അക്യുമുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ആണ്. അസറ്റ് വിറ്റു, സോ ആ അസറ്റിന്റെ ഡിപ്രിസിയേഷൻ ഇതിൽ കാണാൻ പാടുണ്ടോ? ഇല്ല. സോ നമ്മൾ വിൽക്കുന്ന അസറ്റിന്റെ ഡിപ്രിസിയേഷൻ പ്ലാന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 26,000 കുറയ്ക്കണം.
സോ ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഇയർ ഡിപ്രിസിയേഷൻ കിട്ടും. സോ 3,26,000, ഇവിടെയും 3,26,000. സോ നമുക്ക് ബാലൻസ് പി ആൻഡ് എല്ലിൽ ഈ വർഷം നമ്മൾ കാണിച്ച ഡിപ്രിസിയേഷൻ കിട്ടും. സോ 3,26,000 മൈനസ് 2,80,000 എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് 46,000 വരും. 46,000 ആണ് ഡിപ്രിസിയേഷൻ കറണ്ട് ഇയറിലെ. അത് നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ ഒപ്പം തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? അടുത്തത് പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കുക. ഓക്കെ, പ്ലാന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദാറ്റ് ഇസ് 5,80,000 ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ 6,40,000 കാണിക്കണം. 5,80,000 ഡെബിറ്റ് സൈഡിലും 6,40,000 ക്രെഡിറ്റ് സൈഡിലും. ഇനി നമ്മളിത് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാന്നാ പറയുന്നത് ക്വസ്റ്റ്യനിൽ? ഇത് സെല്ല് ചെയ്യുന്നത് ഇസ് ഫോർ 6,000. സോ ബാങ്കിൽ നിന്ന് വി ഗെറ്റ് 6,000. നമ്മൾ ഓൾറെഡി അത് സോഴ്സസിൽ കാണിച്ചു. ഇനി ഇതിന്റെ ഡിപ്രിസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റിയില്ലേ? 26,000 ഡിപ്രിസിയേഷൻ കാണിച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇൻകർ ആയ ലോസ് എത്രയാ? 8,000 റുപ്പീസ് ലോസ് ഉണ്ട്. ഓക്കെ, സോ ഈ 8,000 കൂടെ നമ്മൾ കാണിക്കണം. ഈ ആൻജലില് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 8,000 കാണിക്കണം. സോ ഇത് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കാം. സോ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 6,000 പ്ലസ് 26,000 പ്ലസ് 8,000 പ്ലസ് 6,40,000 ചെയ്താൽ we get 6,80,000 കിട്ടും. 6,80,000 ആണ് രണ്ട് സൈഡിലെയും ടോട്ടൽ വരാം. ഈ 6,80,000 മൈനസ് 5,80,000 ചെയ്താൽ we get 1 lakh as our purchase. സോ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കണം. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ പർച്ചേസ് ഓഫ് പ്ലാന്റ് 1 lakh കാണിക്കണം. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്യുപ്മെന്റ് കോസ്റ്റ് 10,000 ആണ്, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 8,000 ആണ്. സോ എക്യുപ്മെന്റിന്റെ കോസ്റ്റ് 10,000, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 8,000, നമ്മൾ 4,000 വിറ്റു. സോ 10,000 മൈനസ് 8,000 എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ 2,000 ആണ്. സോ 2,000 വാല്യൂ ഉള്ള അസറ്റ് നമ്മൾ എന്ത് ചെയ്തു? 4,000 വിറ്റു. സോ 2,000 നമുക്ക് പ്രോഫിറ്റ് വന്നു. ഈ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പി ആൻഡ് എല്ലിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യണം? നമ്മുടെ നോർമൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലാത്തത് കൊണ്ട് കുറച്ച് കാണിക്കണം. നമ്മൾ അവിടെ കൂട്ടി കാണിച്ചു. സോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഇത് കുറച്ചാണ് കാണിക്കേണ്ടത്. സോ 2,000 ലെസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എക്യുപ്മെന്റ്. ഇനി നമ്മൾ സോഴ്സസിൽ എന്ത് കാണിക്കണം? സെയിൽ ഓഫ് എക്യുപ്മെന്റ് 4,000 എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് അക്കൗണ്ട് വരയ്ക്കണം. ദാറ്റ് ഇസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഓൺ എക്യുപ്മെന്റും ആൻഡ് എക്യുപ്മെന്റ് അക്കൗണ്ട് വരയ്ക്കണം. സോ നമുക്ക് വരച്ചു നോക്കാം. ഫസ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. നമുക്ക് ബ്രോഡ് ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ ക്യാരി ഡൗണും ഉണ്ട്. ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ 12,000 ആൻഡ് ബാലൻസ് ക്യാരി ഡൗൺ ഇസ് 8,000. സോ 12,000ഉം അതുപോലെ തന്നെ 8,000ഉം കാണിക്കണം. ഇനി അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 8,000. സോ എക്യുപ്മെന്റ് 8,000 കാണിച്ചു. സോ നമ്മുടെ ടോട്ടൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ 16,000 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 16,000 കാണിക്കണം. സോ ബാലൻസ് വരുന്നത് 4,000 ആയിരിക്കും നമ്മൾ പി ആൻഡ് എല്ലിൽ ഈ വർഷം ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ടാവുക. സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഓൺ എക്യുപ്മെന്റ് 4,000. ഇനി എക്യുപ്മെന്റ് അക്കൗണ്ട് വരയ്ക്കാം. എക്യുപ്മെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ബ്രോഡ് ഡൗൺ ഡെബിറ്റിലും ക്യാരി ഡൗൺ ക്രെഡിറ്റിലും ആണ് കാണിക്കേണ്ടത്. സോ ബാലൻസ് ബ്രോഡ് ഡൗൺ ഡെബിറ്റിൽ കാണിക്കുമ്പോൾ 12,000 അല്ല, 18,000 ആൻഡ് 20,000 ആണ്. സോ ഡെബിറ്റിൽ 18,000 ആൻഡ് ക്രെഡിറ്റിൽ 20,000 കാണിക്കണം. ക്രെഡിറ്റിൽ 20,000 കാണിച്ചു. ഇനി ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 8,000 നമ്മൾ കാണിച്ചു. ദെൻ നമ്മളിത് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 4,000 റുപ്പീസിനാണ് വിൽക്കുന്നത്. സോ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 4,000 കാണിക്കണം. ആൻഡ് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തില്ലേ 2,000ന്റെ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പി ആൻഡ് എൽ എന്ന് പറഞ്ഞ്
2000 കാണിക്കണം. ഇത്രയാണ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ വിൽ ബി 28,000 പ്ലസ് 4,000 ഇസ് ഈക്വൽ ടു 32,000 എന്ന് വരും. ആൻഡ് ഡെബിറ്റ് സൈഡിലാണെങ്കിലോ, ഡെബിറ്റ് സൈഡിൽ 18,000 പ്ലസ് 2,000 20,000. സോ 12,000 വരും. ഇതാണ് നമ്മുടെ പെർച്ചേസ് ഓഫ് എക്യുപ്മെന്റ്. സോ നമ്മൾ ആപ്ലിക്കേഷനിൽ പെർച്ചേസ് ഓഫ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 12,000 കാണിക്കണം. ഇനി ഡിവിഡൻഡ് പെയ്ഡ് ഇൻ 2023. ഓക്കെ, സോ ദ 2022 ഡിവിഡൻഡ് പെയ്ഡ് ഇൻ 2023. ഓക്കെ, ഇനി ഓരോ ഐറ്റംസ് എടുത്ത് നോക്കാം. ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് 4 lakh ഇന്ന് 4,80,000 ആയി. സോ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 80,000 നമ്മൾ എവിടെ കാണിക്കുക? സോഴ്സസിൽ കാണിക്കണം. ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് 80,000 പ്ലസ് ഒരു പ്രീമിയത്തിന്റെ കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് 20,000. സോ 80,000 പ്ലസ് 20,000 ഇസ് ഈക്വൽ ടു 1 lakh എന്ന് വരും. ഇനി സെയിൽ ഓഫ് എക്യുപ്മെന്റ് നമ്മൾ കാണിക്കാൻ മറന്നുപോയി. 4,000 ഉണ്ടായിരുന്നു, നമ്മുടെ സോഴ്സസിൽ 4,000 കാണിക്കണം സെയിൽ ഓഫ് എക്യുപ്മെന്റ്. ഇനി ജനറൽ റിസർവ് 60,000 1 lakh ആയി. ദാറ്റ് ഇസ് 40,000 ഇൻക്രീസ് വന്നു. ആ 40,000 എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ബാക്ക് ചെയ്യാനുള്ളതാണ്. സോ ജനറൽ റിസർവ് 40,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇനി 12% ഡിബെഞ്ചേഴ്സ് നമുക്ക് 1 lakh 0 ആയി. സോ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1 lakh ആണ്. ഇനി നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 96,000 1,36,000 ആയി. സോ 1,36,000 മൈനസ് 96,000 എന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് 40,000. 40,000 ആണ് നമ്മുടെ ഇൻക്രീസ് ഇൻ പി ആൻഡ് എൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, സോ ട്രേഡ് പേബിൾസ് കാണിച്ചു. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 40,000 ഓപ്പണിംഗ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു? ഈ വർഷം പെയ്ഡ് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷനിൽ കാണിച്ചു. ആൻഡ് ക്ലോസിംഗ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നു? ഈ വർഷം മാറ്റി വെച്ചതാണ് 48,000. സോ ആ 48,000 നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ് നെറ്റ് പ്രോഫിറ്റിനൊപ്പം. പിന്നെന്താ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കുക, അവിടെ എല്ലാം കഴിഞ്ഞു. ഇനി അസറ്റിൽ ഫ്രീ ഹോൾഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2,10,000 2,80,000 ആയി. ദാറ്റ് പെർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ഓക്കെ, സോ 70,000 നമ്മൾ പെർച്ചേസസ് കാണിക്കണം. പെർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആപ്ലിക്കേഷൻസിൽ 70,000 കാണിക്കണം. എക്യുപ്മെന്റ് നമ്മൾ ട്രീറ്റ് ചെയ്തു, ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇനി ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 1,84,000 വരും. ഇത് നമ്മൾ എന്ത് ചെയ്യുക? നേരെ നമ്മുടെ സോഴ്സസിൽ കൊണ്ടിടുക. ഡെബിറ്റും ക്രെഡിറ്റും ആഡ് ചെയ്താൽ ടാലി ആവും. സോ അങ്ങനെ ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞു. സോ നമ്മൾ ആകെ സ്കിപ്പ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഓൾറെഡി ലൈവ് കോർപ്പറേറ്റ് അക്കൗണ്ട്സിന് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് ക്യാഷ് ഫ്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്കിപ്പ് ചെയ്തൊരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി. അതെങ്ങനെ കണ്ടിന്യൂസ്ലി എക്സാംസിന് ചോദിക്കാറില്ല, കഴിഞ്ഞ അറ്റംപ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായി. സോ ഐ ഹോപ്പ് ദാറ്റ് ഈ അറ്റംപ്റ്റിൽ ചോദിക്കില്ല എന്ന്. 100% ഗ്യാരണ്ടി അല്ല പറഞ്ഞ് ചോദിക്കാം. പക്ഷേ നമ്മൾ ഒരു മാരത്തൺ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ABC അനാലിസിസ് നടത്തി ഏറ്റവും A കാറ്റഗറിയിലുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യാം. സോ അതുകൊണ്ടാണ് ആ ചാപ്റ്റർ നമ്മൾ സ്കിപ്പ് ചെയ്തത്. സോ ഫുൾ ക്ലാസ് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി. അതുപോലെ ഇപ്പം ഇതിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 75% ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിലെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, ടെലഗ്രാം ചാനലിൽ ചോദിക്കുക. ഓക്കെ, താങ്ക്